ദുആ വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وقائدنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن دونهما جنتان فبأي آلاء ربكما تكذبان مدهامتان فبأي آلاء ربكما تكذبان فيهما عينان نضاختان فبأي آلاء ربكما تكذبان فيهما فاكهة ونخل ورمان فبأي آلاء ربكما تكذبان فيهن خيرات حسان فبأي آلاء ربكما تكذبان حور مقصورات في الخيام فبأي آلاء ربكما تكذبان لم يطمثهن إنس قبلهم ولا جان فبأي آلاء ربكما تكذبان متكئين على رفرف خضر وعبقري حسان فبأي آلاء ربكما تكذبان تبارك اسم ربك ذي الجلال والإكرام. صدق الله العظيم. بارك الله لي ولكم في القرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. الله سبحانه وتعالى നമ്മുടെ മജ്‌ലിസ് ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പ് തരട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. നമ്മുടെ പ്രയാസപ്പെടുന്നവരുടെ മുഴുവൻ പ്രയാസങ്ങളും ഈ നിമിഷം അല്ലാഹു നീക്കി തരട്ടെ. നമ്മുടെ ഉമ്മത്തിന് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ലോകരാജ്യങ്ങളിലുണ്ടോ ആ ബുദ്ധിമുട്ടുകളൊക്കെ റബ്ബ് പരിഹരിക്കട്ടെ. അല്ലാഹു നീക്കി കൊടുക്കട്ടെ. ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കാനും നാളെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരുമിച്ച് ചേരാനും നാളെ അല്ലാഹുവിന്റെ തിരുദാസ് കാണാനുമുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വർഗത്തിന്റെ വിവരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ അങ്ങോട്ട് കടന്നു ചെല്ലാൻ എന്തൊക്കെ നമ്മെ സഹായിക്കും എന്നുകൂടിയാണ് നമ്മൾ പഠിക്കുന്നത്. അസ്സബ്റു അലൽ അംറാദി വൽ ഇബ്തിലാഅത്ത്, രോഗങ്ങളും പ്രയാസങ്ങളും വരുന്ന സഹിക്കുന്നത് സ്വർഗപ്രവേശനത്തിന് കാരണമാണ്. ആ ഒരു ഹദീസിലാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അത്വാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കാണിച്ചു കൊടുക്കുകയാണ്, സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു പെണ്ണിനെ കാണിച്ചു തരണോ, ആ പെണ്ണ് സ്വർഗത്തിലേക്ക് പോകുന്ന സ്വഹാബിയത്താണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങൾ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തിരിക്കുമ്പോൾ അവർ വന്നു. അൽ മർഅത്തു സൗദാ, കറുത്ത നിറമുള്ള കറുത്തവരായ ഒരു സ്ത്രീ. എന്നിട്ട് പറഞ്ഞു, ഇവരെന്തായിരുന്നു നബിയെ? എനിക്ക് അപസ്മാരത്തിന്റെ അസുഖമുണ്ട് നബിയെ. അപസ്മാരത്തിന്റെ അസുഖമുണ്ടാകുമ്പോ എന്റെ ഔറത്ത് വെളിവാകുന്നുണ്ട്. ആളുകളുടെ ഇടയിലൊക്കെ പെട്ടെന്ന് ആയിപ്പോയാൽ എന്റെ ഔറത്ത് കണ്ടുപോകില്ല നബിയെ. അതുകൊണ്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യുമോ? അങ്ങ് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമല്ലോ. അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? രണ്ട് ഓപ്ഷൻ തരാം. ഇൻ ശിഅ്തി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പക്ഷം സബർതി വലക്കിൽ ജന്ന, നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ഷമിക്കാം. ഈ രോഗം ക്ഷമിച്ച് നിങ്ങൾ സഹിച്ച് നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം തരും. വഇൻ ശിഅ്തി ദഅവതുല്ലാഹ അൻ യുആഫീകി, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ദുആ ചെയ്തു തരാം. അല്ലാഹുവിന്റെ ദുആനെ സ്വീകരിച്ച് നിങ്ങൾക്ക് ശിഫയും കിട്ടിയെന്ന് വരും. അത് വേണോ? അതിനെ ക്ഷമിച്ചിട്ട് നിങ്ങൾ സ്വർഗം വാങ്ങണോ? അവരെന്ത് പറഞ്ഞു? ഖാലത്ത് അസ്ബർ, ഞാൻ ക്ഷമിക്കാൻ നബിയെ. പക്ഷേ ഫഇന്നി അതകശഫ്
ഞാൻ ക്ഷമിക്കാൻ നബി, അസുഖം ഞാൻ ക്ഷമിച്ചോളാം. പക്ഷെ എന്റെ ഔറത്ത് ഒളിവാകുന്നുണ്ടല്ലോ, ശരീരത്തിൽ നിന്ന് വസ്ത്രം നീങ്ങുമല്ലോ, അപസ്മാരത്തിന്റെ അസുഖം ബുദ്ധിമുട്ടൊക്കെ വരുമ്പോ ആൾ അൺകോൺഷ്യസാ, നമുക്ക് ബോധമുണ്ടാവില്ല. അപ്പൊ നമ്മുടെ അനക്കങ്ങളൊന്നും അറിയില്ലല്ലോ. വസ്ത്രങ്ങൾ നീങ്ങിപ്പോയാൽ മനുഷ്യന്റെ രഹസ്യഭാഗങ്ങൾ കാണൂല നബിയെ. അതുകൊണ്ട് അള്ളാഹുവിനോട് അങ്ങ് ദുആ ചെയ്തേക്കണം, ഞാൻ അപസ്മാരത്തിൽ അസുഖത്തിൽപ്പെട്ടാൽ പോലും എന്ത് ചെയ്യണം, എന്റെ വസ്ത്രങ്ങൾ നീങ്ങിപ്പോകരുത്, അതിനങ്ങ് പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു തരാം. ഫദആലഹ, ഞങ്ങൾ ദുആ ചെയ്തു കൊടുത്തു, അല്ലാഹുവേ ഇവർക്ക് അത്തരം ബുദ്ധിമുട്ട് നീ കൊടുക്കുമ്പോ വസ്ത്രം നീങ്ങിപ്പോകാതെ കാക്കണം കേട്ടോ എന്ന്. അങ്ങനെയായിരുന്നു പിന്നെ അവർക്കുണ്ടായിരുന്നു. ഏതാനും ചില കാലഘട്ടങ്ങൾ അവർക്കുണ്ടായി. പക്ഷേ അതിന്റെ പേരിൽ അവർ സ്വർഗം കൊണ്ടുപോയി. ഉലമാ പറയാണ്, പ്രയാസങ്ങൾ, രോഗങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇത് അള്ളാഹുവിടെ വെച്ച സംഗതിയാണ്, ഇതിൽ മാറ്റം ഉണ്ടാവില്ല. നമ്മൾ അള്ളാഹുവോട് ദുആ ചെയ്യണം രോഗങ്ങൾ ശിഫയാക്കി തരാൻ. പക്ഷെ അള്ളാഹു രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കും. അത് അള്ളാഹുവിന്റെ ഒരു ഖൗലാണ്, ഖുർആൻ പറയുന്ന വാക്കാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُم مُّصِيبَةٌ قَالُوا إِنَّا لِلَّهِ وَإِنَّا ഇവിടെ സംശയം വേണ്ട, പരീക്ഷണമനുസരിച്ച് ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും പരീക്ഷിക്കണം. തീർച്ചയായും ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. ഒരൽപ്പം പേടികൊണ്ട് ജോലി പോവോ, ടെർമിനേഷൻ കിട്ടുമോ, എന്നെ പുറത്താക്കോ, ഈ പേടിയൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. പ്രവാസികൾ സ്ഥിരമുള്ള പേടിയാണ്. റിസ്ക് അള്ളാഹു ഏറ്റെടുത്ത വിഷയമാണ്. അത് മുസ്ലിമിനും അമുസ്ലിമിനും അള്ളാഹു ഏറ്റെടുത്തു. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ, നിങ്ങൾക്ക് പേടിയും വിശപ്പും കൊണ്ട് ഞാൻ പരീക്ഷിക്കും. വിശപ്പ് ജീവിതത്തിൽ വരും, വിശക്കുന്ന ഘട്ടം വരും. 5 പൈസ കയ്യിലില്ലാതെ നമ്മൾ തെണ്ടിനടക്കണൊക്കെ പറയില്ലേ, 5 പൈസ കയ്യിലില്ല, ഏതെങ്കിലും ഒന്ന് പോക്കറ്റ് അടിച്ചു പോയാൽ കഴിഞ്ഞില്ലേ പ്രശ്നം. പോസ്റ്റ് ATM പ്രീ ATM പീരീഡ് അതൊന്നും നോക്കണ്ട. ATM കടടക്കം പോയാൽ എന്ത് ചെയ്യും? കാശ് പോക്കറ്റ് അടിച്ചു പോയില്ലേ, ATMയുടെ പ്രശ്നമില്ലല്ലോ, അത് പോയെന്ന് വിചാരിക്കും. എന്ത് ചെയ്യും? നമ്മൾ ബെഗ് ചെയ്യേണ്ടി വരില്ലേ ആൾക്കാരോട് ചോദിച്ചിട്ട്? വല്ല പള്ളിയിൽ കാര്യം ചോദിക്കേണ്ടി വരില്ലേ? ഇവന് സ്ഥിരം പണി തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ കോലം കണ്ട തരുമോ? അതുമില്ല അല്ലേ? വിശന്ന് നടക്കേണ്ടി വരും ചിലപ്പോ. ഇതൊക്കെ ജീവിതത്തിൽ സംഭവിക്കും. ഒരിക്കലല്ലെങ്കിൽ ഒരിക്കൽ വരുന്ന പരീക്ഷിക്കണം എന്നാണ്. കാരണം പറഞ്ഞ അല്ലാഹുവിന്റെ സീറ, ഡെഫിനറ്റ്ലി ഐ വിൽ പുട്ട് യു ടു ടെസ്റ്റ്. ഒരു സംശയമല്ല, ഞാൻ ചെയ്തിരിക്കും. പേടി വരും, വിശപ്പും വരും. പിന്നെ സമ്പത്ത് കുറയും. നല്ല ഓഫറുള്ള ജോലിയായിരുന്നു, ഒരു നഷ്ടപ്പെട്ടു. പടച്ചോനെ ഇപ്പൊ കിട്ടുന്നത് 1000 ഉള്ളൂ, 2000 3000 കിട്ടിയിരുന്ന റബ്ബേ, ജോലി നഷ്ടപ്പെട്ടപ്പോ ഇങ്ങനെയായി. നഖ്സും മിനൽ അംവാൽ, സമ്പത്ത് കുറയാൻ അങ്ങനെ വരും.
നിങ്ങൾക്ക് എത്രയോ അനുഭവങ്ങൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും, എനിക്കുണ്ട്, നമുക്കൊക്കെ ഉണ്ടാവും. ഒരവസ്ഥയിൽ നിന്ന് അള്ളാഹു എടുത്തിട്ട് താഴിടും. നഖ്സുൻ മിനൽ അംവാൽ വൽ അൻഫുസ്, ശരീരത്തിൽ കുറവ് വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. റബ്ബിനോട് ദുആ ചെയ്യാൻ നമുക്ക്. ഒരു വിരൽ മുറിച്ചു കളയെന്ന് പറഞ്ഞു, ശരീരത്തിൽ കുറവല്ലേ, പോയി കൈ മുറിച്ചു, കാല് മുറിച്ചു, ഒരവയവം എടുത്തു മാറ്റണമെന്ന് പറഞ്ഞു, എടുത്തു മാറ്റണ്ടേ? ഇതൊക്കെ നടക്കും. ശരീരങ്ങളിൽ കുറവ് വരും. ഉമ്മയോ വാപ്പയോ മരിച്ചു, മക്കൾ മരിച്ചു, ജ്യേഷ്ഠാന്യം മരിച്ചു, ഭാര്യ മരിച്ചു, ഭാര്യസമയത്തിനുള്ള ഭർത്താവ് മരിച്ചു, ഇങ്ങനെയൊക്കെ കുടുംബത്തിലെ അംഗങ്ങൾ കുറയും. ഇതും സംഭവിക്കും. ഇതൊക്കെ ലോകത്ത് നടക്കുന്നില്ലേ? ഒക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ അള്ളാഹു ഈ ലോകത്തിന്റെ പിക്ചറിന് പറഞ്ഞില്ല അള്ളാഹു. ഇതൊക്കെ നടക്കുന്ന ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കുറയും, നിങ്ങളുടെ പ്രൊഡക്ഷൻ കുറയും. അത് നിങ്ങളുടെ ഫാക്ടറിയുടെ പ്രൊഡക്ഷൻ ആവാം, നിങ്ങളുടെ കൃഷിയിടത്തിൽ നിന്ന് കിട്ടുന്നതാകാം, നിങ്ങളുടെ ജോലിയിൽ നിന്ന് കിട്ടുന്നതാകാം. സമറത്ത് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ്, പ്രൊഡക്ഷൻ എന്താണോ ഉണ്ടായിത്തീരുന്നതാണ് ഇതിന്റെ ഫ്രൂട്ട്സ്. പഴവർഗ്ഗങ്ങളിൽ, ധാന്യങ്ങളിൽ, വരുമാനങ്ങളിൽ കുറവല്ലാഹു വരുത്തും. ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബേജാറും ആകെ ടെൻഷൻ അടിച്ച്, പിന്നെ ആളെ കണ്ടാൽ ഡയറ്റിട്ട് ചെയ്യണമെന്ന് തോന്നും. ദിവസങ്ങളോട് ഭക്ഷണം കഴിക്കാതെ നടക്കുന്ന പോലെ. യാ അല്ലാഹ്, ടെൻഷൻ അടിച്ചിട്ട് തടിയങ്ങ് വലിഞ്ഞിട്ട്. ഇതൊന്നും മുഅ്മിനായ മനുഷ്യൻ ഇതൊന്നും ഒരു കുലുക്കം വരാൻ പാടില്ലാണ്. ഈമാൻ ഇതൊക്കെ എന്റെ റബ്ബിനോട് പറഞ്ഞതാ. ഇതൊക്കെ ഉണ്ടാവും കേട്ടവിടെ. എന്തെങ്കിലും വഴി അല്ലാഹു വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഈമാനുള്ള എത്രയോ ആളുകളുണ്ട്, എത്രയോ ആളുകളുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടായി പോരുത്. ജോലി പിരിച്ചുവിടാൻ വിചാരിച്ചു. അള്ളാഹു എന്റെ റിസ്ക് എന്റെ റബ്ബിന്റെ കയ്യിലാണ്, എന്റെ മാനേജറുടെ കയ്യിലല്ല. എന്റെ റിസ്ക് എന്റെ റബ്ബിന്റെ കയ്യിലാണ്. എന്റെ എംപ്ലോയറുടെ കയ്യിലോ എന്റെ ഷോപ്പ് ഓണറുടെ കയ്യിലോ അല്ല. ഇത് അൾട്ടിമേറ്റ്ലി ഷോപ്പ് ഓണറും മനസ്സിലാക്കണം, എംപ്ലോയി മനസ്സിലാക്കണം. എല്ലാം അള്ളാഹുവിന്റെ കയ്യിലാണ്. നല്ല കച്ചവടം നടക്കുന്ന സ്ഥാപനം തൊട്ടടുത്ത് വേറൊരു കച്ചവടം വലുത് തുടങ്ങിയാൽ ഇവന്റെ കാര്യം പോക്കാണ്. അള്ളാന്റെ കയ്യിലാണ്. ആർക്കും ഒന്നും അഹങ്കരിക്കാൻ പറ്റൂല. ഇങ്ങനൊരു ബാലൻസ് അള്ളാഹു ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും ലോകത്ത്. ഇതിനൊക്കെ ക്ഷമിക്കുന്ന ആളുകൾക്ക് സ്വർഗമുണ്ടെന്നാണ്. ക്ഷമ വേണം. ആകെ കുറെ ടെൻഷൻ അടിച്ച് എന്തൊക്കെയോ പറയാനുള്ളതൊക്കെ പറഞ്ഞ് പിന്നീട് ആശ്വാസം കിട്ടി. അൽഹംദുലില്ലാഹ്, ടൈം കഴിഞ്ഞു, സമയം കഴിഞ്ഞു. ആ ടെൻഷൻ വരുന്ന നേരത്ത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇന്നാ ലില്ലാഹി വ ഇന്നാ, അല്ലാഹു ഞങ്ങളൊക്കെ നിനക്കുള്ളവനാ റബ്ബേ. എന്ത് ടെർമിനേഷൻ ലെറ്ററൊക്കെയാണ് ഇപ്പത്തെ വലിയ പേടി അല്ലേ? എല്ലാവർക്കും വലിയ ബേജാറപ്പതാണ്. കച്ചവടക്കാർക്കാണെങ്കിൽ വലതിന്റെ ഫൈന് വരുന്ന കാര്യം വലിയ പേടി. കാരണം പറയാം, ഷോപ്പ് പൂട്ടിക്കോ, ഫൈന് വരുമോ, താങ്ങാൻ പറ്റാത്ത ബാധ്യതകൾ വരുമോ, അത് കിട്ടുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പോലീസ് ഓഫീസർ മൂത്ത് നോക്കി പറയണ്ട, മനസ്സിൽ പറഞ്ഞാൽ മതി. വണ്ടിക്ക് ഫൈൻ വരുമ്പോൾ ഇന്നാ ലില്ലാഹി. എന്റെ സുഹൃത്ത് കഥ പറഞ്ഞു. ഇങ്ങനെ പാകിസ്ഥാനിലെ ട്രക്ക് ഡ്രൈവറെ പോലീസ് പിടിച്ചപ്പോഴേ എന്തോ ലൈൻ മാറി ഓടിയപ്പോ അവരെ പിടിച്ച് ഫൈൻ എഴുതി കൊടുക്കുക. എന്തോ 10,000 അങ്ങനെ എഴുതി തോന്നുന്നുണ്ട്. പാകിസ്ഥാനിയായ സാധുവാ ഡ്രൈവർ കുറെ കെഞ്ചി പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, എഴുതരുത്, എങ്ങനെയാണ് ഇങ്ങനെയാണ് ഇവർ കേട്ടില്ലാന്ന് പറഞ്ഞു പോലീസുകാരൻ. അതല്ലേന്ന് വരുമ്പോഴത്തെ കുറെ പറഞ്ഞിട്ടും പോലീസുകാരൻ കേൾക്കില്ല. അപ്പൊ ഒരു 10 മണി നേരത്തെ രാവിലെ മുബരെ തലയെക്കെട്ട്, പാകിസ്ഥാനിൽ തലയെക്കെട്ട് പോലെ പൊക്കെ തന്നെയായിരിക്കും ചിലർക്ക്. അതിനെടുത്തിട്ടും താഴെ വിരിച്ചിട്ട് അല്ലാഹു അക്ബർ. അയാളെ ചോദിച്ചല്ലോ, ഈ നേരത്തെ എന്ത് നിസ്കാരാന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് കേട്ടിട്ടില്ലല്ലോ, ഞാൻ അള്ളാഹിനോട് പറഞ്ഞതാ. ഇത് കണ്ടിട്ട് ആ സാധനം ഒഴിവാക്കി വിട്ടത്. നിങ്ങളോട് ഇങ്ങനെ കെഞ്ചി പറഞ്ഞിട്ട് കേൾക്കണില്ലല്ലോ, ഞാൻ എന്റെ റബ്ബിനോട് പറഞ്ഞതാ. സുബ്ഹാനല്ലാഹ്. ചിലപ്പോൾ ഒരു ഉണ്ടായ അനുഭവം പറഞ്ഞാട്ടോ, ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി അല്ല, ഒരു അനുഭവമാണ്. അത് പറഞ്ഞ നാളെ ശാസ്ത്രം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, എന്റെ സുഹൃത്ത്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തില. അപ്പോ വബശ്ശിരി സ്വാബിരീൻ, വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിച്ചേക്കണം. എങ്ങനെ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, ഒരു മുസീബത്ത് വന്നാൽ ഖാലു, അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നവരാ ക്ഷമിക്കുന്നവർ. ഇന്ന, അതിന്റെ അർത്ഥം മനസ്സിലാക്കി ചൊല്ലണം. ഇന്നാ ലില്ലാഹ്, നമ്മളൊക്കെ അല്ലാഹുവിനുള്ളതാ. നമ്മളൊക്കെ അല്ലാഹു പഠിച്ചു വിട്ടതല്ലേ, നമ്മളല്ലല്ലോ നമ്മളെ ഡിസൈൻ ചെയ്ത് വിട്ടത്, അല്ലാഹുവാണ്. ഇന്നാ ലില്ലാഹ്, we all belong to Allah, wa inna ilayhi raji'un, we all returning to Allah. നമ്മളൊക്കെ അല്ലാഹുവിന്റെ അടുത്തേക്ക് തിരിച്ചു പോവാണ്.
മേലേത്തല ലോകത്ത് സംഭവിക്കാൻ നമ്മൾ ആകെ രോഗമെന്ന് പേടിക്കുന്നത് എന്താ? മരിച്ചു പോകുവാൻ. നമ്മളാവാം, നമ്മുടെ കുടുംബത്തിലുള്ളവരാവാം, നമ്മുടെ മക്കളാവാം, ഭാര്യയാവാം, അനുജനാവാം, കുട്ടിയാവാം, ഒക്കെ എന്ത് മരിച്ചു പോകുന്ന പേടി. നമ്മളൊക്കെ പോകണ്ടേ? ചില നേരത്തെ പോവും, ഒരു വൈകി പോവും. പോകുന്ന നേരത്തെ ഈമാൻ സലാമത്തായി പോകണം. ഇത്രയുള്ള വിഷയം. ഒരു അപകടം സംഭവിച്ചു, അതിന്റെ അൾട്ടിമേറ്റ് അവസാനമായി സംഭവിക്കൽ എന്താ? ആള് മരിക്കുന്നു. ഓക്കെ, നമ്മളൊക്കെ അള്ളാന്റെ അടുത്തേക്ക് പോകാനുള്ളവരാ. നമ്മളെ പടച്ചവനെ കാണാൻ പോകുന്നവരാ. അവിടെ എത്തിയിട്ട് ജീവിതമുണ്ട്, അവിടെ വിചാരണുണ്ട്, അവിടെ നന്മക്ക് നന്മയും തിന്മക്ക് തിന്മയും ശിക്ഷയോടുണ്ട്. അവിടെ സ്വർഗവും നരകവും രണ്ടാകുന്നേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്, സ്വർഗം കിട്ടണം, അതിന് ഞാൻ അധ്വാനിക്കാൻ. അതിന് നേരത്തെ പോവും, ചില കുറച്ച് കഴിഞ്ഞിട്ട് പോവും, കുഴപ്പമില്ല. 20 വയസ്സ് വരെ ജീവിച്ചൊരു മനുഷ്യനോട് അള്ളാന്റെ ചോദ്യം ഒരു 5 കൊല്ലത്തെ ചോദ്യമുള്ളൂ. നിന്റെ 15 മുതൽ 20 വയസ്സ് വരെയുള്ള 5 കൊല്ലം, നിന്റെ പ്രായപൂർത്തിയായ വർഷം മുതൽ ഈ 5 കൊല്ലം നീ എന്ത് ചെയ്തു? നേരത്തെ മരിച്ചോ മേഖലാവേണ്ടവൻ ആ സമയത്ത് മരിച്ചു, അവന്റെ ടൈമിലാണ്. അതുകൊണ്ട് നമ്മൾ അകാലത്തിൽ മരിച്ചു എന്ന് പറയരുതെന്ന് പറഞ്ഞത്. അകാലം എന്ന് പറഞ്ഞാൽ ഓന്റെ കാലത്തല്ല, വേറൊരാളുടെ കാലത്തോ, അതല്ല. ഓരോരുത്തരുടെയും കാലത്തോ ഓരോരുത്തരും മരിക്കുന്നത്. അകാലം എന്ന് പറഞ്ഞ സംഗതി നമുക്ക് പറയാൻ പറ്റൂല. അകാലത്തിൽ പൊലിഞ്ഞു പോയാന്നൊക്കെ വെറുതെ ഇവിടെ എന്നല്ലാണ്ട് ഇസ്ലാമിൽ അങ്ങനെയില്ലല്ലോ. അകാലമില്ലല്ലോ. എല്ലാവരും അവനവൻ നിശ്ചയിച്ച കാലത്താ. 50 മരിക്കുന്നവന് 15 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള കാലത്തെ പറ്റി അവനോട് ചോദ്യം ഉണ്ടാവും. 60 വരെ ജീവിച്ചവരോട് അത്രയും കാലത്തിന് ആൻസർ പറയേണ്ടി വരും. 16-ാമത്തെ വയസ്സ് വരെ ചെറുപ്പം മരിച്ചത് അപ്പന്റെ ബൈക്കെടുത്ത് ഓടിച്ചതാ, ലൈസൻസ് ഇല്ലാതെ മരിച്ചുപോയി. 1 കൊല്ലത്തേക്ക് ആൻസർ പറയണം. 15 മുതൽ 16 വരെയുള്ള കാലം നീ നിസ്കരിച്ചിട്ടുണ്ടോ? അവനത് പറഞ്ഞാൽ മതി. 17 മരിച്ചു, 2 കൊല്ലത്തിന് ആൻസർ പറഞ്ഞാൽ മതി. സുബ്ഹാനല്ലാഹ്, ഓരോരുത്തരും എത്ര ജീവിക്കുന്നു അതിന് കണക്ക് പറയേണ്ടി വരും. ഇത്രയാണ് വിഷയം. ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മളൊക്കെ അല്ലാഹുവിലേക്ക് തിരിച്ചു പോകാനുള്ളവരാണ്. ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക്, ഇങ്ങനെ അല്ലാഹു നൽകുന്ന പരീക്ഷണങ്ങളെ ഇതൊരു റിയാലിറ്റിയാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ്, അങ്ങനെ സ്വീകരിക്കുന്നവർ, ഇത് സത്യവിശ്വാസികൾക്ക് കഴിയുള്ളൂ. മോറസ്ബുക്കായി മുസ്ലിമാവാനുണ്ടായ ആദ്യ കാരണം, അദ്ദേഹം ഖുർആനിൽ സയൻസ് പഠിച്ച ആളാ. അദ്ദേഹം ആദ്യം പഠിച്ചത് അൾജീരിയക്കാരായ മുസ്ലിമീങ്ങൾ അവരുടെ കൊളോണിയൽ ശക്തികളുമായുള്ള യുദ്ധത്തിൽ മരിച്ചപ്പോ, ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോ അൾജീരിയക്കാരായ മുസ്ലിമീങ്ങൾ ധൈര്യത്തോടുകൂടെ കലിമ ചൊല്ലി മരിക്കുന്നത് കണ്ടിട്ട് ഇസ്ലാമിനെ പറ്റി ആദ്യത്തെ ഒരു തുടക്കം മോറസ്ബുക്കായുടെ മനസ്സിലേക്ക് വന്നതെന്നാണ്. കാരണം മുസ്ലിങ്ങൾക്കല്ലാതെ ധൈര്യത്തിൽ മരിക്കാൻ പറ്റില്ല. മറ്റൊരു മരിക്കുക എന്ന് പറഞ്ഞാൽ പേടിയാണ്. നമ്മളല്ല, ഫയർ സേഫ്റ്റി ഭയങ്കര വിഷയമാണല്ലോ ഇപ്പോ. ഫയർ സേഫ്റ്റി ഇല്ലെങ്കിൽ ഒരു ലൈസൻസും കിട്ടൂല. ഫയർ സേഫ്റ്റി ജീവൻ നമുക്ക് പേടി തന്നെയാണ്, പക്ഷേ നമുക്ക് ബേജാറില്ല. അതാണ് വിഷയം. മരിക്കാൻ അൽഹംദുലില്ലാ, കലിമ ചൊല്ലി മരിച്ചാൽ എന്താ? ഒന്നുകൊടുത്ത് ഉറങ്ങിയതാണ്, മരിച്ചോട്ടെ, ഒരു കുഴപ്പമില്ലല്ലോ, ഒന്നുവിന്റെ അവസ്ഥയിലല്ലേ, അൽഹംദുലില്ലാ. ബിസ്മി ചൊല്ലി മരിച്ചതാണ്, അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ച് കിടന്നുറങ്ങിയതാ. നേരം കൊടുത്തപ്പോ സൈലന്റ് അറ്റാക്ക്, ആൾ മരിച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, ഒന്നുകൊടുത്ത് ബിസ്മി ചൊല്ലി പറഞ്ഞ ആളല്ലേ. സീരിയലും കണ്ടങ്ങനെ ഉറങ്ങിപ്പോയതാ, ഓൻ പേടിക്കണം. ഈ ഫുട്ബോളും കണ്ടിങ്ങനെ ബ്രസീലുകാരന്റെ പന്തൊട്ടിനെ നോക്കിയിട്ട് റമദാനും ചെലവഴിച്ചത്, അങ്ങനെ രാത്രി ഹയാത്താക്കിയിട്ടുണ്ട്, അങ്ങനെ മരിച്ചതാ. അവന്റെ കാര്യം ബേജാറാ. ഈ പ്രാവശ്യത്തെ റമദാനൊക്കെ കൊളാവാൻ പോവാണ്. മലപ്പുറക്കാർ, എന്റെ ജില്ലക്കാരാണ് ഇപ്പൊ ഈ വലിയ കുഴപ്പക്കാരെന്ന് കേട്ടത്. വലിയ ഫുട്ബോൾ ഫാൻസ്. എന്താ നാട്ടിൽ കാണാൻ നിർത്തുന്നപ്പോ ഞാൻ എന്ത് ചെയ്യും? നമ്മളെ മുസ്ലിമീങ്ങളായ മലപ്പുറക്കാരായ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ പന്തട്ടി കളിക്കുന്നതിന് കോടികൾ ചെലവഴിക്കേ. അള്ളാഹുവിന്റെ ഹിസാബിനെ പറയേണ്ടി വരില്ലേ? കളിക്കുന്നവൻ കോടി വാങ്ങി പോകുന്നുണ്ട്, ഇവൻ എന്ത് കിട്ടി വായിക്ക് നോക്കി നിൽക്കുന്നല്ലാണ്ട്. സുബ്ഹാനല്ലാഹ്. ജീവിതം കളിയും തമാശയുമാക്കി മാറ്റിയ ആളുകളുണ്ട്. ജീവിതം എന്ന് പറഞ്ഞാൽ ലഅബൻ വലഹുവൻ, സ്പോർട്സ് ആൻഡ് എന്റർടൈൻമെന്റ്. എന്റെ വാക്കർത്ഥം പോലും അതാണ്. ലഅബ്, എന്താ ലഅബ് എന്ന് പറഞ്ഞാൽ? മൽഅബ്, പ്ലേ ഗ്രൗണ്ട്സ്. ജീവിതം ഇത്തഖദു ദീനഹും, അവരുടെ മതം തന്നെ കളിയും സ്പോർട്സും എന്റർടൈൻമെന്റുകളുമാണ്. ദീനിൽ മതം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഒന്നാമത്തെ സഫിൽ നിസ്കാരത്തിൽ ഒന്നാമത്തെ ജമാഅത്തിൽ കിട്ടണം, അവ്വല സഫിൽ ഞാൻ എത്തിപ്പെടണം, അല്ലെങ്കിൽ ഇമാമിന്റെ കൂടെ 1-ാം റക്അത്ത് കിട്ടണമെന്ന് ഓടിച്ചൊല്ലുന്നവൻ പള്ളിയിലേക്ക് പോകുന്ന സത്യവിശ്വാസി ഫുട്ബോൾ ഗ്രൗണ്ടിൽ കണ്ട 1-ാം നമ്പർ ഗാലറിയിലേക്ക് പോയിരിക്കുന്നവൻ 1-ാം സഫിൽ അവിടെ ഉണ്ടാവും. ഗാനമേളക്ക് 1-ാം സഫിലേക്ക് എത്തുന്നുണ്ട്, എന്നെ ഉറക്കൊഴിക്കുന്നുണ്ട്. അവിടെ വിശ്വാസി അല്ലാഹുവിൽ തന്നെ ഉറക്കൊഴിച്ച് തഹജ്ജുദ്. ഇവിടെ കളിക്ക് വേണ്ടി ഉറക്കൊഴിക്കുന്നുണ്ട്. ഒരു വിശ്വാസി എന്തൊക്കെ ചെയ്യുമോ അതൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. അതാണ് അവരുടെ ദീൻ, അവരുടെ മതം. സ്പോർട്സ് ആൻഡ് എന്റർടൈൻമെന്റ്സ്, ആനന്ദങ്ങളും കളിയുമാക്കിയ ഒരാളുകളുണ്ട്. വേറെ അവരെ വിട്ടേക്ക് ലഭിയെ, അവരെ പറ്റി അങ്ങ് ചിന്തിക്കേണ്ട, അവരൊക്കെ ഞാൻ കൈകാര്യം ചെയ്യാൻ പോകുന്നുണ്ട്. ഇവിടെ കളിക്കാമത്തെ ലോകമല്ല ഇത്. ഇതാ വിഷയം. എപ്പോഴാണ് നിന്റെ മരണമെന്ന് നിനക്കറിയാം. ആ നേരത്തേക്ക് നിന്നെ സൃഷ്ടിച്ചവൻ ആരാണെന്ന് കണ്ടെത്താനാണ് നിന്നെ പറഞ്ഞയച്ചത്. ആ രക്ഷിതാവിനെ അല്ലാഹുവിനെ ചെറിഷ്,
അല്ലാഹുവിന്റെ സുബ്ഹാനല്ലാഹയും അൽഹംദുലില്ലാഹയും പറഞ്ഞ് നിന്റെ നാവ് കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും സൃഷ്ടാവിനോട് നന്ദി കാണിക്കാനാണ് നിന്നെ പറഞ്ഞയച്ചത്, പന്തട്ടി കളിക്കാനല്ല. അതൊരു ജീവിതമാക്കി മാറ്റരുത്. കളിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എന്താ, നല്ല ആവൃത്തൊക്കെ മറിച്ചിട്ട് ഫുട്ബോൾ കളിച്ചോ, ഒരു കുഴപ്പമില്ല, നിസ്കാരം കളവാക്കരുത്, എന്തൊരു വിരോധമല്ല. ഇതൊരു ജീവിതമാക്കി മാറ്റുക. ആകെ കളിയോട് കളി, നമുക്കിത് പാടില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒരാൾ മരിച്ചാൽ കാര്യം പോക്കാണ്, അത്രേ പറയാനുള്ളൂ. അങ്ങനെ ഉറക്കൊഴിക്കുന്ന ആളുകളാണ്. അല്ലാഹുവിന് വേണ്ടി ഉറക്കൊഴിക്കാൻ നമുക്ക് പറ്റുന്നില്ല, അവിടെ ഉറക്കം നോക്കിയിട്ട് വയ്യ. സ്വലാത്തിന്റെ മജ്‌ലിസിൽ പോയിരുന്ന നമ്മള് മൂക്കൊണ്ട് ഇരുന്ന് സുജൂദ് ചെയ്യാൻ ഉറക്കം വന്നിട്ടേ കളിക്ക് നോക്കിയിരുന്നവർ കുഴപ്പമില്ല, നേരം മുളുക്കോടെ ഒരു കോഫി അവിടെ വെച്ചിട്ടുണ്ട്, അങ്ങനെ കാറ് നോക്കിയിരുന്ന് കാണുകയാണ്. സുബ്ഹാനല്ലാഹ്. റമളാൻ ഭയങ്കര വേദന, എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. കിക്ക് ഓഫ് നടന്നത് ബറാത്തിന്റെ രാവിലെ. എങ്ങനെയുണ്ട് കളിന്റെ തുടക്കം ബറാത്തിന്റെ രാവ്. ഇനി നമ്മൾ റമളാന്റെ രാവുകളൊക്കെ പോവാണ്. പിന്നെ മുസ്ലിമീങ്ങളെ അല്ലാഹുവിന്റെ വലിയ പരീക്ഷണമാണ്, ഭയങ്കര പരീക്ഷണ. നിങ്ങൾ എന്നെ വേണോ അല്ല കളി വേണോ, നീ തിരഞ്ഞെടുത്തോ എന്ന് അല്ലാഹു ചോദിക്കാൻ. ഈ റമളാൻ ലോക മുസ്ലിമീങ്ങൾക്ക് ചാലഞ്ചിങ് ആണ്. നിങ്ങൾ എനിക്ക് വേണ്ടി ഉറക്കൊഴിക്കുന്നുണ്ടോ അല്ല കളിക്ക് വേണ്ടി ഉറക്കൊഴിക്കുന്നുണ്ടോ, എന്ത് ചെയ്യുന്നുവോ ഇറ്റ്സ് അപ് ടു യു. നിനക്ക് തീരുമാനിക്കാം, അല്ലാഹു ഉറക്കൊഴിക്കണോ അല്ല കളിക്ക് വേണ്ടി ഉറക്കൊഴിക്കണോ. ഈ ഒരു വലിയ പരീക്ഷണമാണ് ഈ വർഷത്തെ റമളാനിന്റെ ഏറ്റവും വിചിത്രമായ രംഗം. ഇത് മുസ്ലിമിന്റെ പരീക്ഷണമാണ്. ആ പരീക്ഷണം നമ്മൾ വിജയിച്ചേ പറ്റൂ. അല്ലാഹു ഇതൊന്നും ഒന്നുമല്ല പടച്ചവനെ, നീയാണ് ഞങ്ങളുടെ മെഹബൂബ് അല്ലാഹ് എന്ന് അല്ലാഹുവിനോട് നമ്മുടെ ഹുബ്ബും സ്നേഹവും കാണിക്കാൻ ഈ റമളാന് സാധിക്കണം. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ മുസ്ലിമിനെ സംബന്ധിച്ച് ഇങ്ങനെ അൾജീരിയക്കാരുടെ ഈ മരണം കണ്ടിട്ടാണ് മോറിസ് ബുഖാരി അന്തം വിട്ടുപോയത്. യാ അല്ലാഹ്, ഇവർക്ക് ഇങ്ങനെ ധൈര്യം, മരണത്തിന് പ്രശ്നമില്ലല്ലോ. സോൾജിയേഴ്സ് അവരുടെ ഭയങ്കര മാരകമായി മുറിവേറ്റ് ഹോസ്പിറ്റൽ കൊണ്ടുവന്ന് ചികിത്സിക്കുകയാണ് അദ്ദേഹം. അവരൊക്കെ സന്തുഷ്ടരാണ്, കൈകാലോട് മുറിഞ്ഞടക്കുന്നുണ്ട്. പക്ഷേ ഇലാഹില്ലെന്നാണ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, ഒരു കുഴപ്പമില്ല. അവിടെ നിന്ന് അദ്ദേഹം തന്റെ ഇസ്ലാമിനെ പറ്റിയുള്ള പഠനം ആരംഭിച്ചത്. പിന്നെയാണ് അദ്ദേഹം ഇസ്ലാം, ബൈബിൾ ആൻഡ് മോഡേൺ സയൻസ് എന്ന പുസ്തകങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ച് ഫ്രഞ്ചുകാരനായ അദ്ദേഹം ഡോക്ടർ മോറിസ് ബുഖാരി, അദ്ദേഹം മുസ്ലിം ആവുന്ന തുടക്കമാണ്. നമുക്ക് പേടി വരില്ല, അതാണ് പേടി വരില്ല. ലോകം ഇതാ ഇങ്ങനൊക്കെ ഉണ്ടാവും. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ക്ഷമ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നത് സ്വർഗം കിട്ടാൻ കാരണമാണ്. ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒരുപാട് അനുഭവങ്ങൾ ആണിനും പെണ്ണിനും വരാനുണ്ട്. അത് കാത്തിരിക്കുക, അല്ലാഹുവിന് വേണ്ടി ക്ഷമിക്കുക, അക്ഷമ കാണിക്കരുത്. സങ്കടം വരും, പൊട്ടിക്കരഞ്ഞെന്ന് വന്നേക്കും. പക്ഷേ പടച്ചോനെ നീ എന്നോട് ഇത് ചെയ്തോ, റബ്ബേ നീ എന്താ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്, എന്താ റബ്ബേ നീ എന്നെങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചു പോകരുത്. ഇതാണ് പാടില്ലാത്തത്. കരയും. തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം പുന്നാര കുഞ്ഞുമോൻ ഇബ്രാഹിം എന്ന് പറഞ്ഞ കുഞ്ഞുമോൻ അലൈഹിസ്സലാം ചെറിയ കുട്ടിയാണ്, 2 വയസ്സിൽ താഴെ. ആൺകുട്ടികളൊക്കെ 2 വയസ്സിൽ താഴെ മരിച്ചു, ഹബീബിന്റെ കുട്ടികൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുഞ്ഞിങ്ങനെ അവസാനത്തെ ശ്വാസം ഇങ്ങനെ വലിക്കുമ്പോ അവിടുത്തെ മടിയിൽ കിടക്കുകയാണ്. അഷ്റഫുൽ തങ്ങളുടെ കണ്ണിന്ന് കണ്ണുനീരിങ്ങനെ ഉറ്റി. അപ്പൊ കൂടെ സഹാബത്തൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കുകയാണ്. അവർ ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ, അവ അൻതയാ റസൂലല്ലാഹ്. സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ നിങ്ങൾ കരയാണോ എന്ന് ചോദിച്ചു. ഞങ്ങളോട് പറഞ്ഞിട്ടില്ല കരയരുത്, അങ്ങ് കരയാണോ, നിങ്ങളുടെ കുഞ്ഞ് മരിക്കുമ്പോ കരയാണോ? ഞങ്ങൾ ഒച്ചവെച്ച് കരഞ്ഞതല്ല, കണ്ണീരിങ്ങനെ ഉറ്റി. ആ സങ്കടം സഹാബത്ത് കണ്ടു. അവ അൻത, നബിയെ അങ്ങോ, അങ്ങ് കരയേ. ഞങ്ങൾ പറഞ്ഞു, യാ സഅദ്, ഓ സഅദേ, തിൽക റഹ്മ ജഅലഹ അല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി. ഇത് അല്ലാഹു അവന്റെ ഇഷ്ടപ്പെട്ട ആളുകളുടെ മനസ്സിൽ കൊണ്ടുവെക്കുന്ന കാരുണ്യമാണ് സഅദേ. ഇത് കരുണയാണ്. ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞത് ഇതല്ല, ഇത് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. നമ്മുടെ ഇമോഷൻസ്, വി ഹാവ് നോ കൺട്രോൾ ഓവർ ഇറ്റ്. അതിനെപ്പറ്റി എല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നെഞ്ചത്തടിച്ച് കരയരുത്, ആർത്ത് നിലവിളിക്കരുത്, അക്ഷമ കാണിക്കരുത്. കരഞ്ഞുപോയേക്കും, കണ്ണുനീര് വന്നേക്കും, സങ്കടപ്പെട്ടിരുന്നേക്കും, ദിവസങ്ങളോളം ഉറക്കം വരാതിരുന്നേക്കും. അതൊന്നുമല്ല വിഷയം, അതൊക്കെ മനുഷ്യന്റെ കരുണയാണ്. എന്നിട്ട് പറഞ്ഞു, മൻ ലാ യർഹം ലാ യുർഹം. റഹ്മത്ത് ചെയ്യാത്തവന്, കാരുണ്യം കൊടുക്കാത്തവൻ കാരുണ്യം അർഹിക്കുന്നില്ലല്ലോ. ആ വാക്ക് പറഞ്ഞത് ഈ കുട്ടി മരിച്ച നേരത്താണ്. ബൽ ലാ യുർഹം ലാ യുർഹം. സങ്കടപ്പെട്ടേക്കും, പക്ഷേ അക്ഷമ കാണിക്കരുത്. സ്വബ്റു അലൽ അംറാദ് വൽ ഇബ്തിലാഅത്ത്. സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാനുള്ള വലിയ വാതിലുകളാണിത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരുന്നത് രോഗങ്ങളും പരീക്ഷണങ്ങളും ക്ഷമിക്കുക, അതിൽ ക്ഷമ കാണിക്കുക. 3 തരം ക്ഷമയുണ്ടെന്ന് ഉലമാ പറയാം. അസ്സബ്റു അലാ തഅത്തില്ലാഹ്. 1, അല്ലാഹുവിനെ അനുസരിക്കാൻ ക്ഷമിക്കേണ്ടി വരും. 2, അസ്സബ്റു അൻ മഹാരിമില്ലാഹ്.
അള്ളാഹു ഹറാമാക്കിയത് അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിക്കേണ്ടി വരും. 3 സബ്ർ അലാ അഖ്ദാരില്ലാഹ്, അള്ളാഹുവിന്റെ ഖദാറുകൾ, ഖദറുകൾ, അള്ളാഹുവിന്റെ വിധി, അൽ മുഖ്ലിമ വൽ മുലായിമ, സന്തോഷം നൽകുന്നതും സന്താപം നൽകുന്നതുമായ വിധികളുണ്ടാവും. രണ്ടിലും ക്ഷമിക്കേണ്ടി വരും. ഇങ്ങനെ 3 ക്ഷമ. 1 അസ്സബ്റു അലാ ത്വാഅ, ഇബാദത്ത് ചെയ്യാൻ ക്ഷമിക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഇന്ന് റമളാനാണ് വരുന്നത്. പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. ഒരു 15-16 മണിക്കൂർ അല്ലാഹ് ഞാൻ ഡീഹൈഡ്രേറ്റ് ആയിപ്പോലെ മരിച്ചു പോവില്ല, നോമ്പ് നോട്ടിട്ട് അങ്ങനെ മരിക്കൂല. നമ്മുടെ ശരീരത്തിന് അല്ലാഹു ദിവസം ഒരാഴ്ചയിലേറെ പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി മനുഷ്യ ശരീരത്തിനുള്ള കൊടുത്തിട്ടുണ്ട്. ഒന്നും സംഭവിക്കില്ല. പക്ഷെ ക്ഷമിക്കേണ്ടി വരും. ലോങ് അവേഴ്സ്. വെള്ളം കണ്ട് കാണുമ്പോ, ഒരു ഗ്ലാസ് വെള്ളം കാണുമ്പോ കുറച്ചവനെ അറിയാമെങ്കിൽ എടുത്ത് കുടിക്കാൻ പോകുന്നുണ്ട്, അല്ല മറന്നിട്ട് കുടിച്ചു പോകുന്നുണ്ട് ചില ആളുകൾ. എന്റെ ഈ ഇബാദത്തിന് ക്ഷമ വേണം. ഞാനിപ്പോ ചെയ്യുന്നത് നോമ്പാണ്. എന്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ ഫജ്ർ സ്വാദിക്ക് ഒളിവായത് മുതൽ സുബ്ഹി ബാങ്ക് കൊടുത്ത മുതൽ മഗ്രിബ് വരെ ഒരു ഇച്ചി വെള്ളം കുടിച്ചുകൂടാ, അന്നപാനീയങ്ങൾ കിടത്തിക്കൂടാ. സുബ്ഹാനല്ലാഹ്, നാമും കണ്ണും ശരീരവും അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. അങ്ങനത്തെ നോമ്പാണ്. അതുകൊണ്ടല്ലേ ആ ക്ഷമ കൊണ്ട നോമ്പ് തുറക്കുന്ന നേരത്ത് 3 വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എന്ന് പറയണം, ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1 സിപ്പ് 2 സിപ്പ് 3 ഊർജ്ജങ്ങളാണ് വെള്ളം കുടിച്ച് കഴിയുമ്പോഴേക്കും പറയണം എന്ന് ذهب الظمأ وابتلت العروق وثبت الأجر إن شاء الله. ذهب الظمأ وابتلت العروق وثبت الأجر إن شاء الله. ذهب الظمأ وابتلت العروق وثبت الأجر إن شاء الله. എന്താണ് പറഞ്ഞത്? ذهب الله, ദാഹം പോയി. ദാഹം പോയി. എത്ര കുടിച്ചത്? 3 കുടിക്കുമല്ലോ. ഒരു ഗ്ലാസ് വെള്ളം അടിക്കില്ല. ദാഹം പോയി. പച്ചവെള്ളം കിട്ടും. ഓറഞ്ച് ജ്യൂസ്, ആപ്പിൾ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ് ഒക്കെ കിടക്കുന്നുണ്ട്. അതൊന്നും ഇല്ല. പച്ചവെള്ളം എന്റെ ദാഹം പോയി. അല്ലാഹുവേ, എന്റെ ഞരമ്പുകളൊക്കെ നനഞ്ഞു. ഇപ്പൊ ഉണങ്ങി കിടക്കായിരുന്നു നോമ്പ് വെച്ചപ്പോ എന്റെ ഞരമ്പുകളൊക്കെ നനഞ്ഞു. എത്രയപ്പോ കുടിച്ചത്? ഇച്ചിരി കുടിച്ചപ്പോ ഞരമ്പൊക്കെ നനഞ്ഞോ? ആ റബ്ബേന്റെ ഞരമ്പൊക്കെ നനഞ്ഞു. വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്. ഇനി അല്ലാഹു ഇതൊക്കെ സ്വീകരിച്ചാൽ ഞാൻ ഈ പട്ടിണി കിടന്നതിന് അല്ലാഹുവിനെ നോമ്പ് നോച്ചതിന് ഇൻഷാ അല്ലാഹ് കൂലി കിട്ടും. ക്ഷമിക്കണത്. ഈ പറഞ്ഞ ദിക്ർ വലിയൊരു അത്ഭുതമുണ്ട്. വളരെ ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിന് വല്ല അനുഗ്രഹം നമ്മൾ തോന്നിയിട്ടുണ്ടോ? ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ഇവിടെ തന്നെ ഇന്ന് വെള്ളം വിതരണം ചെയ്തിട്ടുണ്ടോ? എന്താടെ? ഇല്ല, ഇന്ന് വെള്ളമല്ല, ആയിക്കോട്ടെ, കുഴപ്പമില്ല. വെള്ളമുള്ള ദിവസങ്ങളുണ്ടല്ലോ, നമ്മളങ്ങനെ കുടിക്കുന്നു. അൽഹംദുലില്ലാഹ് പറഞ്ഞു. ഇതൊരു വലിയ നിയമത്താണ് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ റമളാനിൽ ഒരു 3 മുറുക്ക് വെള്ളം കുടിക്കുമ്പോഴേക്കും എന്റെ ഞരമ്പൊക്കെ നനഞ്ഞല്ലാ, കുറഞ്ഞ നിയമത്തിന് വലിയ ശുക്ർ ചെയ്യുന്ന സമയമാണത്. മതി കുറച്ചവൻ എന്റെ തൊണ്ട നനഞ്ഞല്ലോ, തൊണ്ട നനഞ്ഞിട്ടേ ഉള്ളൂ, പറഞ്ഞു വേണ്ട, എന്റെ ഞരമ്പുകളൊക്കെ നനഞ്ഞു കുറച്ചവൻ എനിക്ക് ആശ്വാസമായി. അപ്പൊ അപ്പോഴാണ് ആ ഒരു വെള്ളത്തിന്റെ വില എത്രയാണെന്ന് അല്ലാഹു മനസ്സിലാക്കി തരിക. ഈ വെള്ളമാണ് നിങ്ങൾ എന്നും കുടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നല്ലേ ജ്യൂസും പാലും മറ്റു കാര്യങ്ങളൊക്കെ. പച്ച വെള്ളം നിങ്ങൾക്ക് 3 കിട്ടിയപ്പോഴേക്കും ഞരമ്പ് നനഞ്ഞല്ലേ. യാ അല്ലാഹ്, ഈ നിയമത്തിൽ നിങ്ങൾ എന്നും അനുഭവിക്കണില്ലേ? വല്ലപ്പോഴും ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നോമ്പുകാരന് ഇതിന്റെ വിലകൾ മനസ്സിലായി. ഈ വെള്ളം അല്ലാഹു നഷ്ടപ്പെടുത്തിക്കൂടാ, ഈ വെള്ളം ഇത് മലിനമാക്കിക്കൂടാ, ഈ വെള്ളം അല്ലാഹുവിന്റെ നിഅമത്താണ് എന്ന് നോമ്പുകാരന് മനസ്സിലാക്കി തരും. എന്ത്? നീണ്ട ഒരു ക്ഷമക്ക് ശേഷമാണ് ഇവൻ ഇത് കണ്ടെത്തുന്നത്. അപ്പൊ ഇതിന്റെ വില മനസ്സിലാവും. നീണ്ട ഒരു ഗ്യാപ്പിന് ശേഷമാണ്. അസ്ബറു അലാ ത്വാഅത്തില്ലാഹ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ക്ഷമിക്കേണ്ടി വരും. നോമ്പിന്റെ ക്ഷമ നമ്മൾ പറഞ്ഞതിപ്പോ നിസ്കാരത്തിന് ക്ഷമ വേണ്ടി വരും. സുബഹിക്ക് അലാറം ഇങ്ങനെ മുട്ടുകയാണല്ലാണ്ട് അടുത്തുള്ള മുഴുവൻ ഫ്ലാറ്റുകൾ എഴുന്നേറ്റ് ഓടുന്നുണ്ട്, ഇവൻ മാത്രം എഴുന്നേൽക്കണില്ല. ഇതാണ് അവസ്ഥ. അസ്ബറു അലാ ത്വാഅത്തില്ലാഹ്, ഉറക്ക് തീർന്നിട്ടില്ല. യാ അല്ലാഹ്, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നുശൂർ. എന്നെ മരിപ്പിച്ചതിന് ശേഷം എനിക്ക് ജീവൻ തന്നില്ലേ അല്ലാഹ്, നിനക്ക് സ്തുതി പടച്ചോനെ. ഇത് കണ്ടിട്ടാ, ഇത് പറഞ്ഞിട്ടാ ബെഡിൽ എഴുന്നേൽക്കുന്നത്. കണ്ണ് തിരുമ്മിട്ട് ഉറക്കം തീർന്നിട്ടില്ല, വേഗം പോയിട്ട് വെള്ളം തെളിക്കുക അങ്ങോട്ടേക്ക്. അല്ലെങ്കിൽ ഇരുന്ന് പോയാൽ ഉറങ്ങിപ്പോയേക്കും. ഞാൻ ലേറ്റായിട്ട് കിടന്നുറങ്ങിയതാ, സുബ്ഹി വളരെ നേരത്താണ്. സുബ്ഹാനല്ലാഹ്.
വളരെ നേരത്തെ. നമുക്കിപ്പോ 4:15 അല്ലേ, 4 മണി. കുവൈറ്റിൽ 3 ഇന്നലെ ബഹ്റൈനിൽ 3:15 സുബഹി, 4:15 ഖളായി. സുബ്ഹാനല്ലാഹ്. അവർക്കൊന്നും സുബഹിന് രാത്രിയില്ല, ഉറങ്ങിയില്ല. സുബഹി വരെ ഉറക്കമൊഴിച്ചു. കാരണം ഉറങ്ങിപ്പോയാൽ കിട്ടില്ല, എഴുന്നേക്കാൻ പറ്റില്ല. 3:15 ബാങ്ക്, 4:15 ഖളാ. സുബ്ഹാനല്ലാഹ്. ചൂടുകാലായ രാത്രി കുറയാണ്, പകല് കൂടാണ്. നല്ല ക്ഷമ വേണ്ടി വരും നേരത്തെ എഴുന്നേൽക്കാൻ. അസ്സബ്ർ, ഉറങ്ങാൻ ആഗ്രഹമുണ്ട്. അള്ളാഹ്ക്ക് വേണ്ടി എന്റെ റബ്ബ് എഴുന്നേൽക്കാൻ പറഞ്ഞ നേരം ഞാൻ എഴുന്നേൽക്കാൻ. ഇതൊന്ന് നീയത്ത് ചെയ്ത് കടന്നേക്കണം. അപ്പൊ താൻ എഴുന്നേൽക്കും. നിസ്കരിക്കേണ്ട വിഷയം എന്റെ നിസ്കരിക്കണമെങ്കിൽ നിസ്കരിക്കാൻ പറ്റൂലല്ലോ, അതല്ല. ആ ചിന്ത നമ്മളൊന്ന് മാറ്റിയെടുക്കണം. ഇനി എന്താ നിങ്ങൾ മുസ്ലിങ്ങൾ നിസ്കരിക്കണത്? നിസ്കാരം യു ഹാവ് നോ ചോയ്സ്. നിങ്ങൾക്ക് ഒരു ചോയ്സില്ല, നിസ്കരിച്ചേ പറ്റൂ. ഇത് കുറച്ച് നിർബന്ധമാക്കിയില്ലേ, അതുകൊണ്ട് ഞാൻ ചെയ്യാൻ. അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ, ഞാൻ നിസ്കരിക്കുന്ന എന്ത്, എനിക്കത് ചെയ്യണം. എന്റെ റബ്ബിനോട് എനിക്ക് സംസാരിക്കണം, എന്റെ റബ്ബിനോട് എനിക്ക് കുറച്ച് കാര്യം പറയണം, എന്റെ റബ്ബിന്റെ മുമ്പിൽ നിന്ന് തലവലിക്കണം. എന്റെ റബ്ബിന് എനിക്ക് കുറച്ച് ശുക്ർ ചെയ്യാനുണ്ട്. ഞാൻ പോവാണ് പള്ളിയിലേക്ക്. ഇത് എന്റെ ആവശ്യമാണെന്ന് തിരിച്ചറിയണം. അപ്പോഴാണ് നിസ്കാരത്തിന് മധുരം വരുന്നത്. അതല്ല ആരോ പറഞ്ഞിട്ട് പോവാണ്, കുറച്ചോ പറഞ്ഞു ചെയ്യാം, അവൻ ചെയ്തു കൊടുക്കുകയാണ്. അള്ളാഹു ഇങ്ങനെ വെക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ തലവെത്തും, അല്ല ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെയ്യാം. എന്തോ അള്ള പറഞ്ഞില്ലേ, വേറെ നിർവാഹമില്ലല്ലോ. അതല്ല, അള്ള പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിർവാഹമില്ല. പക്ഷെ ഇത് എന്റെ കൂടി ആവശ്യമാണ്. എന്റെ ഖൽബിന് പ്രകാശം കിട്ടാനും എന്റെ റബ്ബിനോട് എനിക്ക് പൊരുത്തമുണ്ടാവാനും എന്റെ റബ്ബുമായി എന്റെ കണക്ഷൻ സൂക്ഷിക്കാനും എനിക്ക് നിസ്കരിക്കണം. ഐ വാണ്ട് ടു പ്രേ. ഇതാണ് നമ്മുടെ ചിന്ത വരേണ്ടത്. എനിക്ക് നിസ്കരിക്കണം എന്ന് തോന്നണം. എന്നോട് ഞാൻ നിസ്കരിച്ചല്ലേ പറ്റൂ, എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ, നിസ്കരിക്കണ്ടേ, കുടുങ്ങിയില്ലേ? അല്ലല്ലല്ല, അങ്ങനെ ചിന്തിച്ചാൽ അത് ഭാരമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഭാരമാവും. അല്ല, ഇത് എന്റെ ആവശ്യമാണ്. നോമ്പ് കൊടുക്കാൻ റമദാൻ അള്ളാഹ് പറഞ്ഞില്ലേ, എന്താ ഇപ്പൊ ചെയ്യേ ഈ ടെമ്പറേച്ചറിലൊക്കെ നോമ്പോ ആട്ടെ. അല്ലല്ല, ഇത് എന്റെ റബ്ബ് നോമ്പ് എനിക്കാണ്, ഞാനാണതിന് കൂലി കൊടുക്കാൻ പോകുന്നത്. അള്ളാഹ് ബാക്കി എല്ലാത്തിനും കൂലി പറഞ്ഞു. ഇതിന് ഇത്ര തരും, ഇതിന് ഇത്ര തരും. നോമ്പിനെ പറ്റി എന്താ പറഞ്ഞത്? ഞാൻ അവിടെ വെച്ചിട്ട് തരാം. ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത നോമ്പ്. കാരണം ഇത് കള്ളന്മാർക്ക് നോമ്പിനാണെന്ന് പറഞ്ഞടക്കാൻ പറ്റും. വെള്ളം ഒന്നുണ്ടാക്കുമ്പോൾ കുറച്ച് വെള്ളം ഇറക്കി ആരറിഞ്ഞു? നോമ്പ് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അല്ല, അസർ നോമ്പുകാരനായിട്ട് വേറെ നിറച്ചിരുന്നിട്ട് നടക്കാൻ പറ്റും. ആരറിയുന്നത്? എവിടെയെങ്കിലും ഒഴിച്ചിരുന്നിട്ടോ തിന്നു, വാഹനത്തിൽ കയറിയിട്ട് തിന്നു, ഏതെങ്കിലും വല്ല സൂപ്പർമാർക്കറ്റ് കയറിയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു തിന്നു, ആരറിഞ്ഞു? അത് അള്ളാഹു പറഞ്ഞു. ഇതിന് എത്രയാണെന്ന് ഇപ്പൊ പറയണില്ല. ഇത് എനിക്ക് വേണ്ടി ചെയ്യുന്നവരുടെ ഖൽബിനുള്ളിലെ ഈമാനും ശുദ്ധി എത്രയുണ്ടോ അതിന്റെ കണക്കനുസരിച്ച് ഞാൻ കൊടുക്കും. അത് ഇവിടെ മണിക്കൂർ കൂടുന്നതുകൊണ്ട് കൂലി കൂടും, മണിക്കൂർ കുറയുന്നിടത്ത് ഇത്ര കൂലി കിട്ടൂല. ചൂട് കൂടുന്നതനുസരിച്ച് നോമ്പിന്റെ പ്രതിഫലത്തിനും കൂലി കൂടും. തണുപ്പ് മഴയൊക്കെ ഉണ്ടെങ്കിൽ നാട്ടുകാർക്കില്ലേ, നാട്ടിലൊക്കെ അങ്ങനെ നല്ല മഴയാണ്, അൽഹംദുലില്ലാഹ്, ഈ പ്രതിഫലം കിട്ടൂല. കാരണം അവർക്ക് ഈ ചൂടുകാലത്ത് നോമ്പ് വരാനുണ്ട്, നമുക്ക് തണുപ്പ് കാലം വരും. അപ്പോൾ ഓർക്ക് കൂടി നമുക്ക് കുറയും. ബാലൻസിലുള്ള കൊണ്ട് അതിനാണ് ചന്ദ്രവർഷത്തെ അല്ലാഹു നിശ്ചയിച്ചത്. ചന്ദ്രൻ കണക്കാക്കിയിട്ട നമ്മുടെ മാസം പോകുന്നത്. അത് എല്ലാ കാലത്തിലൂടെയും കടന്നു പോകും. ഒരു നാട്ടുകാർക്ക് ഒന്നും ഒരവസ്ഥ വരില്ല. ഇവർക്ക് കിട്ടുന്നത് അവർക്കും കിട്ടും, അവർക്ക് കിട്ടുന്ന പ്രിവിലേജ് ഇവർക്കും കിട്ടും, അവർക്ക് സഹിക്കുന്ന നമ്മൾ സഹിക്കേണ്ടി വരും. ഇത് 30 കൊല്ലത്തിനിടയ്ക്ക് എല്ലാ കാലത്തിലൂടെയും ദിവസത്തിലൂടെയും കടന്നു പോകും അറബ് മാസം. 60 വയസ്സ് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ജനുവരി ഫെബ്രുവരി 2 തവണയായി റമദാൻ കടന്നു പോയിട്ടുണ്ടാവും. 2 തവണ ജനുവരിയിൽ കിട്ടിയിട്ടുണ്ടാവും 60 വയസ്സാവുമ്പോഴേക്കും. സുബ്ഹാനല്ലാഹ്. അപ്പോ സഹിക്കുന്നതിനനുസരിച്ച് കൂലുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഇബാദത്ത്, എനിക്ക് നോമ്പ് അള്ളാഹ് പറഞ്ഞു നോക്കാൻ, ഉമ്മ പറയുന്നത് നോക്കണമെന്ന്, വാപ്പ പറഞ്ഞു നോക്കണമെന്ന്, ഉസ്താദ് പറഞ്ഞു, അത് പറഞ്ഞു കേട്ട് നോക്കണമെന്ന്, അതുകൊണ്ട് അല്ലല്ല, അതൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ എനിക്കൊന്ന് നോക്കാം. എന്നിലാമല്ലാത്ത പ്രതിഫലം തരുന്നല്ലേ എന്റെ റബ്ബനോട് പറഞ്ഞത്. എനിക്ക് അതൊന്ന് നോക്കണം, റബ്ബനോട് വരട്ടെ. അല്ലാഹ് ഞാൻ സഹിച്ചോളാം വിശപ്പ്, എന്താ കുഴപ്പം അല്ലേ? ഗാലറിയില് ക്രിക്കറ്റ് കാണാൻ കയറുന്ന മനുഷ്യൻ മണിക്കൂറുകളോളം തിന്നാൻ കിട്ടാൻ നിൽക്കുന്നുണ്ടാവും. ചൂടും ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി സഹിച്ചിട്ട് ഓപ്പൺ ഗ്രൗണ്ടില്. അള്ളാഹ്ക്ക് എനിക്ക് സഹിച്ചൂടെ? അള്ളാഹ്ക്ക് ഞാൻ കുറച്ചു നേരം പിടിച്ചുകൂടെ? നോമ്പ് തുറക്കുന്ന ആൾക്ക് 2 പ്രതിഫലല്ലേ, 2 സന്തോഷല്ലേ. ഒന്ന് നോമ്പ് തുറക്കുമ്പോഴും പിന്നെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴും. ആ ഒരു വെള്ളം കുടിക്കുമ്പോൾ ആശ്വാസം, പിന്നെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോ യാ അള്ളാഹ് നീ എനിക്ക് തരാൻ പോകുന്ന പ്രതിഫലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ജനങ്ങൾക്കറിയുമായിരുന്നെങ്കിൽ റമളാൻ എന്താണെന്ന് ജനങ്ങൾക്ക് തിരിയുന്ന രീതിയിൽ തിരിയുമായിരുന്നെങ്കിൽ, റമളാൻ എന്താണെന്ന് വേണ്ട വിധത്തിൽ ജനങ്ങൾ മനസ്സിലാക്കുമായിരുന്നെങ്കിൽ
അൻ തകൂന സനതു കുല്ലുഹാ റമളാൻ, വർഷം മുഴുവനും റമളാൻ മതി എന്നവർ കൊതിച്ചുപോയേനെ. അങ്ങനെയാണ്. നറുക്കെടുപ്പിട്ടു, നമ്മുടെ സൂപ്പർ മാർക്കറ്റോ ഹൈപ്പർ മാർക്കറ്റുകളോ നറുക്കെടുപ്പിട്ട് ഒരാൾക്ക് അടിച്ചു, യാ അല്ലാഹ് ഈ ഓഫർ എല്ലാ മാസം ഉണ്ടായ തരക്കേടില്ലല്ലോ, കിട്ടിയോ മനസ്സിലാക്കും. മറ്റോ പറയും, എന്ത് ഞാൻ കുറെ കാലം എഴുതിടാൻ തുടങ്ങിയിട്ട് കാലം വരെ കിട്ടിയിട്ടില്ല. കിട്ടുന്നവന് അവന് തോന്നുന്നുണ്ട്, യാ അല്ലാഹ് ഇങ്ങനൊരു ഓഫർ എല്ലാ മാസത്താ എത്ര നന്നായിരുന്നു, യാ അല്ലാഹ് ഓരോ മാസം ഓരോ കാറോ. പടച്ചോനെ, നോമ്പിന്റെ പ്രതിഫലം എത്രയാണെന്ന് ബോധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊതിച്ചുപോയതിന് കൊല്ലം മുഴുവൻ റമളാനായ തരക്കേടില്ല. നമ്മൾ ഉൾക്കൊള്ള റമളാനെ പറ്റിയല്ല നമ്മുടെ ചർച്ച. പക്ഷേ ഇബാദത്തിന് ക്ഷമ വേണം. ക്ഷമ 3 രീതിയിലാണ്. ഇബാദത്തിന് ക്ഷമിക്കണം. ഇനി വസ്സബ്റു അൻ മഹാരിമില്ലാഹ്, അല്ലാഹുവിന്റെ ഹറാമുകളിൽ വിട്ടുനിൽക്കാനും ക്ഷമിക്കണം. ഹറാമുകളിൽ വിട്ടുനിൽക്കൽ എല്ലാവർക്കും, മനുഷ്യർ മുഴുവൻ ഇത് സ്വീകരിക്കണമെന്ന ഖുർആനിന്റെ നിയമങ്ങൾ മനുഷ്യർക്ക് മുഴുവനുള്ളതാണ്. വസ്സബ്റു അൻ മഹാരിമില്ലാഹ്. റമളാൻ കഴിഞ്ഞാൽ പിറ്റേന്ന് നമ്മൾ റമളാനെ കുറിച്ച് കൊല്ലും, അല്ലേ? പെരുന്നാളാണെന്ന് പറഞ്ഞ അന്ന് തുടങ്ങും നമ്മുടെ ഗാനമേളയും കള്ളൂടിയും എല്ലാം. റമളാന് ചെയ്ത സർവ്വതും അങ്ങോട്ട് പ്രായശ്ചിത്തം ചെയ്യണം എന്നുള്ള രീതിയിൽ. സുബ്ഹാനല്ലാഹ്, പോയില്ലേ? ആരെപ്പ അവനനുസരിച്ചത്? റമളാൻ പടച്ചോന്റെ പേരാണോ? അള്ളാഹു അവിടെ ഇല്ലേ? അള്ളാഹു കണക്കാക്കിയതല്ലേ റമളാൻ? റമളാൻ അള്ളാന്റെ അടിമകളാണ്, റമളാന്റെ അടിമകളാവരുത്. ഇൻഷാ അല്ലാഹ് റമളാൻ നമുക്കിങ്ങനെ സംസാരിക്കാൻ അവസരം കിട്ടുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഓർമ്മ വരുന്ന ചില വിഷയങ്ങൾ സൂചിപ്പിക്കുകയാണ്. നോമ്പിന്റെ മുമ്പ് നമുക്ക് അടുത്ത ക്ലാസ്, ലാസ്റ്റ് ക്ലാസ്സാണ് നോമ്പിന്റെ മുമ്പുള്ള അടുത്ത ശനിയാഴ്ച. അത് കഴിഞ്ഞാൽ പിന്നെ ഇൻഷാ അല്ലാഹ് സെപ്റ്റംബറിലെ ഞാൻ ഉണ്ടാവുള്ളൂ. പിന്നെ ആയുസ്സുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പെരുന്നാൾ കഴിഞ്ഞിട്ട് മറ്റു സ്ഥാപനമാരെങ്കിലും ക്ലാസ് ഇവിടെ നടക്കും എന്നാണ് പ്രതീക്ഷ ഇൻഷാ അല്ലാഹ്. റമളാനിന്റെ തൊട്ട് 26-ാം തീയതി നമുക്കൊരു പരിപാടി ഉണ്ട് ഇവിടെ, അഹ്ലൻ റമളാൻ എന്ന് പറഞ്ഞ ഇൻഷാ അല്ലാഹ്. ബാക്കി വിഷയങ്ങളൊക്കെ അന്ന് പറയാം. പക്ഷേ ക്ഷമിക്കുന്നതിന് കൂലുണ്ടെന്നല്ലേ പറഞ്ഞത്. ഈ ക്ഷമക്കതിൽ പെട്ടു. ഇപ്പൊ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി അല്ലാഹു എളുപ്പാക്കി തന്നിരിക്കുക. തിന്മയിലേക്ക് പോവാതിരിക്കാൻ ക്ഷമിക്കണം. റമളാൻ മുൻപ് നോമ്പ് മാറ്റുന്ന മനുഷ്യനെ പിറ്റേ ദിവസം പെരുന്നാളിന്റെ അന്നാവട്ടെ ഇസ്ലാം ഉൾക്കൊള്ളാത്ത ആളുകൾ അത് ചെയ്യുന്നത് ഞാൻ വളരെ വിഷമത്തോടുകൂടെ പറയുന്നത്, നോമ്പ് എന്താണെന്നോ റമളാൻ അല്ലാഹു ആരാണെന്നോ മനസ്സിലാക്കാത്ത കുറച്ച് മുസ്ലിം നാമധാരികൾ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അടിച്ചുപോച്ച് കള്ളുടിച്ച് കിടക്കാനുള്ളതാണ് എന്ന് ചിന്തിക്കുന്നവർ. അതുവരെ ഖുർആൻ കേട്ട് നടന്നു. പിന്നെ അന്ന് ഇശൽ നിലാവ് അങ്ങേ മ്യൂസിക്കും ചാടിക്കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരം വിളിപ്പിക്കാൻ നമ്മളെ നാട്ടുകാരെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ടെങ്കിൽ സ്വന്തം നാട്ടുകാർക്കൊന്ന് പറഞ്ഞു കൊടുക്കി, ഇതൊന്നും ചെയ്യരുത്. സ്വന്തം നാട്ടുകാരോട് പറഞ്ഞു കൊടുക്കി, ഇത് നമുക്ക് പാടില്ലാത്തതാണ്. റമളാനിന്റെ അവസാനമാകുമ്പോഴേക്കും അങ്ങോട്ട് കലാപരിപാടികൾ പാടില്ലാത്തത് ചെയ്യുക, നേതൃത്വം കൊടുക്കുന്ന കള്ളു പിടിച്ചിട്ട് സങ്കടമായി പോവാണ്. അസ്സബ്റു അൻ മഹാരിമില്ല. ഇപ്പൊ കള്ളൂരികൾ കൊണ്ടുപോകുമ്പോ ഒറ്റം പറയുന്നുണ്ട്, ഒന്ന് സഹോദര കള്ളു എനിക്ക് പറ്റൂല, ഞാൻ 30 നോമ്പ് വെച്ച ആളാണ്. അപ്പൊ കൂട്ടുകാരൻ പറയാണ്, സാരല്ലോടെ വന്നിരിക്കേ, കമ്പനിക്ക് ഇരിക്കുക, ഞാൻ തൊടില്ലട്ടോ, തൊടണ്ട, വന്നിരുന്നാ മതി. അങ്ങനെ എന്താണപ്പൊ നോക്കിയിരിക്കല്? മറ്റവരൊക്കെ കുടിക്കുകയാണ്. എന്തോ ഒരു ക്ഷമ വേണ്ടി വരും. അസ്സബ്റു അൻ മഹാരിമില്ല. ഈ ഹറാം മദ്യം എന്റെ വായിലേക്ക് കൊണ്ടുപോകാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ നല്ല ക്ഷമ. എന്റെ അവിടെ പിയർ പ്രഷറുണ്ട്. കൂട്ടുകാരെ മുഴുവൻ പറയുന്നുണ്ട്, നോമ്പച്ചാളല്ലേ എന്നെ നോമ്പറ്റില്ല, ഈ മോ പിടിക്കരുത്, ഒന്ന് ടേസ്റ്റ് നോക്കിയാൽ മതി. ഞങ്ങളെ ബ്രാൻഡിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ ഒന്ന് ടേസ്റ്റ് നോക്കിയാൽ മതി. കുടുങ്ങി 10 പ്രാവശ്യം പറയുമ്പോൾ സാബ് ടേസ്റ്റ് നോക്കി, പിന്നെ മുഴുവൻ കുടിക്കും. ക്ഷമിക്കാൻ പറ്റണില്ല. തിന്മയിൽ പോവാതിരിക്കാൻ ഭയങ്കര ക്ഷമ വേണ്ടേ? ഇതല്ലേ ഭയങ്കര ക്ഷമ. അസ്സബ്റു അൻ മഹാരിമില്ല. ഒരു പെണ്ണ് ഹറാമിലേക്ക് വിളിക്കുകയാണ്, ഒരാണ് ഹറാമിലേക്ക് വിളിക്കുകയാണ് പെണ്ണിനെ. ആരും അറിയില്ല, എഴുതിയടക്കുക, ശരി, ഒരാളും ഇത് വാച്ച് ചെയ്യുന്നില്ല. ആ പെണ്ണിന് ഇവന്റെ ഈ സജീവ് ചെയ്യുന്ന വർത്തമാനങ്ങൾ, പ്രലോഭനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി, ഞാനത് ഇല്ലടോ, ഞാൻ വിചാരിച്ച ആളല്ല, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നവളാണ്, എന്നോട് നീ മിണ്ടാൻ വരല്ലേ എന്ന് ഒരാളിനോട്, ഇങ്ങനെ ഇടപെടുന്ന ഒരാളോട് ശക്തമായി തുറന്നു പറയാൻ നമ്മുടെ പെണ്ണുങ്ങൾക്ക് ധൈര്യം വരണം. അതിന് നല്ല ക്ഷമ വേണ്ടി വരും. നല്ല ക്ഷമ വേണ്ടി വരും. ഒരു പെണ്ണ് ഹറാമിലേക്ക് ചെറുപ്പക്കാരനെ വിളിച്ചു,
ആ സമയത്ത് അള്ളാഹു ഹറാമാക്കി, ഇതല്ല, ഇത് നമുക്ക് പാടില്ലാത്തതാണ്, ഞാനും നീയും അള്ളാഹുവോട് തോപ ചെയ്ത് മടങ്ങിയേക്കണം. പെണ്ണെ, നീ നിക്കാഹ് ചെയ്ത് ഹലാലിലൂടെ ഒരു ഭർത്താവിനെ സ്വീകരിച്ചേക്ക്, ഞാൻ പോയി കല്യാണം കഴിക്കട്ടെ, ഇത് നമുക്ക് പാടില്ലാത്തതാണെന്ന് ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിനോട് പ്രതികരിക്കാൻ ഭയങ്കര ക്ഷമ വേണ്ടി വരും. അതൊക്കെ വാങ്ങു പറയാൻ എളുപ്പമാണ്, നമുക്ക് ചർച്ച ചെയ്യാൻ എളുപ്പമാണ്, ചിന്തിക്കാൻ എളുപ്പമാണ്. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ ചെന്നുപെടുന്ന ഒരു മനുഷ്യൻ എത്ര ക്ഷമിക്കേണ്ടി വരും. അസ്സബ്റു അൻ മഹാരിമില്ല, ആ ക്ഷമക്കാണ് പ്രതിഫലം. നന്നായി ക്ഷമിക്കേണ്ടി വരും. പ്രത്യേകിച്ച് കൂട്ടുകാരെ മുഴുവനും ഇത് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, റൂമിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളും കള്ളുകൂടിയന്മാരാ, അവരുടെ ഇടയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നല്ല ക്ഷമ വേണ്ടി വരും. അവർ വേണ്ടാത്തത് കാണുന്ന ആളുകളാണ്, വേണ്ടാത്തത് ചെയ്യുന്നവരാണ്. അവർക്കിടയിൽ പിടിച്ചു നിൽക്കാൻ നിനക്ക് ക്ഷമയുണ്ടോ? സ്വർഗത്തിലേക്കുള്ള താക്കോൽ നിന്റെ കയ്യിലുണ്ട്. അതാ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നിന്റെ ക്ഷമ സ്വർഗത്തിലേക്ക്. പിടിച്ചു നിൽക്കാൻ പറ്റൂല എന്നാണ് തോന്നുന്നത്, ഉടനെ റൂം മാറിയേക്കണം, ആ ഫ്രണ്ട്സിനെ ഒഴിവാക്കിയേക്കണം. അതല്ല, അവരുടെ കൂടെ നടന്നവരെ നന്നാക്കാൻ പറ്റുമെങ്കിൽ നിനക്ക് ധൈര്യമുണ്ടോ എങ്കിൽ മാത്രമേ അവരുടെ കൂടെ ജീവിക്കാവൂ. അല്ലെങ്കിൽ മാറണം. മനുഷ്യൻ ഒരു ഫെമിലിയാരിറ്റി അല്ല, നമ്മൾ കുറെ ഒരു വിഷയമായി ഇടപെട്ടു കഴിഞ്ഞാൽ അതിന്റെ സീരിയസ്നെസ് നഷ്ടപ്പെടും. അങ്ങനെയാണ്. കള്ളുകുടിക്കുന്നത് ഡെയിലി കാണാണ്, എന്നും കള്ളുകുടിച്ച മണാണ്. ഭയങ്കര സങ്കടം തോന്നി, ഭയങ്കര സങ്കടം തോന്നിയാണ്. നമ്മളൊരു മുസ്ലിം രാജ്യത്ത് ഞാൻ ഇന്നലെ ഇശാമാരിവിന്റെ ഇടയിൽ ഒരു സ്ട്രീറ്റിലൂടെ നടന്നുപോയിട്ട് ഗ്ലാസും തുറന്ന് ഒരാൾ സംസാരിക്കാൻ തുറന്നപ്പോഴേക്കും കള്ളിന്റെ മണം അടിച്ചു കയറി വണ്ടിന്റെ ഉള്ളിലേക്ക്. ചോദിച്ചു, എന്താ ഇത് മണക്കണത്? ഇതൊക്കെ ബാറാണ് ഉസ്താദേ, ഇതൊക്കെ ബാറാണ്. എന്താ അത്? സ്ട്രീറ്റിൽ ഒരു കച്ചവട സ്ഥാപനത്തിന്റെ ഉള്ളിൽ മണല്ല, റോഡിലൂടെ വാഹനം പോകുമ്പോ സ്ലോ റണ്ണിങ്ങിലൊന്ന് ഗ്ലാസ് തുറന്നപ്പോഴേക്കും കള്ളിന്റെ മണം. രാത്രി ആഘോഷിക്കുകയാണ് മുസ്ലിമീങ്ങളും ഖുർആനിന്റെ ഭാഷ സംസാരിക്കുന്നവരുമായ നാട്ടുകാർ. യാ അല്ലാഹ്, എവിടെത്തി ലോകം? ഇതിന്റെ ഇടയിലൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഭയങ്കര ഈമാൻ വേണം, ഭയങ്കര ഈമാൻ വേണം. അസ്സബ്റു അൻ മഹാരിമില്ലാഹ്, അസ്സബ്റു അൻ മഹാരിമില്ലാഹ്. അല്ലാഹു ഹറാമാണെന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കണമെങ്കിൽ ക്ഷമ വേണം. അള്ളാഹു ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്തു കൊണ്ടു നടക്കാൻ ക്ഷമ വേണം. മൂന്നാമത്തേത്, നമുക്കൊരു കൺട്രോളുമില്ല, അള്ളാഹു നമുക്ക് വരുത്തിവെച്ചത്. കുഞ്ഞിന് അസുഖമാണ്, പാപ്പാക്ക് അസുഖമാണ്, സ്വന്തം ശരീരത്തിന് അസുഖമുണ്ട്, കടബാധ്യതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അള്ളാഹുവിനെ ക്ഷമിക്കേണ്ടി വരും. വേറൊന്നും അവിടെ ചെയ്യാനില്ല, അള്ളാഹുവിനെ ക്ഷമിക്കന്നെ. ഇങ്ങനെ 3 രീതിയിൽ ക്ഷമയുണ്ട്. ഈ ക്ഷമകളെല്ലാം ഒരു മനുഷ്യനെ സ്വർഗത്തിലെത്തിക്കാൻ കാരണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലം അലൈഹി. നമുക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പായസവും സ്നാക്സും എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. 3 സഹോദരന്മാര് സംഭാവന ചെയ്ത് അള്ളാഹു വരുന്നത് സ്വീകരിക്കുമാറാകട്ടെ. സ്ഥലം വന്നോട്ടെ അല്ലേ, സമയമായില്ലേ? തീരുമ്പോഴേക്ക് വല്ല കൊടുക്കാൻ പറ്റുമോ കൊടുത്തേക്ക് അല്ലേ? ലാസ്റ്റാ പോണ പോക്കിൽ വാങ്ങിച്ചു പോവാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സൊക്കെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ ക്ലീനാക്കേണ്ടി വരും. അൽഹംദുലില്ലാ. അപ്പോ അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ഒരു ഉപ്പാന്റെ മരിച്ചുപോയി ഉപ്പാന്റെ പേരിലാണ് അള്ളാഹു ഉപ്പാക്കി മക്കൾ ചെയ്ത സ്വതക്കയുടെ പ്രതിഫലം അള്ളാഹു നൽകി അവരുടെ ഖബറിനെ അള്ളാഹു വിശാലമാക്കട്ടെ. അള്ളാഹുയുടെ ഖബറിനെ വിശാലമാക്കട്ടെ. അവിടെ ശിക്ഷയുണ്ടെങ്കിൽ അള്ളാഹു നീക്കി കൊടുക്കട്ടെ. സ്വർഗത്തിന്റെ അവകാശങ്ങൾ അവരെയും നമ്മയും അള്ളാഹു ആക്കി തരട്ടെ. ആമീൻ. നോക്കണം, പച്ചവെള്ളം ഇല്ല എന്നാ പറഞ്ഞ നേരത്തെ ചോദിച്ചപ്പോ അല്ലെ. അപ്പൊ നോക്കുമ്പോ പായസം സ്നാക്കും ഇവിടെ വന്നു. എങ്ങനെ അള്ളാഹൊക്കെ നിയമത്തി ശുക്ർ ചെയ്യാ. അൽഹംദുലില്ലാ. നിങ്ങളെ മനസ്സിന്റെ ശുദ്ധത കൊണ്ട് അള്ളാഹു ആർക്കെങ്കിലും തോന്നിപ്പിക്കണത് അവിടെ കൊണ്ടേ കൊടുക്കാം. അല്ല വല്ല ലേബർ ക്യാമ്പിൽ കൊണ്ടു കൊടുത്താൽ പോരെ, അല്ല വേറെ എവിടെയെങ്കിലും ചെയ്താൽ പോരെ. ഇവിടെ വരുന്ന നിങ്ങളുടെ ഖൽബിന്റെ ഉള്ളിൽ ഒരു നല്ല ഉദ്ദേശം അതുകൊണ്ട് വരികയാണ്. അതുകൊണ്ടാണ് ഈ വരുന്നത്. അങ്ങനെയാണ്. ഈ വേറെ പരിപാടികളൊക്കെ റിസ്ക്കാണല്ലോ. ഉലമാ പറയാം, സ്നാക്സും 10,000 രൂപയും നൽകിയ സഹോദരന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. പടച്ചോൻ ഇനിയും കൂടാണ്. അപ്പൊ അതിന് പിന്നെയും സഹായം ഏറിയിട്ടുണ്ട്. അള്ളാഹുവേ ഖബൂലാക്കണേ പടച്ചോനെ. ഇത് ചെയ്യുന്ന ആളുകൾക്ക് തക്ക പ്രതിഫലം 2 ലോകത്തും നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാ. നിങ്ങൾ ദുആ നോക്കി, അതൊക്കെ സന്മനസ്സാണ്. ഉലമാ പറയും ഇൽമ് ഒരു റിസ്ക്കാണെന്നാണ്. നമ്മൾ ഭക്ഷണം റിസ്ക്കാന്ന് പറയില്ലേ, ഇൽമും ഒരു റിസ്ക്കാണ്. അത് പഠിക്കാൻ വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ, പഠിതാക്കൾ
അവരുടെ ഹൃദയത്തിന്റെ ശുദ്ധി അനുസരിച്ചാണ് പഠിപ്പിക്കുന്ന ആളുടെ മനസ്സിൽ അള്ളാഹു ഇൽമ തോന്നിപ്പിക്കുന്നതെന്നാണ്. അത് റിസ്ക്കാണ്. അത് എത്ര കിട്ടും? ചിലപ്പോൾ കുറച്ച് കിട്ടും, ചിലപ്പോൾ കുറെ കിട്ടും, ചിലപ്പോൾ തീരെ കിട്ടിയില്ല എന്ന് വരും. അതൊക്കെ പഠിതാക്കളുടെ കൽബിനുള്ളിലെ ശുദ്ധിക്കനുസരിച്ച് കിട്ടുള്ളൂ എന്നാ. ആകെ കോട്ടയറ്റാൻ വേണ്ടി പോയതാ, ഒന്നും കിട്ടിക്കൊള്ളുന്നില്ല. നമ്മുടെ ചിന്ത എന്താണോ, അള്ളാഹിനെ പറ്റി ചിന്തിച്ച് വന്നതാണോ, അപ്പോ അള്ളാഹു ചാല ആരാണെന്നൊക്കെ പറഞ്ഞിരുന്നത് അവരെ കൊണ്ട് റബ്ബ് പറയിപ്പിക്കണമെന്നാ. സുബ്ഹാനല്ലാഹ്, അത് റിസ്ഖാണ്. അത് ഒരു കൊല്ലം എത്ര കിട്ടണം, എത്ര ക്ലാസ് കേൾക്കണം, എത്ര പഠിക്കണം, ഇത് അള്ളാഹു തീരുമാനിച്ചു വെച്ച വിഷയമാണെന്ന്. അത് ഓരോരുത്തരുടെ ഹൃദയത്തിൽ ശുദ്ധിക്കനുസരിച്ച് തരുന്ന അള്ളാഹു നമ്മുടെ കൽബുകളൊക്കെ ശുദ്ധിയാക്കി തരട്ടെ. അള്ളാഹു നമുക്ക് ഇൽമിന്റെ റിസ്ക് വർദ്ധിപ്പിക്കട്ടെ. സത്യവിശ്വാസവും ഈമാനും അള്ളാഹു നമുക്ക് വർദ്ധിപ്പിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. നമ്മുടെ ലേബർ ക്യാമ്പിൽ ഒരു സഹോദരൻ കലിമ ചൊല്ലി മുസ്ലിമായിട്ട് ഇവിടെ സദസ്സിലേക്ക് എത്തിയിട്ടുണ്ടോ? വന്നോ? ഇല്ല, ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് സഹോദരന്റെ ഈമാൻ അള്ളാഹു സ്വീകരിക്കട്ടെ. ഉറച്ച രീതിയിൽ മരണം വരെ കൊണ്ടു നടക്കാൻ അള്ളാഹു സൗഭാഗ്യം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, തർക്കു കബാഇരി ദുനൂബി ഉമൂമ, വൻ പാപങ്ങൾ നമ്മൾ ഉപേക്ഷിച്ചാൽ, വൻ ദോഷങ്ങൾ, ശിർക്ക് ബില്ലാഹ്, അല്ലാഹുവിൽ ശിർക്ക് ചെയ്യുന്നത്, ലിസാഅതു ഇലൽ വാലിദൈൻ, മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നത്, അസ്സിന വ്യഭിചാരം, അർറിബ പലിശ ഇടപാടുകൾ, അൽ ഖത്ൽ കൊലപാതകം, അസ്സിഹർ മാരണം ചെയ്യുന്നത്, ബ്ലാക്ക് മാജിക് ചെയ്യുക, ഒരാൾക്കെതിരെ ചെയ്യുന്നത്, ചെയ്യിപ്പിക്കുന്നത്, ഇതൊക്കെ വൻ പാപങ്ങളാണ്. യമീനുൽ ഗമൂസ്, ഖൗലു സൂർ, ഷഹാദത്തു സൂർ, പച്ച നുണയായിട്ട് സാക്ഷി പറയാം. കോടതിന്റെ മുമ്പിലോ അങ്ങനത്തെ ഒരു അധികാരികളുടെ മുൻപിലോ ഞാനതിന്റെ സാക്ഷിയാണ്, വല്ലാഹി, എവിടെ ഇവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, ആരൊക്കെ പൈസ തരാന്ന് പറഞ്ഞു സാക്ഷി പറയണമെന്ന്, അല്ലെ? കിട്ടുന്നില്ല. കൂറുമാറലും, സാക്ഷി കൂറുമാറലും, പറഞ്ഞു തിരുത്തി പറയലും, ഷഹാദത്ത് സൂർ വൻ പാപമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ അല്ലാതെ ചില തെറ്റൊക്കെ മനുഷ്യന്മാർക്ക് വരൂലേ, ചെറിയ ചെറിയ തെറ്റുകളൊക്കെ വരൂലേ. പക്ഷെ തെറ്റ് ചെറുത് വലുത് എന്ന് പോലും ചിന്തിക്കുക, തെറ്റുകളെല്ലാം ഗൗരവമാണെന്ന് മനസ്സിലാക്കണമെന്ന. ഉടൻ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുക, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അറിയാത്ത കണ്ണോട് കണ്ടുപോയി, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. വേണ്ടത് ചിന്തിച്ചു പോയി, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. പറയേണ്ടതൊക്കെ പറഞ്ഞുപോയി, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഉടനെ തൗബ ചെയ്ത് മടങ്ങാം. എങ്കിൽ ഇൻഷാ അല്ലാഹ് സ്വർഗപ്രവേശം അവർക്ക് കിട്ടുമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാഇൽ 31-ാമത്തെ ആയത്തിൽ പറയുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻ തജ്തനിബു കബാഇറ മാ തുൻഹൗന അൻഹു, ഇൻ തജ്തനിബു കബാഇറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും نكفر عنكم سيئاتكم وندخلكم مدخلا كريما إن تجتنبوا كبائر ما تنهون عنه നിങ്ങളോട് ചെയ്യരുത് എന്ന് പറഞ്ഞ വൻ പാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കുന്ന പക്ഷം. മദ്യപാനം എണ്ണിയിട്ടുണ്ടെന്നാണ് ചില റിവായത്തുകൾ. മദ്യപാനം വന്നു, വ്യഭിചാരം വന്നു, മാതാപിതാക്കളെ വിഷമിപ്പിക്കൽ, അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കൽ, ശിർക്ക് ചെയ്യൽ, ഖത്ൽ കൊലപാതകം, പലിശ ഇടപാട്, സിഹ്ർ ചെയ്യുന്നത്, ബ്ലാക്ക് മാജിക്, ഇതൊക്കെ ഭയങ്കര ഗുരുതരമായ കാര്യങ്ങളാണ്. എന്തൊരു ഗുരുതരമാണെന്നാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ വിചാരിക്കും ബ്ലാക്ക് മാജിക് ഒക്കെ നടക്കുന്നുണ്ടോ, എത്ര നടക്കുന്നുണ്ടെന്നാണ് വിചാരം. എത്ര ആളുകളാണ് അതിൽ വിഷമിപ്പിച്ചത്. നമ്മുടെ സുഹൃത്ത് വയ്യാണ്ട് ഓഫീസിൽ ചെന്ന ഊരവേദന, നല്ലൊരു സ്നേഹവും കാര്യവും ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഓഫീസർമാർ മുഴുവനും ദേഷ്യപ്പെടാൻ തുടങ്ങുന്നു. സാധാരണ വിഷമം തോന്നി. ഇങ്ങനെ സംഭവിക്കാനുള്ള വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നൊരു സ്ഥാപനത്തിൽ ഇങ്ങനെ അനുഭവിക്കുകയാണ്. അദ്ദേഹം തീരുമാനം നാട്ടിലേക്ക് പോയി. കാര്യപ്പെട്ടൊരു പണ്ഡിതൻ അവിടെ വന്നു. മുറ്റത്തോട് പറഞ്ഞു, ഇവിടെ നിന്ന് കുഴിച്ചു നോക്കിയെന്ന് പറഞ്ഞു. കുഴിച്ചു നോക്കുമ്പോ, പറഞ്ഞ സ്ഥലത്ത് കുഴിച്ചു നോക്കുമ്പോ ചെമ്പിന്റെ തവിടുകൊണ്ട് പാമ്പിനുണ്ടാക്കിയത്, കുറെ മുടിയും കുറെ നഖവും വേറെ എന്തോ പ്രാവിന്റെ മറ്റു എല്ലുകളോ ഇതൊക്കെ വെച്ചിട്ട് മാരണം ചെയ്തു പോയിരിക്കുക. ആരോ കുടുംബക്കാരാവോ നാട്ടുകാരാവോ അയൽവക്കക്കാരാവോ, എന്തിന് ഈ ഒരു സാധുവിനെ തളർത്താൻ? ഇത് ചെയ്യുന്നവർ പച്ചയായ ഹറാമാണ് ചെയ്യുന്നത്.
അക്ബറുൽ കബായിർ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൻപാപങ്ങളിൽ വൻപാപമാണിത്. മനുഷ്യന്മാരെ ഉപദ്രവിക്കാൻ വേണ്ടി ഇത്തരം സിഹർ ചെയ്യുന്ന ആളുകളെ സമീപിക്കുന്നത് പെണ്ണുങ്ങളാണ്. കെട്ടുകളിൽ ഊതുന്ന പെണ്ണുങ്ങൾ, അതാ ആണുങ്ങൾ പറയാൻ നഫാസ്, പെണ്ണുണ്ടെങ്കിൽ അങ്ങനെ പറയും നഫാസീന എന്ന് പറയും. നഫാസാത്ത് മുഫസ്സിറുകൾ പറയാ, ഇങ്ങനെയുള്ള എളുപ്പവഴിയിലൂടെ ഒരു മനുഷ്യനെ തകർക്കാനോ വിഷമിപ്പിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നത് പെണ്ണുങ്ങളുടെ മനസ്സിൽ നിന്ന് ധാരാളം അത് വരുന്നുണ്ട്. നമ്മുടെ ഗാലറിക്കുള്ള പെണ്ണുങ്ങളെ പച്ചല്ലേ പറയണത്. നാട്ടിലെ കുറെ പെണ്ണുങ്ങൾ ഇങ്ങനെ അമ്പലത്തിലും പൂജാരിന്റെ അടുത്തും ഓടിയോടെയും പോയിട്ട് മാരണം ചെയ്യുന്നവർ. ഈ മുസ്ലിമീങ്ങളെന്ന പേര് മുസ്ലിമിന്റെ ചേലോ കോലോ കണ്ടു വെച്ചിട്ട് സിഹർ ചെയ്യുന്നവരുണ്ടാവും. നമ്മൾ തിരിച്ചറിയണമെന്ന ചെയ്യുന്ന ആൾക്കാർ ചിന്തിക്കഴിഞ്ഞാൽ ചെയ്യുന്ന പണി തൽസമാത്തിന്റെയോ അസ്മാക്കിന്റെയോ പണികളൊക്കെ പഠിക്കുന്നവർ ശരിക്ക് ചിന്തിക്കണം, ഞാൻ ചെയ്യുന്ന പണി ശറഇന് അനുവാദമുണ്ടോ ഇല്ലേ എന്ന്. 4 വര വരയ്ക്കുന്ന കാര്യം നടന്നത് അല്ലാഹു പറഞ്ഞു, സൂറത്തുൽ ബഖറയില. സിഹർ തീരുമാനത്തിൽ അപകടമെന്ന് വരുത്തും എപ്പോ അത് വരണമെന്ന് അല്ലാഹു തീരുമാനിച്ചാൽ, അല്ലാതെ ഒരു വരവോട് നടക്കണില്ല. അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടോ ഈ പരീക്ഷണം നടക്കണമെന്നുണ്ടോ അപ്പോഴേ ഇത് ഫലിക്കുന്നുള്ളൂ. പക്ഷേ ഫലിക്കുന്നുണ്ട്, ശരിക്കും മനസ്സിലാക്കണം. ചെയ്യിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ പറ്റും. ഒരു സ്നേഹത്തിലല്ലാതെ നിൽക്കുന്ന ഭാര്യയും ഭർത്താവിനെയും സ്നേഹിപ്പിക്കാൻ ഇങ്ങനെയൊക്കെ പരിപാടികൾ ഹറാമാണ്, ചെയ്യിക്കാൻ പാടില്ല എന്നാ. നല്ല സ്നേഹത്തിലുള്ള അടിച്ചോടിക്കാൻ പറ്റും. സിഹർ കൊണ്ട് ചെയ്യുന്നുണ്ട്, അതൊക്കെ ചെയ്തു പോകരുത്. പഠിക്കൽ ഹറാമാണ്, അതിനെ സമീപിക്കൽ ഹറാമാണ്. അല്ലാഹു പൊറുക്കൂല. തൗബാ ചെയ്ത് കരഞ്ഞതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും. മുസ്ലിം അത് ചെയ്തു പോകരുത്. അതാ പറഞ്ഞു, നാട്ടിലൊക്കെ ഇഷ്ടം പോലെ നടക്കണമെന്നാണ് കേട്ടത്. അറബ് ലോകത്തിനുണ്ട് എത്രയോ. നമ്മുടെ ആഫ്രിക്കൻ അറബ് രാജ്യങ്ങളിൽ സുലഭമായിട്ട് ചില പ്രദേശങ്ങൾ അതിന്റെ സ്ഥിരം ഏരിയകളുണ്ട്. എനിക്കറിയുന്ന സ്ഥലങ്ങൾ തന്നെ. ചെയ്തു പോകാൻ പാടില്ലാത്തതാണ്. വൻപാപമാണ്, സ്വർഗം നിഷേധിക്കപ്പെടും. വൻപാപമാണ്. അതിന് പൈസ കൊടുക്കലോ അത്തരക്കാരെ സമീപിക്കലോ അത്തരം വിഷയങ്ങൾ ചെയ്യലോ. നമ്മുടെ സുഹൃത്തുക്കളെ കാണും, കൊല്ലങ്ങളായിട്ട് വിഷമത്തിലായിരുന്നു, ഭയങ്കര വിഷമത്തിൽ, വീട്ടിലില്ലാത്ത പ്രശ്നങ്ങളും പ്രയാസമല്ല. ഇവിടെ ഒരുപാട് തവണ ഞാൻ തന്നെ ദുആ ചെയ്തിട്ടുണ്ട്. ഇവിടെ അദ്ദേഹത്തിന്റെ വിഷയം നിയത്ത് ചെയ്തിട്ട് അൽഹംദുലില്ലാ പറ്റിയൊരു ആലിമിനെ കിട്ടി. സ്വന്തം പുരയിൽ മാർബിളൊക്കെ ചെയ്ത് പൊളിക്കാൻ വേണ്ടി പറഞ്ഞു. നോക്കുമ്പോൾ പുര നടക്കുന്ന സമയത്ത് കറണ്ടുള്ളിൽ കൊണ്ടുവച്ചിട്ട് കുറച്ച് തകിടും അതും ഇതൊക്കെ പൊളിച്ചു. ഇപ്പൊ 1 മാസം മുമ്പത്തെ കഥ ഞാൻ പറയുന്നത്. പിശാച്ചിനെ കുടിയിരുത്താൻ, പിശാച്ചിനെ ആവാഹിക്കേണ്ട അർത്ഥം പിശാച്ചിനെ കുടിയിരുത്തി. അത് ചെയ്യാൻ പറ്റും. പിശാച്ചിനൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്താൽ അവർ കൂടും, ഉപദ്രവിക്കാൻ പറ്റും. ഇത് കടുത്ത ഹറാമാണ്, കടുത്ത ഹറാമാണ്. ഈ മെസ്സേജ് ഞാൻ ഈ ഉമ്മത്തിന് കൈമാറുകയാണ്. കേൾക്കുന്നവരോ അറിയുന്നവരോ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ പാടുള്ളതല്ല. ഹറാമാണ്, അല്ലാഹു പൊറുക്കൂല. ഗുരുതരമായ ഒരു മനുഷ്യരെ ബുദ്ധിമുട്ടാക്കുന്നത്, അതും പൈശാചികമായിട്ട് ബുദ്ധിമുട്ടാക്കുന്നത്. ഒരാളും വിഷമിപ്പിക്കാൻ പാടില്ല എന്നല്ലേ. അസൂയ കൊണ്ടോ അഹങ്കാരം കൊണ്ടോ ഒരു മനുഷ്യൻ ചെയ്യുന്ന പണികളാണ് ഇതൊക്കെ. വൻപാപമാണ്, കബായിർ, വൻദോഷങ്ങളിൽ എണ്ണിയിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തരക്കാരെ സമീപിക്കൽ ഹറാമാണ്, അവർക്ക് പൈസ കൊടുക്കൽ ഹറാമാണ്, യാത്ര ചെയ്യൽ ഹറാമാണ്. അമുസ്ലിമീങ്ങളായ ആളുകൾ, പ്രത്യേകിച്ച് ഈ മുസ്ലിമീങ്ങൾ തന്നെ കാണുന്നത് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പണിയൊക്കെ ഒരു പണിയില്ലാതെ നടന്നിട്ട് എന്തെങ്കിലും പേര് പറഞ്ഞിട്ട് ഹറാമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടാകും. കുറ്റകരമാണ്, ചെയ്യാൻ പാടില്ല. എന്താണ് ഉമ്മത്തികൾക്ക് പ്രയാസം വരുന്ന പ്രയാസം നീങ്ങാൻ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന ശറഇന്റെ കാഴ്ചപ്പാടുണ്ട്. ഇത്തരം പണികളൊക്കെ ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കണം, കിതാബിൽ പഠിക്കണം, ഏതൊക്കെ എനിക്ക് പാടുണ്ട്, ഏത് ചെയ്യാൻ പാടില്ല എന്ന്. ഇതൊന്നും ഓരാള് എന്തെങ്കിലും മദ്രസയിൽ പഠിപ്പിച്ചിട്ടുണ്ടാവും, അങ്ങോട്ട് ചെയ്തു വിട്ട എന്തെങ്കിലും വായിച്ചിട്ട് പച്ച ഹറാമുകൾ ചെയ്യുന്നവരുണ്ട്. ഞാൻ അറിഞ്ഞുകൊണ്ട് പറയാം, ഹറാമുകൾ അവരറിയുന്നുണ്ടായിരിക്കില്ല. ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന ഹറാമാണെന്ന് പഠിക്കണം. ആലിമീങ്ങളുടെ വിഷയത്തിൽ ഇത് സമീപിക്കാൻ പറ്റൂ. ആലിമീനെ സമീപിക്കണം, തഖ്വയും വറഅമുള്ള ആളുകളെ. പല നാട്ടിലുണ്ട്, എല്ലാ സ്ഥലത്തുണ്ട്, ഒരുപാട് പ്രദേശങ്ങളിൽ. അല്ലാഹു സലാമത്താക്കുമാറാകട്ടെ, അല്ലാഹു സലാമത്താക്കുമാറാകട്ടെ. നിങ്ങളോട് ചെയ്യരുത് എന്ന് പറഞ്ഞ വൻപാപങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുന്ന പക്ഷം
നിങ്ങളുടെ മറ്റു പാപങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നേക്കും. വളരെ മനോഹരമായ സ്ഥാനത്തേക്ക് നിങ്ങളെ ഞാൻ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അതായത് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക്. വൻപാപങ്ങൾ വിടയണം. നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപഴകാൻ സാധ്യതയുള്ള വൻപാപം എന്ന് പറയുന്നത് ഇസ്ആഅത്തു ഇലൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് തിന്മ ചെയ്യല, മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്ന പദപ്രയോഗങ്ങൾ, അവരുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്നത്. നമ്മളൊരു പിതാവോ മാതാവോ ആകുമ്പോൾ മനസ്സിലാവും. ഈ ഇറങ്ങി ഓടുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഒന്നാമത്തെ തെറ്റവിടെ തുടങ്ങി. ഒന്നാമത്തെ തെറ്റ് സ്വന്തം ഉമ്മയും ആപ്പയും വിഷമിപ്പിച്ചു. പ്രേമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഓനെ തന്നെ കെട്ടണം. എന്താ പെണ്ണെ, ഇങ്ങനെയൊക്കെ ബുദ്ധിയില്ലാത്ത പണി നമ്മുടെ കുട്ടികൾ ചെയ്യാൻ പാടുണ്ടോ? ഉമ്മയോ വാപ്പയോ ഉപദേശം കൊടുക്കുമ്പോൾ സ്വീകരിക്കാൻ അവർക്ക് വയ്യ. അത് വീടിഷ്ടന്റെ ചോയ്സ്. നിനക്കെപ്പോഴാണ് ഇഷ്ടമുണ്ടായത്? എനിക്ക് നടക്കാൻ പറ്റാതെ കൈക്കുഞ്ഞായ നിന്നെ അന്നിന്ന് പാലങ്ങൾ വളർത്തിയതാണ് നിന്റെ ഉമ്മ. ഇതൊന്ന് മറന്നുപോയ പെൺകുട്ടി. ഇത് എന്റെ ഇഷ്ടം. എപ്പോഴാണ് നിന്റെ ഇഷ്ടത്തെ പറയാൻ മാത്രം നീ വളർന്നത്? എപ്പോഴാ? നിന്റെ ഉമ്മ നിന്നെ കഷ്ടപ്പെടുത്തി വളർത്തിയപ്പോഴാ? നിന്റെ വാപ്പ നിന്നെ കഷ്ടപ്പെടുത്തി വളർത്തിയപ്പോഴാ? എന്നിട്ട് പറയാൻ എന്റെ ഇഷ്ടത്തിന് ഞാൻ പോകുന്നു. ഇത് മുസ്ലിം പറയരുത്. മുസ്ലിം അല്ലാത്ത ഏതെങ്കിലും സൊസൈറ്റിയിൽ നടക്കുന്നുണ്ടോ? ഇറ്റ് ഡസന്റ് കൺസേൺ മീ. ഞാൻ അതിനെപ്പറ്റി ഒരു വിഷമം എനിക്കില്ല. അവരറിയാത്തവരാണ്. പക്ഷെ മുസ്ലിമുകളത് ചെയ്യരുത്, നമ്മുടെ മക്കളത് ചെയ്യരുത്. അവിടെ തെളിയുമ്പോൾ എങ്ങനെ ഒരു ജീവിതത്തിൽ ബർക്കത്തുണ്ടാവുക? അങ്ങനെ ഉറച്ചോട് ബാംഗ്ലൂരോ മൈസൂരോ ഡൽഹിയിലോ പോയി, ദുബൈയിലോ അവിടെ ഇവിടെ പോയി ഒരു കല്യാണം കഴിച്ചു. അള്ളാഹുവിന്റെ നാമത്തിൽ കയറി വരാൻ പറഞ്ഞതാ വിവാഹം. അള്ളാന്റെ നാമത്തിൽ തന്റെ വലിയ കുട്ടിയുടെ കാര്യസ്ഥനായോ അവരെ മുഖാന്തരം നിക്കാഹിന്റെ വചനം ചൊല്ലിയിട്ട് വേണം ജീവിതത്തിൽ ഹലാലാവാൻ, അന്യരായ രണ്ടാളുകൾക്ക് കൂടെ കിടക്കാൻ. അല്ലേ? ആദ്യം തന്നെ മലിനമാക്കി പ്രേമം കൊണ്ട്, പിന്നെ അവിടെ ബർക്കത്തുണ്ടാവോ? ആദ്യം അതിനെ മലിനമാക്കി. അള്ളാഹു പാടില്ലെന്ന് പറഞ്ഞിട്ട് ചെയ്തു. നിങ്ങൾ സംസാരിക്കുന്നു, കാണുന്നു, മെസ്സേജുകൾ കൈമാറുന്നു, മിസ്കോളടിക്കുന്നു, മിസ്സല്ലാത്ത ഗോളടിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ട് പിന്നെ ഒരു നിക്കാഹ് വേണമെന്നല്ലേ? ആദ്യമേ മലിനപ്പെടുത്തിയില്ലേ? അതിന്റെ ശുദ്ധത നഷ്ടപ്പെട്ടുപോയി. അതുകൊണ്ട് ഈ പ്രേമകല്യാണമൊക്കെ തകരുന്നത്. ചിരിക്കുമ്പോഴേക്കും കൂടെ വരുന്ന പെണ്ണാണെങ്കിൽ മറ്റൊരുത്തൻ ചിരിച്ചാണെന്ന് കൂടെ അവൾ പോയില്ലേ? ചെറുത്ത് കാണുന്ന പെണ്ണിന് ഭംഗിയുള്ള പെണ്ണ് എല്ലാവർക്കും തോന്നലേ പ്രേമിക്കാൻ. അങ്ങനെ ചെറുക്കുള്ള പെണ്ണിനൊക്കെ പ്രേമിച്ചു. അവർ പറഞ്ഞു ഇവൻ തന്നെ മതി, ഇവളെക്കാളും ഭംഗിയിലവനെ കാണുമ്പോൾ മറ്റോടൊപ്പം പോകുന്നില്ലേ? പോയിട്ടില്ലേ? പോയിക്കൊണ്ടിരിക്കുന്നില്ലേ? ഇതൊന്നും അള്ളാഹു വെച്ച പരിഹാരമല്ല. ഇങ്ങനെ കണ്ടതിരിക്കുന്നവർ ചിരിച്ചുകൊണ്ടേയിരിക്കും. കാലം മുഴുവൻ ഇവർക്ക് തന്നെയായിരിക്കും പണി. കുറെ കാലം ജീവിച്ചു അടുത്താളെ വേണം. അതിനാൽ നിക്കാഹ് ചൊല്ലി അള്ള പറഞ്ഞു പോയവാ. അത് വിജയിക്കാതിരിക്കാൻ മാതാപിതാക്കൾ ഗത്യപരമില്ലാതെ പറഞ്ഞിട്ട് മക്കൾക്ക് ബോധിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാലും അങ്ങനെ ഒരു മുസീബത്തും ബലാവുമെന്ന് പൊത്തുന്നു വിചാരിക്കുക. കൂടെ ജോലി ചെയ്തിട്ട് പഠിച്ചിട്ട് പ്ലസ് 2 കഴിഞ്ഞ് നമ്മൾ മക്കള് ഒരു ജോലി ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോഴാണ് ഈ പ്രേമകല്യാണങ്ങൾ തുടങ്ങുന്നത് ഗൾഫിൽ. അപ്പോഴാണ് ഇതൊക്കെ തുടങ്ങുന്നത്. പോക്കും വരവും കാണലും കൂടെ ജോലി ചെയ്യലും. ശരിക്കും ശ്രദ്ധിക്കണം. മക്കള് ബോധങ്ങളിൽ മാത്രം പോയാൽ മതി. 5 ദിവസങ്ങൾ ഉമ്മാക്കമാക്കാവ് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ ദീൻ അവിടെ കളഞ്ഞു കുടിച്ചു പോരരുത്. ദീൻ നഷ്ടപ്പെടുത്തരുത്. ചാരിത്രം നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ അഭിമാനം നിങ്ങളുടെ ചാരിത്രമാണ്. അത് തന്റെ നിക്കാഹ് ചെയ്ത ഭർത്താവിന്റെ കൂടെ, താൻ നിക്കാഹ് ചെയ്ത് ജീവിതത്തിലേക്ക് സ്വീകരിച്ച ഭാര്യയുടെ കൂടെ. ഇതല്ലാതെ ഒരു മുസ്ലിം ചിന്തിക്കാൻ പോലും പാടില്ല. ഇത്തരം വിഷയങ്ങളിൽ ആദ്യം ചെയ്ത കുറ്റം വൻപാപമാണ്. സ്വന്തം ഉമ്മയും മാപ്പയും വിഷമിപ്പിച്ചു. ഇതെന്താണ്? മേജർ സിൻസ്. അള്ളാഹുവിന് മുമ്പിൽ കരഞ്ഞ് തലകുനിച്ച് റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് മാപ്പ് ചോദിച്ചാലെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കൂലാണ്. അതാണ് വൻപാപം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഈ സംഭവങ്ങളൊക്കെ തകരുന്നത് ആദ്യം ഉമ്മാന്റെയും അപ്പാന്റെയും മനസ്സ് വേദനിപ്പിച്ചിട്ട് ഈ പ്രേമകല്യാണങ്ങളൊക്കെ നടക്കുന്നത്. ഗത്യന്തരില്ലാതെ കെട്ടിച്ചു കൊടുക്കാൻ. സുബ്ഹാനല്ലാഹ്. പിന്നെ എങ്ങനെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവും? അതുകൊണ്ട് നിക്കാഹ് പോലും കഴിയാത്ത എൻഗേജ്മെന്റ് കഴിഞ്ഞ ചെറുപ്പക്കാർ ഭാര്യമാരോട് സംസാരിക്കാൻ നിൽക്കരുത്. അവർക്ക് അനുവദനീയമല്ല. എൻഗേജ്മെന്റ് കഴിഞ്ഞ നിന്റെ ഭാര്യയായിട്ടില്ല, അവർക്ക് വേറെ നിക്കാഹ് ചെയ്ത് കൂടെ പോകാം. നിന്റെ ഭാര്യയാവുന്നത് നിക്കാഹ് ചൊല്ലുമ്പോഴാണ്. പർസോനെ നിക്കാഹ് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് തീരുമാനിച്ചത്. ഒരു വിഷയം വേണ്ട, ഞാനൊരു സീക്രട്ട് പറഞ്ഞുതരാം, ഒരു സ്വകാര്യം. എന്റെ അമ്മോശനോട് പറയാം. മോശം വർത്താൻ പറയാലോ പുതിയാപ്പിളക്ക്. പുതിയാപ്പിള അയച്ചില്ല, പ്രതിഷ്ഠിത വരൻ. അമ്മോശനാക്കനോട് പറയാം, ഒരു കാര്യം ചെയ്യാം, നിക്കാഹ് ഒരു കൊല്ലം ഞങ്ങൾക്ക് എന്തായാലും വർത്താൻ പറയാതിരിക്കാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ നിക്കാഹിന് ചൊല്ലിത്തരി.
നിന്റെ മോളെ നിങ്ങൾക്ക് ഞാൻ നിന്നെ മഹറിന് കല്യാണം കഴിച്ചെന്നു, ഞാനത് സ്വീകരിച്ചു എന്നും പറയാം. നിക്കാഹായല്ലോ. പിന്നെ നിക്കാഹിന്റെ ചടങ്ങ് ഉസ്താദിനെയും സംഘന്മാരെയൊക്കെ വിളിച്ചിട്ട് നമുക്ക് പിന്നെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഇതൊരു കൊല്ലം വരെ പിടിച്ചേക്കാൻ പറ്റില്ല. അത് നിങ്ങൾ സ്വകാര്യമായിട്ട് നിക്കാഹ് പറഞ്ഞൊരു ഫോണിൽ ആയിക്കോട്ടെ, നിങ്ങളോട് കബൂലും ചെയ്ത് ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞു, ഈ നിങ്ങൾ വർത്താനം പറഞ്ഞു. സാക്ഷി നിങ്ങൾ ഉണ്ടാക്കിക്കോ. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന് അതിന്റെ സാക്ഷ്യം കിട്ടണമെങ്കിൽ നിക്കാഹിന്റെ വചനം പുതിയാപ്പിള ചൊല്ലിയേ പറ്റൂ. കോടതിന് മുമ്പിൽ എത്തുമ്പോഴാണ് സാക്ഷിയുടെ വിഷയം. അല്ലാതെ ഈ നിക്കാഹ് നടക്കും. അങ്ങാടിന് പറഞ്ഞു മക്കളെ കല്യാണം കഴിച്ചെന്നു, ഞാൻ സ്വീകരിച്ചു. എത്ര സംഭവം ഉണ്ടായിരുന്നു ചരിത്രത്തിൽ. പക്ഷെ ഒരു വിഷയം ലീഗൽ അതിന്റെ ഫോർമാലിറ്റിക്ക് വേണ്ടി സാക്ഷികൾ വേണ്ടിവരും. ഇല്ലെങ്കിൽ നിക്കാഹ് നടക്കും. അപ്പൊ അത് സ്വകാര്യമായിട്ട് അമ്മാഷനോട് പറഞ്ഞുതരാൻ പറയാം. ഒന്ന് നിങ്ങൾ പറഞ്ഞുതരി, നമ്മൾ രണ്ടാളും മാത്രം അറിഞ്ഞാൽ മതി, ആയിക്കോട്ടെ. സംഗതി ഹലാലാവൂടെ വർത്താനം പറയല്. പിന്നെ നിക്കാഹിന്റെ ചടങ്ങ് പിന്നെ ചെയ്തോ, ഇൻഷാ അല്ലാഹ്. നിക്കാഹ് നീട്ടിക്കൊണ്ടുവരുത്. നിക്കാഹ് ചെയ്തിട്ട് പിന്നെ കല്യാണം നീട്ടിയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് വർത്താനം പറയാം, കൂടെ ജീവിക്കാം, നിങ്ങൾക്ക് ടൂർ പോകാം, ഒരു കുഴപ്പമില്ല. നിക്കാഹ് ചെയ്താൽ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടൊന്നും റെസ്റ്റോറന്റ് കൊണ്ടുനടക്കാൻ വെച്ചില്ല. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട് കൊണ്ടെടുക്കുന്നു. പെരുന്നാക്കോർന്ന് കൊണ്ടെടുത്തവർക്ക് എന്ത് അവകാശം? അവൾ അന്യ പെണ്ണാണ്. നിക്കാഹ് ചെയ്യാത്ത പെണ്ണിനെ പുറത്തേനെ കൊണ്ടുവരാ. അങ്ങനെയൊക്കെ പിന്നീട് നിക്കാഹ് നടന്നാൽ ഈ പവിത്രത നഷ്ടപ്പെട്ടില്ലേ? പവിത്രത കളഞ്ഞു കുളിച്ചില്ലേ? പിന്നെ ബർക്കത്തുണ്ടാവില്ല ജീവിതത്തിൽ. ഒന്നുപോയ തെറ്റുകളൊക്കെ അല്ലാഹു മാപ്പാക്കി പെരുമാറാകട്ടെ. നിങ്ങളോട് ചെയ്യരുതെന്ന് പറഞ്ഞ വൻപാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കുന്ന പക്ഷം, വൻപാപത്തിൽ നമ്മൾ ചെന്നുപെടുന്ന വൻപാപം മാതാപിതാക്കളെ വിഷമിപ്പിക്കലാണ്. വല്ല പ്രശ്നങ്ങളും മാതാപിതാക്കളായിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തീർത്തേക്കണം. അമുസ്ലിമാണ് ഉമ്മയും വാപ്പയുമെങ്കിൽ പോലും, അല്ലെ, അമുസ്ലിമാണെങ്കിൽ പോലും അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഒരു മസ്അല ചോദിക്കാൻ വന്നതാ. നബിയെ ഒരു വിഷയം ചോദിച്ചു. അപ്പോഴെന്തവരുടെ ഉമ്മ റൂമാൻ അന്ന് മുസ്ലിമല്ല, ഉമ്മ റൂമാൻ വന്ന് വിളിക്കുന്നുണ്ട്. ഇതിനൊക്കെ ചോദിച്ചു, ആരാ വിളിക്കണം? എന്റെ ഉമ്മയാ നബിയെ. ഉമ്മാക്ക് ഉത്തരം കൊടുക്കണില്ലേ? ഉമ്മ മുസ്ലിമല്ലല്ലോ. അസ്മാ ഉമ്മാക്ക് പോയി ഉത്തരം കൊടുക്കും, എന്നിട്ട് വരും എന്ന് പറഞ്ഞു. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകള് മുസ്ലിമാണ്, കലിമ ചൊല്ലി ഷഹാദത്ത് ചൊല്ലിയ മുസ്ലിമത്താണ്. പക്ഷെ ഉമ്മ മുസ്ലിമത്തല്ല, ബഹുദൈവാരാധന ചെയ്യുന്നവണ്ണായിരുന്നു അന്ന്. പക്ഷേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, ഇന്നല്ലേ വിളിക്കുന്നത്, ഉമ്മാക്ക് പോയി ഉത്തരം കൊടുക്കും. ഇതാണ് ദീൻ, ഇതാണ് ദീൻ. പിന്നെ നമ്മുടെ ഉമ്മയും വാപ്പ എന്ത് വെല്ലുവിളിയാലും അന്റെ നിസ്കരിക്കണില്ലേ? എന്റെ വാപ്പ നിസ്കരിക്കണില്ല, ആയിക്കോട്ടെ. വാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിച്ച ആളല്ലേ? ഉണ്ടോ അല്ലേ എന്നറിയില്ല, ആയിക്കോട്ടെ. ഉമ്മാന്റെയും ഉപ്പാന്റെയും ഉമ്മയും വാപ്പയും മുസ്ലിമല്ലേ? രണ്ടാളും ഓർപ്പില്ല. ഉമ്മയോ വാപ്പയോ മുസ്ലിമാണ്. എന്നാ വാപ്പ മുസ്ലിം തന്നെ, അത്ര മതി. ഉമ്മയോ വാപ്പയോ ഒരാൾ മുസ്ലിമായാൽ കുട്ടി ഈസ് മുസ്ലിം ബൈ ഡിഫോൾട്ട്. ഇതാണ് ഇസ്ലാം. ചില രാജ്യങ്ങളിൽ വാപ്പാന്റെ മത കുട്ടിക്കെന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലാമിന്റെ നിയമം ഉമ്മയോ വാപ്പയോ ഒരാൾ മുസ്ലിമായാൽ ജനിക്കുന്ന കുട്ടി മുസ്ലിമായ കുട്ടിയാണെന്നാണ്. നിസ്കരിച്ചില്ല എന്ന് വിചാരിക്കും, എന്നാലും മുസ്ലിം തന്നെയാണ്. അവന്റെ ഹിസാബ് അല്ലാഹു വെച്ചാണ്. വലിയായിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നിഷേധിച്ചിട്ടില്ലല്ലോ, യുക്തിവാദം നിരീശ്വരവാദം പറഞ്ഞിട്ടില്ലല്ലോ, അള്ളാന്റെ റസൂലല്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതിലൊക്കെ വിശ്വാസമൊക്കെ നിസ്കാരം മുമ്പൊന്നുമില്ല. എന്നാലും മുസ്ലിം തന്നെ മരിച്ച മുസ്ലിമിന്റെ ഖബർസ്ഥാനിലെ കൊണ്ടുപോയി കിടത്തേണ്ടത്. അപ്പൊ മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന വിഷയമല്ല. മാതാപിതാക്കളോട് ഉപകാരം, അവർക്ക് നന്മ ചെയ്തേ പറ്റൂ. ബിർറു ആബാഅക്കും തബുറുക്കും അബ്നാഅക്കും. നിങ്ങൾ നിങ്ങളുടെ ഉമ്മാനെ വാപ്പാനെ നോക്കിയാൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെ നോക്കും. തൈഫുലക്കും അസ്വാജക്കും. നിങ്ങൾ വ്യഭിചരിക്കാൻ പോവല്ല, നിങ്ങൾ എന്റെ പെണ്ണുങ്ങളെ നോക്കാൻ പോകരുത്. നിങ്ങളുടെ പോകില്ല. ആര് പറഞ്ഞു? മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. അടുത്തത് കച്ചവടക്കാർക്കുള്ളതാണ്. കച്ചവട സ്ഥാപനവുമായി ജോലി ചെയ്യുന്നവരെന്ന് കൈപൊക്കിയാണ്. കച്ചവടമാണ്, ഒരു ഷോപ്പിലാണ്, ഒരു സ്ഥാപനത്തിലാണ്, വിൽപ്പനയാണ് ജോലി. അങ്ങനത്തെ ഒരു കൈപൊക്കി. ഞാൻ വയലല്ല, അതുകൊണ്ട് ഞാൻ കൈപൊക്കണില്ല. കച്ചവടം ആകെ എത്ര ആൾക്കാരുള്ളൂ? ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്. കച്ചവടക്കാർക്കുള്ളൊരു വിഷമം എന്ന് വെച്ചാൽ കച്ചവടം തീർന്നിട്ട് വേദാക്കാൻ വരാൻ കഴിയില്ല. അതാണ് കുറെ പ്രയാസം ഉണ്ടാവും.
കാരണം അവർക്ക് സ്ഥാപനം തുറന്നിട്ട് പോരാൻ പറ്റുമോ? അത് പറ്റില്ല. ആഗ്രഹം ഉണ്ടാവും, റബ്ബെ പറ്റിയെങ്കിലൊന്ന് പോകായിരുന്നു, നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അള്ളാഹു നീയത്തിന് അവർക്ക് കൂലി കൊടുക്കുമാറാകട്ടെ. ഒരു കുഴപ്പമില്ല. അങ്ങനെയാണ് എല്ലാവരും അതൊക്കെ നടന്നാൽ ടൗൺ കാലിയാവില്ലേ? അത് വേണ്ട, കാര്യങ്ങളൊക്കെ നടക്കണം. പിന്നെ അള്ളാഹു മറ്റു പല വഴി തന്നിട്ടില്ലേ, കേൾക്കാനൊക്കെ അറിയാനും പല മീഡിയകൾ തന്നിട്ടുണ്ട്. അതിലൂടെയൊക്കെ ഉപകാരപ്പെടുത്തന്നെ. വന്നിരുന്ന് കേൾക്കാനൊന്നും എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല. കച്ചവടക്കാർ, ഈ കച്ചവട സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്നവർക്ക് സത്യസന്ധമായി ജോലി ചെയ്താൽ അമ്പിയാക്കന്മാരുടെ കൂടെയാണെന്നാ. സുബ്ഹാനല്ലാഹ്. വെറും സ്വർഗ്ഗല്ല കിട്ടണം, അമ്പിയ VIP ലോഞ്ചിലാ കിടക്കുക. സുബ്ഹാനല്ലാഹ്. അമ്പിയാന്റെ കൂടെയാ കച്ചവടക്കാർ, സത്യസന്ധന്മാർ, നുണ പറയാതെ കച്ചവടം ചെയ്യുന്നവർ. അവിടെയാണ് ചെറിയ വിഷയം അല്ലേ? ആ നുണ പറയാന്ന് പറഞ്ഞാൽ ഏത് സ്റ്റിക്കർമേലാകാം നുണ, അവന്റെ സ്ഥാപനത്തിന്റെ പേരിലാവാം, അവൻ പറയുന്ന പൈസയിലാവാം നുണ, അവന്റെ ലാഭം നഷ്ടം പറയുന്ന വർത്താനത്തിലാവാം നുണ, എന്തുമാവാം. നുണ പറയാതെ കച്ചവടം ചെയ്താൽ, വഞ്ചനയില്ലാതെ കച്ചവടം ചെയ്താൽ സ്വർഗം നല്ല അമ്പിയാന്റെ കൂടെ VIP ലോഞ്ചിലാന്ന് പറയാൻ കാരണം. ബിസിനസ്, ഫസ്റ്റ് ക്ലാസ്സോ ബിസിനസ്സോ പേൾ ബിസിനസ്സോ എന്തോ ആയിക്കോട്ടെ, യാ അള്ളാഹ്, നാളെ സ്വർഗ്ഗലോകത്തെ ക്ലാസ്സുകൾ എന്താണെന്ന് നമുക്കറിയില്ല. അവിടെ റബ്ബേ അമ്പിയാന്റെ കൂടെ ജന്നത്തുൽ ഫിർദൗസിൽ. ഇത് കച്ചവടക്കാർക്കാണ് പറഞ്ഞത്. അതിനുള്ള ഭാഗ്യം നമ്മുടെ കച്ചവടക്കാർക്ക് കിട്ടണം. ഈ ഹദീസ് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അദ്ഖലല്ലാഹു അസ്സ വജല്ല റജുലൻ كان سهلا مشتريا وبائعا وقاضيا ومقتضيا الجنة. أدخل الله عز وجل رجلا ഒരാളെ الجنة, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു. കാന സഹ്ലൻ, വാങ്ങുമ്പോൾ സഹ്ലൻ, വളരെ എളുപ്പമായിട്ട് ഈസിയായിട്ട് വാങ്ങുന്നവൻ. മുസ്തരിയൻ വബായിൻ, വിൽക്കുമ്പോഴും വളരെ ഈസി ആയിട്ടാണ് വിൽക്കുക. വഖാദിയൻ വമുഖ്തമിയൻ, കടം വീട്ടുമ്പോഴും കടം ചോദിക്കുമ്പോഴും സഹലിൽ, വളരെ സോഫ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന കച്ചവടക്കാർ. അങ്ങനത്തെ ആളുകൾ റബ്ബ് സ്വർഗ്ഗത്തിൽ കടത്തുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാങ്ങിക്കുമ്പോൾ ചില കസ്റ്റമറെ കാണുമ്പോഴേക്കും ചിലർ ഷട്ടറടിച്ചു കൂടും. ഇയാൾ വന്നതിന്റെ നേരം മുഴുവൻ പോവുകയും ചെയ്യും, ഒന്നിട്ട് വാങ്ങൂല്ല, ഇടങ്ങാറാക്കുന്നു. ഇതെത്ര, അപ്പൊ മറ്റേതോ ഇതൊക്കെ പാടെ വില വെച്ചപ്പോൾ ആകെ പോണത് 200 റുപ്യന്റെ നോക്കിയൊക്കെ കയറാം. എന്നാ പഠിച്ചാൽ പൊന്ന സഹോദരൻ ആദ്യം ഇതൊക്കെ നോക്കിയാൽ പോരെ, ഇതൊക്കെ പറയിപ്പിച്ച മനുഷ്യന്മാരുടെ ഇങ്ങനെ കച്ചവടക്കാരെ സമയം കളയാൻ പോണവരുണ്ടാവും. നമ്മൾ എന്താ വാങ്ങിക്കാൻ പോണത്, അത് കൃത്യമായി മനസ്സിലൊന്ന് നിയ്യത്ത് ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാൻ. ആരുടെയും സമയം വെറുതെ കളയരുത്. വെറുതെ ഫോൺ വെച്ചിട്ട് സമയം കളയരുത്. ആവശ്യമില്ലാതെ പിന്നെന്താ വെക്കണം ഫോൺ ദയവ് ചെയ്തിട്ട് ആർക്കും ചെയ്യരുത്. സമയം മനുഷ്യന്മാർക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുണ്ട്. വെറുതെ വിളിച്ചിട്ട് ഒരു കാര്യം ആവശ്യങ്ങൾ പറയാൻ നിർത്തുക. അൽഹംദുലില്ലാഹ്, സലാം പറയും, സലാം നിർത്തുക. അൽഹംദുലില്ലാഹ്, സ്കൈപ്പൊക്കെ ഉണ്ടിച്ചിട്ട് പറയുന്നേ, അങ്ങനെ പറഞ്ഞത് പറയുന്നത് സമയം കളയാ. കച്ചവടക്കാർക്ക് ഭയങ്കര ചില കസ്റ്റമേഴ്സിനെ കണ്ട മൂത്ത് നോക്കിയാൽ മനസ്സിലാവും, നാഷണാലിറ്റി കണ്ടാൽ മനസ്സിലാവും ഇത് വാങ്ങാനുള്ള വരവല്ല ചോദിച്ചാ. സുബ്ഹാനല്ലാഹ്, കണ്ടില്ലേ? അങ്ങനത്തെ ഒരു അതിൽ പഠിക്കാനുള്ള പാഠം ഈ വന്ന കസ്റ്റമർ പോലെ നമ്മൾ ആവരുത്. അതാ അതിൽ കിട്ടേണ്ട പാഠം. ഇതിനെപ്പറ്റി ഇങ്ങനെ വിചാരിക്കരുത് കച്ചവടക്കാരൻ. വിൽക്കുന്നവരങ്ങനെ ഉണ്ടാവും, ഇടങ്ങറാക്കുന്നവരുണ്ടാവും. കടം കൊടുക്കുമ്പോഴും കടം വാങ്ങുമ്പോഴും കടം തരാണ്. ഇവിടുത്തെ കടം കിട്ടുമ്പോഴേ കിട്ടിപ്പോരാ ഇച്ചിരി പാടാട്ടാ. അല്ലാ, നാളെ വാ, നാളെ ചെന്നു. ഇപ്പൊ അർജന്റ് പോവാണ്, മറ്റന്നാൾ ചെന്നു. യാ റബ്ബേ, ഇങ്ങനെ 10 നടത്തിയപ്പോൾ തരും. ഇത് തന്നാൽ ഡേറ്റ് ആവണില്ല, ഒരാഴ്ച മുമ്പ് വിളി തുടങ്ങും. അല്ല, ആയിട്ടില്ലല്ലോ, ഒരാഴ്ച ഉണ്ടല്ലോ, എന്നാലും ഉറപ്പിക്കാൻ വിളിച്ചതാണ്. പിറ്റേന്ന് പിന്നെയും വിളിക്കും, അല്ലെങ്കിൽ 5 ദിവസമല്ലേ ഉള്ളൂ. ഇങ്ങനെ ഇടങ്ങേറാക്കി കടം തരുന്നവര്, ഇവരൊന്നും അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. കടം തിരിച്ചു കൊടുക്കുന്നവരും സഹലൻ, എളുപ്പത്തിൽ 100,000 വട്ടം ചോദിക്കണം. എത്ര ആളുകളുണ്ടെന്ന കടം കിട്ട് തരാനുണ്ട്, വാങ്ങിച്ച് തിരിച്ചു കിട്ടണം, ഇയാളുടെ ഹക്കാണ്. എത്ര വലിയ മുതലാളിയായിക്കോട്ടെ, നിങ്ങൾ കടം വാങ്ങിച്ചതാണോ തിരിച്ചു കൊടുത്തേ പറ്റൂ. വാപ്പാന്റെ അടുത്ത് കടം വാങ്ങിച്ചാൽ മകൻ തിരിച്ചു കൊടുക്കണമെന്നാണ്. വാപ്പയല്ലേ, വാപ്പാന്റെ പിന്നെ കൊടുക്കാം, അല്ലല്ല, വാപ്പാന്റെ ആദ്യം കൊടുക്കേണ്ടത്. വാപ്പ കടം തന്നതാണെങ്കിൽ വാപ്പ പറഞ്ഞു കൊടുത്ത മോനെ കുഴപ്പമില്ല, വാപ്പ കടം തന്നതാണ്, വാപ്പയുടെ കടമാണ് ആദ്യം കിട്ടേണ്ടത്. വാപ്പയുടെയും ഉമ്മയുടെയും കടമാണ് ആദ്യം കിട്ടേണ്ടത്. അവര് കടം തന്നതാണെങ്കിൽ അവർ വെറുതെ തന്നു, അൽഹംദുലില്ലാഹ്. കടം തിരിച്ചു കൊടുക്കുക. എന്നിട്ട് നാണക്കേട് കൊണ്ട് സ്വന്തം കിട്ടേണ്ട പൈസ ഒഴിവാക്കി കൊടുത്ത ആളുകൾ ഈ സദസ്സിലുണ്ട്, എനിക്കറിയാം.
കിട്ടാനുണ്ട്. കിട്ടുന്നു തോന്നുന്നില്ല ഉസ്താദേ, ഞാൻ വിട്ടുകളയാണ്. ദുബൈയില് പരിചയമുള്ളൊരു ബിസിനസ്സുകാരുണ്ടായിരുന്നു, 5 മില്യൺ ഒരു ഇറാനി പറ്റിച്ചു പോയതാ. കുറെ അന്വേഷിച്ചാണെന്ന് ഉസ്താദേ. പിന്നാൾ ഫോൺ എടുക്കാതെയായി, പിന്നാൾ ഇവിടുന്ന് വിട്ടുന്നായി. ഇനിയിപ്പോ മഷറിക്ക് വിടുകയാണ്. 5 മില്യൺ ദിർഹം. യാ അല്ലാഹ്, ഞാൻ അന്തം വിട്ടുപോയി. പടച്ച റബ്ബേ, 5 മില്യൺ റുപ്യാണ് നമുക്ക് എന്നാ തന്നെ വലിയ സംഖ്യ. 5 മില്യൺ ദിർഹം. മനുഷ്യന്മാരെ പറ്റിച്ചു പോവുക. എങ്ങോട്ടതൊക്കെ കൊണ്ടുപോയി വെക്കണത്? സ്വന്തം വാപ്പാന്റെ മുതൽ കിട്ടാൻ വേണ്ടി വാപ്പയെ കൊല്ലുന്ന മക്കള് അല്ലെ? സുബ്ഹാനല്ലാഹ്. സ്വന്തം മക്കള് വാപ്പാനെ മാക്കി കിടത്തി കൊല്ലുക, എന്നിട്ട് കൊണ്ടുപോയി ഡംപ് ചെയ്യുക മൈസൂരിന്റെ പുഴയില്. സ്വന്തം മക്കളെ വാപ്പാന്റെ സ്വത്ത് കിട്ടാൻ. യാ അല്ലാഹ്, ഇങ്ങനത്തെ മക്കളും നമ്മളെ മക്കളും നായിപ്പോകാതെ അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. മുതലുള്ളവരൊക്കെ പേടിക്കണം, അസൂയക്കാരുണ്ടാവും. ഈ മുതൽ എങ്ങനെയാണ് കൈക്കലാക്കാൻ കണ്ണുമിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും. നാസ് മോദിയിട്ട് പ്രൊട്ടക്ഷൻ സ്വീകരിക്കണം എന്നാണ്, ആപത്തുകൾ വരാതിരിക്കാൻ. കടം വാങ്ങുമ്പോഴും കടം കൊടുക്കുമ്പോഴും കടം തിരിച്ചു കൊടുക്കുമ്പോഴും മാന്യമായിട്ട് ചെയ്യുന്നവർ, വിൽപ്പന മാന്യമായിട്ട് വിൽക്കുന്നവർ, വാങ്ങിക്കുമ്പോഴും മാന്യമായിട്ട് വാങ്ങിക്കുന്നവർ, അത്തരക്കാർക്ക് സ്വർഗമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസ്, അന്ന റജുലൻ മാത ഫദഖലൽ ജന്ന, ഒരാൾ സ്വർഗ്ഗത്തിൽ കടന്നു. സംഭവിക്കാൻ പോകുന്നത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് അല്ലാഹു അറിയിച്ചു കൊടുക്കും, നമുക്ക് പഠിപ്പിച്ചു തരാൻ. സ്വർഗ്ഗത്തിൽ ചെന്നപ്പോൾ ഓരോരുത്തർ ചോദിച്ചു, മാ കുൻത തഅമൽ, നിങ്ങൾ എന്തിപ്പോ ചെയ്തിരുന്നത്? സ്വർഗ്ഗത്തിലെത്തിയ ചോദ്യമുണ്ടോ? നമ്മൾ ചോദിക്കൂലേ? ഒരു കമ്പനിക്ക് പുതിയ ആൾ വന്നു, അല്ല നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയത്? ഞാൻ കൊച്ചിന്ന് റിക്രൂട്ട്മെന്റ്. നിങ്ങളോ? എന്റെ അളാപ്പോടുണ്ട്. അപ്പൊ നിങ്ങളോ? അങ്ങനെ വരുന്നവരോടൊക്കെ ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഈ ചോദ്യം സ്വർഗ്ഗത്തെ ചോദിക്കുന്ന. എങ്ങനെ പോന്നു? ഞാൻ നല്ല നോമ്പ് വെച്ചിരുന്നു, അൽഹംദുലില്ലാഹ്. നിങ്ങളോ? ഞാൻ ഹജ്ജ് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്ത്. നിങ്ങളോ? ഞാൻ കുറെ സ്വകാര്യമായി സ്വതക്ക ചെയ്തിരുന്നു, അള്ളാഹു അതൊക്കെ സ്വീകരിച്ചു. നിങ്ങളോ? ഞാൻ സ്വലാത്തും ദിക്റിന്റെ മജലിസിലൊക്കെ പോയി അള്ളാഹുവിന്റെ ദ്വാരക്കാരുണ്ടായിരുന്നു, അമലൊന്നുമില്ല. കുറെ നല്ല മനുഷ്യന്മാരുടെ കൂടെ ആമീൻ പറഞ്ഞപ്പോ എന്റെ കാര്യമൊക്കെ അള്ളാഹ് സാധിപ്പിച്ചു. അള്ളാഹ് ചോദ്യങ്ങൾ ഉണ്ടാവുന്ന ഫഖീലല, ഇയാളോട് ചോദിച്ചു, മാ കുൻത തഅമൽ, എന്തെങ്കിലും ചെയ്തിരുന്നത്? ഇന്നി കുൻതു ഉബായിഉൻ നാസ്, ഞാൻ ജനങ്ങൾക്ക് വിൽക്കുന്ന ആളായിരുന്നു, കച്ചവടം ചെയ്യുന്ന ആളായിരുന്നു. ഫകുൻതു അൻദുറുൽ മുഅ്സിർ, കഷ്ടപ്പാടുന്ന ആളെ ഞാൻ നോക്കുമ്പോ, വഅതദവ്വജു ഫി സിക്ക ഔ ഫി നഖദ്, ഞാൻ വളരെ പാവപ്പെട്ട ആളാണ്, മൂപ്പരോട് ഇത്ര ലാഭം എടുക്കണ്ട, മൂപ്പര് കുറച്ചു കൊടുക്കാം, ഇത് ഞാൻ ചെയ്യുമായിരുന്നു. ഫഗഫറലി, അങ്ങനെ എനിക്ക് അല്ലാഹു പുറത്തു വന്നതാണെന്ന് ഈ മനുഷ്യൻ പറഞ്ഞുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാവപ്പെട്ടാണ്, ചില്ലറിൽ എണ്ണ വേണ്ട സാരല്ല. ഈ സാരല്ല എന്ന് പറയുന്നത് ഭയങ്കര വിഷയമാണ്. ഗ്രോസറി കയറുമ്പോഴേക്ക് എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു, ഒരു ദിർഹം ചേഞ്ചില്ല, അതിന് പിന്നെ വരുമ്പോൾ തന്നാൽ മതി. ഞാൻ ഇപ്പൊ പറയും, പിന്നെ വരുമ്പോൾ തരേണ്ട ഓർമ്മ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇപ്പൊ പൊരുത്തപ്പെട്ടായിരുന്നു, മറന്നുപോയ പൊരുത്തപ്പെട്ടു. ഈ ഓർത്തുണ്ട് ഒന്നും വേണ്ടാന്ന് പറയാം, 50 പൈസന്റെ വിഷയമാണ്, വേണ്ടാന്ന് പറഞ്ഞ് എന്തോ റാഹത്തിൽ പോരാ. ഇത് പിന്നെ തരണട്ടോ എന്ന് പറഞ്ഞ ബാധ്യതയാണ്. പിന്നെ നമ്മൾ ഓർത്തെടുത്ത് കൊണ്ടുകൊടുക്കുന്നത് വേണം. കാരണം ആളുകൾക്ക് ഇത് എല്ലാവരോടും വേണ്ടാന്ന് അവന്റെ മൊത്തം ലാഭം പോകുക ദിവസത്തെ. അതുകൊണ്ട് എല്ലാവരോടും വേണ്ട പറയാൻ പറ്റൂല. നിങ്ങൾ തരണം എന്നായിരിക്കും പറയാം. അവരുടെ അവകാശമാണ്, അവർക്ക് ചോദിക്കാം. പക്ഷേ ഇത് നമ്മൾ പേടിക്കണം. അങ്ങനെ അവൻ പറഞ്ഞിട്ടുണ്ടോ, ആ 1 റുപ്യ കൊടുത്തേ പറ്റൂ. അല്ലേ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു 3 ദിർഹം കൂടെ കൊടുക്കാണ്ട് ഏതോ ഒരു കട ഞാൻ മറന്നുപോയി. ഒരു ബാർബർ ഷോപ്പിലാണ്, ഗവൺമെന്റ് മറന്നുപോയിട്ടുണ്ട്. യാ അടച്ചവനെ, പിന്നെ തരാന്ന് പറഞ്ഞു പോന്നാണ്, അന്ന് ചില്ലറുണ്ടായില്ല. യാ അല്ലാ, കാരണം അങ്ങനെ പറഞ്ഞു പോന്നാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കച്ചവടക്കാരെന്താ പറയേണ്ടത്? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ തന്നേക്കണം കേട്ടോ, ഇല്ലെങ്കിൽ സാരല്ലാണ്. അത് വളവാക്കി എടുക്കരുത്. ആരോടെ പറയണ വെച്ചാൽ അവര് കൊണ്ടുകൊടുക്കണം. അതുകൊണ്ടൊക്കെ വിഷമം. ഇത് പറയാൻ നിന്ന് ഇതിനായിട്ട് വെക്കൂല. എല്ലാവരും ചില്ലറ പോക്കറ്റിന്റെ ബസ്സേരോട് പറയില്ല, ചില്ലറില്ല, എവിടെ ചില്ലറ ഉണ്ടാവും, കൊടുക്കൂല. അപ്പൊ ബസ്സേർ അതിനും വലിയ വളവ് കേട്ടോ, 500 പോയിട്ട് നടക്കും. ഇറങ്ങുമ്പോൾ ചോദിക്കിട്ട, ഇറങ്ങുമ്പോൾ അങ്ങനെ അടുത്ത ബസ് ഇറങ്ങി ഓടാണ്, 500 രൂപ പോയി. പടച്ചവനെ, ബാക്കിയും പോയി. ആ ചില്ലറ കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര പോകേണ്ടിവരുന്നു? എത്ര ഇങ്ങനെ പർപ്പസ്ലി മനഃപൂർവ്വം ചെയ്യുന്ന കണ്ടക്ടർമാരുണ്ട്. മറക്കുറപ്പല്ലേ കണ്ണൂരിന് ബസ് വരെ കോഴിക്കോട്ടേക്ക്, അവിടെ എത്തുമ്പോഴേക്കും ഉറക്കൊക്കെ എണീറ്റ് നിൽക്കുമ്പോഴേക്കും അടുത്ത ബസ് തൃശ്ശൂർ ബസ് എപ്പോഴാ ചാടി ഓടുമ്പോഴേക്ക് പടച്ചോനെ എന്റെ 500 ബാക്കി തരാന്ന് പറഞ്ഞ കണ്ടക്ടർ തന്നിട്ടില്ലല്ലോ. ഓര് ചോദിച്ചാലല്ലാതെ തരൂല്ല. ഇങ്ങനത്തെ കണ്ടക്ടർമാരുണ്ട്, വളവന്മാര്. യാ അല്ലാഹ്, ഇതൊക്കെ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുന്ന ഒരവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കുന്നത്. പച്ച ഹറാമ് തെറ്റിപ്പിക്കുന്നതേ, ആൾക്കാരെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, അതൊരു നല്ല കാര്യമാണ്. ജനങ്ങൾക്ക് ഞാൻ കച്ചവടം ചെയ്യുമായിരുന്നു. പാവപ്പെട്ട ആളെ ഞാൻ കാണുമ്പോ മൂപ്പർക്ക് സാരല്ല, കുറച്ച് കൊടുക്കുക, ഇങ്ങനെ ഞാൻ ചെയ്യുമായിരുന്നു. സുബ്ഹാനല്ലാഹ്.
അത് സാധനത്തിൽ കുറച്ച് ഏറെ കൊടുക്കും, അല്ലെങ്കിൽ പൈസയിലേക്ക് കുറച്ചു കൊടുക്കും. ഫഗുഫിറ ലഹ്, അങ്ങനെ അള്ളാഹുവിനക്ക് പുറത്തു നിന്നതാണെന്ന് ഈ മനുഷ്യനോട് ഈ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിമിലുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റും. കച്ചവടക്കാർക്ക് അങ്ങനെ കുറച്ച് നിയമത്തിലൂടെ എന്ത് ചെയ്യാം? സ്വർഗമായി കുറച്ച് ലാഭം കിട്ടും, 1 ദിർഹം കിട്ടും ലാഭം. പക്ഷെ ഇതിന് പകരം സ്വർഗമാണെങ്കിലോ? അള്ളാഹു സഹായിക്കുമാറാകട്ടെ. പിന്നെ റസൂലുള്ളാഹി പറയാം, ജനങ്ങളോട് ചോദിക്കേണ്ടത് നിർത്തുക. ജനങ്ങളോട് ചോദിക്കരുത്. മൻ യക്ഫുലു ലി അൻ യസ്അല الناس അല്ലാ യസ്അല الناس ശൈഅൻ അതകഫലു ലഹുൽ ജന്ന. ഇതൊക്കെ ഇപ്പോൾ വാദവരനോട് വരെ പറയേണ്ട ഹദീസാണിത്. മൻ യതകഫലു ലി അല്ലാ യസ്അല الناس ശൈഅ, മനുഷ്യന്മാരോട് ചോദിക്കരുത്. ജോലി ചെയ്യാൻ ഒരു മനുഷ്യൻ അധ്വാനിക്കുന്ന മനുഷ്യനാണ്, അയാൾക്ക് ശമ്പളം ചോദിക്കാം. അതല്ല, വെറുതെ ചോദിച്ചു നടക്കുക. ഒരു ഉപകാരം ചെയ്തെടുത്തിട്ട് ജനങ്ങൾ ഇങ്ങോട്ട് തരണം, ഇങ്ങോട്ട് കിട്ടണം എന്ന് ചിന്തിച്ച് നടക്കുക. മനുഷ്യന്മാർ കൊടുത്തു വരും, അൽഹംദുലില്ലാ. കൊടുത്തില്ലാന്ന് വരും, അൽഹംദുലില്ലാ. പക്ഷേ ജനങ്ങളോട് ചോദിക്കുന്നത് അത് നിങ്ങൾ ഒഴിവാക്കിയാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് എനിക്ക് ജാമ്യം നിൽക്കുക? അല്ലാ യസ്അല الناس ശൈഅൻ, ഞാൻ ഒരു മനുഷ്യനോടും ചോദിക്കില്ല എന്ന രീതിയിൽ ചിന്തിച്ച് ജീവിക്കുന്ന മനുഷ്യർ, തകഫലഹു ബിൽ ജന്ന, സ്വർഗ്ഗം ഞാൻ കൊടുക്കാം. എന്തൊരു വിഷയം വരുമ്പോഴേക്കും ജനങ്ങളോട്, ഈ പേഴ്സണൽ വിഷയങ്ങളും മനുഷ്യന്മാർക്ക് എല്ലാവർക്കും കടല്ലേ. എന്റെ കടം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നെക്കാളും വലിയ കടമായിരിക്കും നിങ്ങളുടെ അടുത്തുണ്ടാവുക. പിന്നെ എന്തിനപ്പം ഞാൻ നിങ്ങളോട് പറയണം? ഞാൻ റബ്ബിനോട് പറയാണ് എന്റെ വിഷയം. നമ്മൾ ജനങ്ങളെന്ന് കിട്ടണം, മനുഷ്യന്മാർ തരണം. ഈ നിയ്യത്ത് ഒരു മുഅ്മിനും പാടില്ലാത്തതാണ്. അത് പണ്ഡിതന്മാർക്കും പാടില്ല, വാളുപറഞ്ഞവർക്കും പാടില്ല, വാസുക്കൾക്കും പാടില്ല, ഒരു സാധാരണക്കാരനും പാടില്ലാത്തതാണ്. ഇത്തരം വിഷയങ്ങൾ ധാരാളം അവയർനെസ് വേണം സമൂഹത്തിൽ. സമൂഹം ചെയ്യുന്ന സ്വതക്കൊക്കെ അല്ലാഹു കൂലി കൊടുക്കും, അതിന് സംശയമില്ല. പക്ഷെ ചോദിക്കുന്നവർ ചോദിക്കാൻ പാടില്ല എന്നാണ്. കണ്ടറിഞ്ഞ് അള്ളാഹു ചിലരുടെ മനസ്സ് തോന്നിപ്പിക്കും, ഇയാളൊന്ന് സഹായിച്ചേക്കണം, പച്ചപ്പാവാണ്. കൽബിലേക്ക് അള്ളാഹു തോന്നിപ്പിക്കും, ഇയാൾ എന്തെങ്കിലും സഹായിച്ചേക്കണം. അത് അള്ളാഹു ചെയ്യുന്ന പണിയാണ്. നമ്മൾ ചോദിക്കാതിരുന്ന, ചോദിക്കുന്നത് വെറുപ്പാണല്ലോ ജനങ്ങൾക്ക്. ചോദിക്കുന്നത് വെറുപ്പ്. കടം ചോദിക്കുന്നവരെ വെറുപ്പല്ലേ? ഇല്ലാ മൻ റഹിമ റബ്ബി. അങ്ങനെ തോന്നാത്ത ആൾക്കാരുണ്ടാവും, വെറുപ്പ് തോന്നാത്തവർ. പക്ഷേ ഒരിക്കൽ ചോദിച്ചു, പിന്നെയും ചോദിച്ചിട്ട് ഒരു 10,000 രൂപ കടം ഉണ്ടോ? കൊടുത്തു. മൂന്നാമത്തെ ചോദിക്കുമ്പോഴേക്കാ നമ്പർ കണ്ട ഫോൺ ഓഫാക്കും അല്ലേ? കടം ചോദിക്കാനൊക്കെ വിളിക്കണത്, കടം ചോദിക്കാനായിട്ട് വിളിക്കുന്ന ആൾക്കാരുണ്ടാവും. ആകെ വിളിക്കുക, അതിന്റെ ഇടയ്ക്ക് ഒരു വർത്താനം ചോദിക്കൂല. വിളി വന്നവന് പൈസ കാശുണ്ടാവും. ഇങ്ങനത്തെ വിളിക്കാരുണ്ടാവും. പടച്ച റബ്ബേ, നമ്മൾ പ്രവാസികളുടെ അടിയിലുള്ള വിഷയങ്ങൾ പറയാം. ഓനൊരു കാര്യം ആവശ്യമില്ല, ഓൻ എന്തെങ്കിലും ആവശ്യം വന്നോ അപ്പോൾ ചോദിക്കും. അള്ളാഹു കടം ചോദിക്കണ പറ്റില്ല പറഞ്ഞത്. കടം ചോദിക്കാം, കടം ചോദിക്കാതെ മാന്യമായിട്ട് തിരിച്ചു കൊടുക്കണം. മാന്യമായിട്ട് സമയത്ത് തിരിച്ചു കൊടുക്കണം. മാന്യമായിട്ട് തിരിച്ചു കൊടുക്കണം. കടം വാങ്ങിയവർ തിരിച്ചു കൊടുത്തേ പറ്റൂ. അത് ഹക്കാൻ. അത് ആ കടം തന്ന ആള് പൊരുത്തപ്പെടാത്ത കാലത്തോളം അള്ളാഹു പൊരുത്തപ്പെടില്ല. പക്ഷേ ജനങ്ങളോട് ചോദിച്ചു വാങ്ങുക ആവശ്യങ്ങൾക്കൊക്കെ. ഇപ്പൊ നാട്ടിലേക്കിപ്പോ നമ്മുടെ ഉസ്താദുമാരൊക്കെ പച്ചപ്പാവങ്ങളായി ജോലി ചെയ്യുന്ന മദ്രസകളും പള്ളികളും ജോലി ചെയ്യുന്ന ഉസ്താദുമാർ, അവർക്ക് വീടിന്റെ വിഷയത്തിൽ വരുമ്പോൾ കമ്മിറ്റിക്കാർ കണ്ടറിഞ്ഞ് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. എന്നെ ഉസ്താദ് അങ്ങോട്ട് പറയിപ്പിക്കരുത്. അല്ലെങ്കിൽ മാന്യമായ ശമ്പളം നമ്മുടെ കമ്മിറ്റിക്കാർ കൊടുക്കണം. നാട്ടിലൊക്കെ ഉത്തരവാദപ്പെട്ട ആളുകൾ സദസ്സിലുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാൻ വേണ്ടി പറയാൻ, മാന്യമായ ശമ്പളം കൊടുക്കണം. ജീവിച്ചു പോകാൻ പറ്റിയ ശമ്പളം. 10,000 രൂപയാണ് പോലും നമുക്കൊരു പുരയില് ഒരാഴ്ചക്കൊന്നും കഴിയാൻ പറ്റണില്ല ചില വീടുകളിൽ. പിന്നെ എങ്ങനെ ഇവർക്ക് മക്കളും കുട്ടികളൊക്കെ അല്ലേ? അപ്പൊ അവർക്ക് ജീവിക്കാൻ അപ്പൊ പണിയില്ലല്ലോ. 5 വക്തസ്കാരം നീ പണി കൊടുത്തേക്കണം ഉസ്താദിന് ഈ ക്ലാസ് ആ ക്ലാസ് ചെയ്തത്. മാന്യമായ ശമ്പളം കൊടുക്കണം. എന്നാലേ അവർക്ക് മറ്റുള്ളവരോട് ചോദിച്ചു വാങ്ങാതെ ജീവിക്കാൻ പറ്റുള്ളൂ. അവർ നിർബന്ധിതരാണ്. അത്രയ്ക്ക് വലിയ ഈമാനം ഉണ്ടാവില്ല ചില ആളുകൾക്ക്. അള്ളാഹുവിനോട് ചോദിച്ചു. എത്രയോ വലിയ 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 പണ്ഡിതന്മാർ, 30-40 കൊല്ലം ജോലി ചെയ്ത വലിയ പ്രായമുള്ള ഉസ്താദന്മാർ, മദ്രസയിലൊക്കെ പഠിപ്പിച്ചവർ 5 പൈസ നാട്ടുകാരോട് ചോദിക്കാത്തവരുണ്ട്. പക്ഷെ കണ്ടറിഞ്ഞ അള്ളാഹു ചിലരുടെ മനസ്സിൽ തോന്നിപ്പിക്കും, ഇവരെ സഹായിക്കണം, കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ. അവര് ചോദിക്കൂല. ഇതാണ് മുഅ്മിനിന്റെ ലക്ഷണം. പക്ഷെ ചിലക്കതിന് പറ്റുന്ന വരും. അതിന് നമ്മൾ അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അതാണ് അവർക്കിന് പിരിവിന് വരാനോ ചോദിക്കാനോ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കരുത്. കമ്മിറ്റിക്കാരോട് പറയാൻ.
സമ്മതി കൂടും ഉസ്താദിന്റെ ശമ്പളം കൂട്ടുക എന്ന് പറഞ്ഞാൽ അപ്പൊ തുടങ്ങി ചാടിക്കളി. സുബ്ഹാനല്ലാഹ്. അവർക്ക് കുടുംബങ്ങളില്ലേ? നമ്മളത് മനസ്സിലാക്കണ്ടേ? ഇതൊക്കെ ജീവിതത്തിന്റെ നമ്മുടെ മക്കൾ ദീൻ പഠിക്കുന്ന അവരെടുത്തുന്നല്ലേ? നമ്മുടെ ജുമാഅ നിസ്കാരത്തിന് ഇമാമും ജമാഅത്തും ഒക്കെ കിട്ടുന്ന അവരെ കൊണ്ടല്ലേ? ഈ വലിയ ഉപകാരത്തിന് ജീവിച്ചു പോകാൻ പറ്റിയ സാമാന്യമായൊരു ഇന്നത്തെ നിലവാരം. പണ്ടത്തെ ശമ്പളം ഇപ്പോഴും കൊടുക്കുന്നത് അങ്ങനെയൊന്നും ചെയ്യരുത്. എത്രയോ മഹല്ലുകൾ എനിക്കറിയുന്ന കണ്ണൂരും കാസർഗോഡും ജില്ലകളും മലപ്പുറം ജില്ലയിലെ പല സ്ഥലത്തും ഒക്കെ വളരെ മാന്യമായിട്ട് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവർക്ക് പണിയുണ്ടായിക്കോട്ടെ, ജോലി കൊടുക്കും. ജോലിയില്ല പിന്നെ അവർ വേറെ എന്തെങ്കിലും പണി ചെയ്യേണ്ടി വരില്ലേ? പിന്നെ പൈസ ഉണ്ടാക്കാൻ മറ്റെന്തെങ്കിലും വഴി ആലോചിക്കൂലേ? ഹറാമിനെ പറ്റി ചിന്തിക്കൂലേ? അതിനവസരം ഉണ്ടാക്കരുത്. ഉസ്താദുമാരുടെ വിഷയം ഞാനിപ്പോ പറഞ്ഞത്. അവർക്കിത് പറഞ്ഞുതരാൻ പറ്റില്ല, ഞാനത് പറയാൻ. കാരണം ആ ഒരു ക്വസ്റ്റ്യനിലാണ് ഞാനെങ്കിലും ഇത് പറയാൻ പറ്റൂല. മുപ്പരുടെ കാര്യമാണ് പറയണത് കേട്ടോ, കാര്യമായ പിരിവിനാണ് കേൾക്കുന്നത് അല്ല. വളരെ പട്ടിണിപ്പാവങ്ങളായ ഉസ്താദുമാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ വിഷയത്തിൽ ശ്രദ്ധിക്കണം. അവരുടെ വിഷയത്തിൽ നന്നായിട്ട് ഇടപെടണം. അവരെ കൊണ്ട് പറയിപ്പിക്കരുത്, അവരെ കൊണ്ട് ചോദിപ്പിക്കരുത്. അതിന് മുമ്പ് കാര്യങ്ങൾ നടത്തി കൊടുക്കുക, അല്ലെങ്കിൽ മാന്യമായ ശമ്പളം കൊടുക്കുക. ഈ രണ്ടാളൊരു ഓപ്ഷൻ ചെയ്തേ പറ്റൂ. ജനങ്ങളോട് ചോദിക്കുന്നത്, ഇത് നിങ്ങൾ എനിക്ക് ഉറപ്പു തന്നാൽ ആ മനുഷ്യന് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാമെന്ന്. അത്തക്കഫലു ജന്ന, സ്വർഗത്തിൽ അവന്റെ കഫീല് ഞാനാകും. അത്തക്കഫലു, കഫീലാവെന്ന് പറഞ്ഞാൽ എന്താ? ആ സ്വർഗത്തിലേക്കുള്ള സ്പോൺസർ ഞാനാണ്. ആര്? മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഇഫ്ഫത്ത് പഠിപ്പിക്കുകയാണ് ജനങ്ങളെ. ജനങ്ങളുടെ മേൽ ഡിപ്പെൻഡന്റ് ആയിട്ട് ജീവിക്കരുത് എന്ന് മുസ്ലിമിനെ പഠിപ്പിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യനും സമൂഹത്തിന് ബാധ്യതയാവരുത്. അതുകൊണ്ടാണ് എല്ലാവരും പോയി ജോലി ചെയ്യണമെന്ന് പറഞ്ഞത്. ജോലി എടുക്കണം, അധ്വാനിക്കണം. ജോലി ചെയ്യണം, അധ്വാനിക്കണം. ജോലിയില്ലാതെ അവൻ പുറയിലിരിക്കാൻ വല്ലവരും വരട്ടെ, ജ്യേഷ്ഠ അയച്ചിരട്ടെ ഗൾഫിൽ, ജ്യേഷ്ഠൻ ഗൾഫിൽ ഈ മരത്തിന് കുറച്ചെടുക്കുക, അധ്വാനിക്കല്ലേ? ഊണ് ഉറപ്പില്ലാതെ ജോലി ചെയ്യുന്നില്ലേ? ഇങ്ങനെ ഡിപ്പെൻഡന്റ് ആയിട്ട് കഴിയുന്ന കുറെ ആളുകൾ നാട്ടിലുണ്ട്. ഗൾഫിലുണ്ടായ വലിയൊരു സൈഡ് എഫക്റ്റാണ് അത്. ഒരു പണിയില്ലാതെ വീട്ടിലിരിക്കുക. ഇവിടെ അച്ഛനാട്ടിൽ ഇല്ലേ എന്നാ പട്ടിണി നടക്കാം എന്നല്ലാതെ ജോലിക്ക് പോണെ പറ്റി ആലോചിക്ക് പോലില്ല. ഇങ്ങനത്തെ മടിയന്മാർ, സ്വന്തം അമ്മോശനോ അളിയനോ ചിലവർ കാരണം എന്ന് വിചാരിച്ച് പുറകിലിരിക്കുന്ന വലിയ വലിയ മടിയന്മാർ. സുബ്ഹാനല്ലാഹ്. ഇതൊന്നും ഉമ്മത്തിലുണ്ടാവരുത്. നിങ്ങൾ ജനങ്ങൾക്ക് ഭാരമാവരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുക്കാനുണ്ട്. വ്യക്തികളെ കാണാൻ ഉമ്മത്തിന് കഴിയില്ല. വലിയ വലിയ പ്രൊജക്ടുകൾ നടപ്പാക്കേണ്ടി വരും. ഈ സമൂഹത്തിന്റെ സംസ്കാരത്തിനും വിദ്യാഭ്യാസത്തിനും ആവശ്യമായ ഒരുപാട് പദ്ധതികൾ നീക്കിവെക്കുന്നവരാ സമുദായം. ഓരോ വ്യക്തികളും സമൂഹത്തെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയാൽ സമൂഹത്തിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാവില്ല. അത് നിങ്ങൾ അങ്ങനെ ആയിപ്പോകരുത്. പിന്നെ ഒരാൾ അബോധാവസ്ഥയിലാണ്, പാരലൈസ് ആയിട്ട് കിടക്കാൻ, അസുഖമായിട്ട് ആക്സിഡന്റ് ആയിട്ട് കിടക്കാൻ. അതിനെപ്പറ്റിയല്ല പറഞ്ഞത്. ജോലി ചെയ്യാൻ പറ്റുന്നവൻ ഒരു ജോലി ചെയ്യണം. യാചിക്കാവുന്നവർ ഒരു സുഹാബിയോട്, ഒരു ആറാബിയോട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിനക്ക് ജോലി ചെയ്യാൻ പറ്റില്ലേ? പറ്റും നബിയെ, ഞാൻ പോയിട്ട് ജോലി ചെയ്യും. നിന്റെ കയ്യിൽ എന്തുണ്ട്? എന്റെ കയ്യിൽ ഒരു പുതപ്പ്, ഒരു പാത്രമുണ്ട്, കൊണ്ടുപോകാന്ന് പറഞ്ഞു. ആ പാത്രം പുതപ്പ് വിൽക്കാൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് കിട്ടി? 7 ദീനാർ കിട്ടി. 7 ദിർഹം. 7 ദിർഹമിൽ ഒരു മഴ വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞു. ഒരു മഴ. ഇതിനൊക്കെ എന്താ വേണ്ടത്? കടന്നുറങ്ങാൻ ഒരു പുതപ്പോ വിരിപ്പുവാണെന്ന്. അത് വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. അത് വാങ്ങിച്ചു. ഇനി പറഞ്ഞു 7 ദിവസത്തിനൂടെ കണ്ടേക്കരുത്. പോയിട്ട് വിറക് വെട്ടിയിട്ട് സൂക്കിൽ കൊണ്ടുപോയി വിറ്റിട്ട് വാ. 7 ദിവസം നിന്നെ ഞാൻ കാണരുത് 7 ദിവസം കഴിഞ്ഞിട്ടല്ലാതെ. പോയി പണിയെടുപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അദ്ദേഹം തിരിച്ചു വന്നു. ഏതാനും ദിർഹമുകൾ. അപ്പൊ എങ്ങനെയുണ്ട്? അതിന് എന്റെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. ആയിക്കോട്ടെ, ഇന്ന് ജോലി ചെയ്യേ, ജനങ്ങളെടുത്ത് വന്ന് ചോദിക്കല്ല എന്ന് ആ മനുഷ്യനോട് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമുക്കൊക്കെയുള്ള ബാധ്യതകളാണ്. വിസിറ്റ് വന്നിട്ട് റൂമിൽ ഒരു ജോലിയും കരഞ്ഞു നോക്കാതെ കിടക്കുക, കിടന്ന കിടപ്പ് ടി വി നോക്കി കിടക്കുക. മാസം ഒന്ന് കഴിഞ്ഞു, ഒരു ഇന്റർവ്യൂക്ക് പോയിട്ടില്ല, ഒരു സി വി അയച്ചുകൊടുത്തില്ല, പോകുന്നവർക്ക് പറയാൻ പോയിട്ടില്ല, ഒരു സിനിമ കണ്ടിരിക്കുക. ആരെങ്കിലും ചോറ് തരുന്നത്? ആകാശത്തിന് ഇറങ്ങുന്നതാണോ ഇതൊക്കെ? ഒരുപാട് ആളുകളുടെ ഷെയർ ചെയ്ത് ജീവിക്കുന്ന റൂമുകൾ അല്ലേ? എന്നിട്ട് അവിടെ കൂർക്കം വെച്ച് ഉറങ്ങുക. മനുഷ്യന്മാരൊക്കെ കിടക്കുന്ന നേരത്തെ മറ്റ് ജീവികളെ പോലെ അപ്പോൾ ഉണർന്ന് കിടക്കുക. മനുഷ്യന്മാർ ജോലിക്കൊന്നും കിടന്നുറങ്ങുക. ഒരു പണിയും ചെയ്യാതെ കിടക്കുക. ജനങ്ങൾക്ക് ഭാരമാവുക. ഇവനെ കൊണ്ടുവന്നുകൊണ്ട് നെഞ്ച് പടക്കലുണ്ടാവില്ലേ? ഇവര് വിസ കൊടുത്ത ആള്, ഇവര് ടിക്കറ്റ് എടുത്ത ആള്. ഇങ്ങനെ മനുഷ്യർക്ക് ഭാരമായി കിടക്കരുത്. പ്രവാസികൾ മനസ്സിലാക്കേണ്ട ഈ ഹദീസിന്റെ വശം ഇതാണ്. ജനങ്ങൾക്ക് ഭാരമാവരുത്. ഇറങ്ങി നടക്കണം, ജോലി അന്വേഷിക്കണം, അധ്വാനിക്കണം. അപ്പോഴേ അല്ലാഹു വലിയൊരു മനുഷ്യൻ കാരണങ്ങൾ ഉണ്ടാക്കണം, അല്ലാഹുവാണ് വാതിലുകൾ തുറന്നിരുന്നത്. നമ്മൾ കാരണങ്ങൾ ഉണ്ടാക്കണം, ചെയ്തു കൊടുക്കണം, അറ്റൻഡ് ചെയ്യണം, അധ്വാനിക്കണം, അന്വേഷിക്കണം. പിന്നെ അല്ലാഹു തആല വാതിൽ തുറന്നിരും. ഇങ്ങനെയൊക്കെ കുറെ കാലം കടന്നിട്ട് ജോലി കിട്ടിയ കൂട്ടത്തിൽ ഉണ്ടാവില്ലേ?
വിസിറ്റ് എന്ന കാലത്തൊക്കെ പടച്ചറബേ അങ്ങനെ ആയിപ്പോകരുത്. വല്ലാത്ത വെറുപ്പുള്ള അവസ്ഥയാണത്. അതുകൊണ്ട് വിസിറ്റ് എന്നാ എല്ലാവരും ഒഴിഞ്ഞു മാറുന്നത്. ഒന്നുകിൽ ബെഡ് സ്പേസ് കൊടുക്കേണ്ടി വരും. ഇത് മാത്രമല്ല അവന്റെ ഫുഡ് ഏറ്റെടുക്കേണ്ടി വരും. ഇവൻ തിങ്ങി കൂട്ടുന്ന എത്രയാണെന്ന് അറിയാൻ പറ്റും. അവരൊക്കെ ബില്ല് കൊടുത്താൽ ഒരക്കൊക്കെ ഉണ്ടാവില്ലല്ലോ. ഇതൊക്കെ നമ്മളെ പറ്റിയൊരു സ്റ്റീരിയോ ടൈപ്പ് ചിന്തകളുണ്ട്. അതുകൊണ്ടാവും അവൻ വന്ന അടഞ്ഞു കിടക്കാൻ വരികയാണെന്ന് ചിലക്ക് തോന്നലുണ്ടാവും. അത് നമ്മൾ വരുത്തി തീർത്ത ചില ഇമേജുകളാണ്. നമ്മൾ തുടച്ചു നീക്കണം. മുസ്ലിം ഉമ്മത്ത് ക്രിയേറ്റിവിറ്റി ഉള്ളവരാണ്, അധ്വാനശീലരാണ്, പരിശ്രമിക്കുന്നവരാണ്. ഇത് കാണിച്ചു കൊടുക്കണം. ഇതൊക്കെ പഠിപ്പിക്കാൻ ഇസ്ലാം. അതല്ലേ ഇസ്ലാമിന്റെ അത്ഭുതം. ഇതെല്ലാം എന്തൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ? ജീവിതത്തിന്റെ ഓരോ മുക്കിലും തൊടുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നിങ്ങളുടെ ജീവിതമാണ്. ഇതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഒരു നിസ്കാരം, നോമ്പെടുക്കൽ, റമളാൻ, ഹജ്ജല്ല, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ജനങ്ങൾക്ക് ഭാരമാവരുത്. ജനങ്ങളോട് ചോദിച്ച് നടക്കല്ല. എങ്കിൽ നിനക്ക് ഞാൻ സ്വർഗം വാങ്ങിച്ചു തരാമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് കൂടെ നമുക്ക് ഇതിന്റെ ബാക്കി പറഞ്ഞ് റമളാനിന്റെ മുൻപുള്ള ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പിന്നെ നോമ്പായി റമളാനായി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്രകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ റമളാനിൽ ഖുർആൻ ക്ലാസ് ഇല്ല. നമ്മുടെ റഹൂലർ ശനിയാഴ്ച ഇവിടെ ഒരേ പരിപാടികൾ നടക്കാൻ പോകുന്നുണ്ട്. റമളാന്റെ മുമ്പുണ്ട്. ഇതിപ്പോ എന്റെ സുഹൃത്ത് മുസ്തഫ ഹുദവി ആക്കോട് മട്ടന്നൂർ ജോലി ചെയ്യുന്ന എന്റെ കൂടെ പഠിച്ച എന്റെ ക്ലാസ്മേറ്റും പ്രഗത്ഭനായ പണ്ഡിതനും സാത്വികനായ ഒരു വായിലൊക്കെ മുസ്തഫ ഹുദവി ആക്കോട് ഇപ്പോൾ ബുധനാഴ്ചയോടെ വരുന്നുണ്ട്. കണ്ണൂർ ജില്ലാ കെമിസ്ട്രിക്കാർ കൊണ്ടുവരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പരിപാടികൾ നടക്കുന്നുണ്ട്. 26 തീയതി എനിക്കിവിടെ ഒരു പരിപാടി, നമ്മുടെ അഹ്ലൻ റമളാൻ പരിപാടി നടക്കുന്നുണ്ട്. റമളാന്റെ ചിലപ്പോൾ തലേ ദിവസമായിരിക്കും. 26-നല്ലേ? അല്ലേ? 26-ന് ഇൻഷാ അല്ലാഹ്. അപ്പോ പിന്നെ റമളാനിൽ ഒരുപാട് പരിപാടി നടക്കാൻ. അടുത്ത വെള്ളിയാഴ്ച ഇവിടെ പെണ്ണുങ്ങൾക്കുള്ള ഒരു ക്ലാസ്, പെണ്ണുങ്ങളായിട്ട് എടുക്കുന്ന ഒരു ക്ലാസ് ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോ ഉമ്മമാര്, മക്കളുള്ളവർ, എത്ര പ്രായമുള്ളവരായാലും പഠിക്കാൻ പറ്റുന്നവരൊക്കെ വരണം. അടുത്ത വെള്ളിയാഴ്ച അവർ നേരത്തെ റൂമിൽ പെണ്ണുങ്ങളാണ് ക്ലാസ് എടുക്കുന്നത്. അവരാണ് തീരുമാനിക്കുക ഇൻഷാ അല്ലാഹ് ഏത് ദിവസം എപ്പോൾ വേണം ക്ലാസ് എന്ന്. അവർ നമ്മൾ തീരുമാനിച്ചിട്ട് കാര്യമില്ല. അപ്പൊ സെന്റർ ഇൻഷാ അല്ലാഹ് അതിന് അവസരം കൊടുക്കാൻ, പെണ്ണുങ്ങൾക്ക് അവരുടേതായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവരിന്ന് പണ്ഡിതരായ പെണ്ണുങ്ങളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അവരെ ക്ലാസ് എടുക്കാൻ ഇൻഷാ അല്ലാഹ്. അപ്പോ സ്ത്രീകൾ ആ വിഷയം ശ്രദ്ധിച്ച് അടുത്ത വെള്ളിയാഴ്ച എത്ര മണിക്കാണത്? അസ്റിന് ശേഷം ഇൻഷാ അല്ലാഹ്. അസ്ർ നിസ്കാരത്തിന് ശേഷം നേരത്തെ ഹാളിൽ അവർക്ക് റൂമിൽ അവർ മാത്രമേ ഉണ്ടാവും, ആണുങ്ങൾ ഉണ്ടാവില്ല. അവരാണ് ക്ലാസ് എടുക്കുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിനെപ്പറ്റി ഉള്ള ആലോചനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യത്തിൽ സഹോദരിമാർ വരണം. അത് നിങ്ങൾ അവർക്ക് സഹായം ചെയ്തു കൊടുക്കണം എന്ന് കൂടെ അറിയിക്കുകയാണ്. അല്ലാഹു തആല കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി വിജയിപ്പിക്കുമാറാകട്ടെ. ഇങ്ങനെ നമ്മൾ എല്ലാവരും മൂലം അടുപ്പിച്ച് പിടിച്ചാലേ ഈ ഉമ്മത്തിനെ കിട്ടുള്ളൂ. സമൂഹം വഴുതിപ്പോവാൻ, ഹക്കെന്ന് വഴുതിപ്പോവാൻ. പെണ്ണുങ്ങൾക്കും ബോധം വേണം, കുട്ടികൾക്കും ബോധം വേണം, വലിയവർക്കും ബോധം വേണം, വീട്ടുകാർക്ക് ബോധം വേണം, ചെറുപ്പക്കാർക്കും പഠിക്കുന്ന സ്റ്റുഡൻസിനും ഇവരൊക്കെ നമുക്ക് കിട്ടണം. എന്നിട്ട് വേണം നമ്മുടെ ഉമ്മത്തിനെ നന്നാക്കിയെടുക്കാൻ. നമ്മൾ എങ്ങനെയൊക്കെയോ നമുക്ക് എവിടൊക്കെ ചില നഷ്ടം പറ്റിയിട്ട് അതൊക്കെ നികത്തണം. നമ്മൾ ഇൻഷാ അല്ലാഹ് ഒന്ന് ഒരുങ്ങി പുറപ്പെട്ടാൽ അള്ളാഹു നമ്മൾ സഹായിക്കും. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ സഹായം ഉണ്ടാവണം എന്ന്, സഹകരണം ഉണ്ടാവണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. നമ്മൾ അടുത്ത ശനിയാഴ്ച കൂടെയാണ് ഈ ഖുർആൻ ക്ലാസ് ഉണ്ടാവുക. പിന്നെ ഒരു അഹ്ലൻ റമളാൻ പരിപാടി വ്യാഴാഴ്ച ആയിരിക്കും. പിന്നെയുള്ള ശനിയാഴ്ച 28-ാം തീയതിയാണ്. ചിലപ്പോൾ നോമ്പായിരിക്കും, നോമ്പ് തലേന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ്, എനിക്കിടെ തലേന്ന് വേറെ പുറത്ത് പരിപാടിയുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ റമളാൻ കഴിഞ്ഞ് ആഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ സെപ്റ്റംബർ 6-ന് ഒരു ശനിയാഴ്ച, നിങ്ങളുടെ കലണ്ടർ ഉണ്ടെങ്കിൽ സെപ്റ്റംബർ 6 ഒരു ശനിയാഴ്ച ആണെങ്കിൽ അന്നായിരിക്കും ഇൻഷാ അല്ലാഹ് ക്ലാസ് ഞാൻ ഉണ്ടാവുക. അതിന് മുമ്പ് റമളാൻ കഴിഞ്ഞ് അവിടെ ക്ലാസ് ഉണ്ടായിരിക്കും. മറ്റു ഉസ്താദുമാരുടെ ക്ലാസ് ഉണ്ടാവും. അത് മുടങ്ങരുത്. ഞാൻ സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട്, ലീവ് ആയതുകൊണ്ട് പോവാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കാര്യങ്ങളൊക്കെ നിങ്ങൾ വിജയിപ്പിക്കണം. അടുത്ത ആഴ്ച വരാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അതിന് അഡ്വാൻസ് ആയിട്ട് പറയണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മൾ പറഞ്ഞതും കാര്യങ്ങളെല്ലാം അള്ളാഹു നമ്മൾ ഖബൂൽ ചെയ്യട്ടെ. റമളാൻ സജീവാക്കണം ഇൻഷാ അല്ലാഹ്. റമളാനെ ധാരാളം അമൽ ചെയ്തിട്ട് കഴിഞ്ഞുപോയ കാലത്തെ മുഴുവനും കഴുകി തുടച്ച് നല്ല പൊളുങ്ക മനുഷ്യന്മാരായിട്ട് നമുക്ക് ജീവിക്കണം. നമ്മുടെ ആണിനും പെണ്ണിനും ചെറുപ്പക്കാർക്ക് വലിയവർക്കൊക്കെ ഇന്നിവിടെ അങ്ങോട്ട് തെറ്റ് ചെയ്യുക എന്നുള്ള ശബ്ദം വേണം. അള്ളാഹുവിനോടുള്ള കടപ്പാട് നമ്മൾ നിർവഹിക്കണം. പടച്ചോൻ നമ്മളെ കുറെ വെച്ചു വിട്ടിട്ടുണ്ട്. ഇത് നമ്മൾ തെറ്റ് ചെയ്യുന്ന കാലത്ത് അള്ളാഹു നമ്മൾ ഒരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തൗബ ചെയ്യാനോ അറിയാനോ അള്ളാഹുലേക്ക് മടങ്ങാൻ അവസരം കിട്ടാതെ നമ്മൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? എന്തായിരിക്കും? നമ്മളിപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ ഇവിടെ ക്ലാസ്സൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കുന്ന ആൾക്കാരുണ്ടാവും. നന്നായവരുണ്ട്. അങ്ങനെ ഒരു നന്നാവാൻ അവസരം കിട്ടാതെ നമ്മൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ അവസ്ഥ? അള്ളാഹു അത് നമ്മളെ രക്ഷിച്ചില്ലേ? ഇനി നമ്മുടെ വെറും തലമുറയെ അള്ളാഹു രക്ഷിക്കണം. നമ്മുടെ ചെറുപ്പക്കാരെ അള്ളാഹു കാക്കണം. അതുകൊണ്ട് ഇത്തരം ദീനിനോടുള്ള ബന്ധം കൈവിടുക. എവിടെയെല്ലാം ദീനിന്റെ സദസ്സുകളുണ്ടോ,
ഇൽമു പറയപ്പെടുന്നുണ്ടോ? അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്റുകളോ ഹബീബിനുള്ള സ്വലാത്തുകളോ ചൊല്ലപ്പെടുന്നുണ്ടോ? ദീൻ അള്ളാഹുമായി ബന്ധിക്കുന്ന എവിടൊക്കെ വിഷയങ്ങളുണ്ടോ നിങ്ങൾ ഓടിച്ചെല്ലണം. മുഅ്മിൻ സബ്ബാഖുൻ ഇലൽ ഖൈർ, എല്ലാ നന്മയിലേക്കും ഏറ്റവും ആദ്യമെത്തുന്നത് മുഅ്മിനീങ്ങളാണെന്നാണ്. അതുകൊണ്ട് നന്മകൾ, ഇൽമ്, ബന്ധം വിട്ടാൽ ഒരുപക്ഷെ റമളാന് വരെ, റമളാന്റെ ശേഷം നമ്മുടെ ക്ലാസ്സോടെ നിന്നുപോകുന്ന അവസ്ഥ എങ്ങാൻ ഉണ്ടായാൽ പോലും ബന്ധം വിട്ടുപോകരുത്. അള്ളാഹുമായുള്ള ബന്ധം, കണക്ഷൻ ഡിസ്കണക്ട് ആയിപ്പോയാൽ പിന്നെ റേഞ്ച് കിട്ടാൻ പ്രയാസമാണ്. പിന്നെ നമുക്ക് തിരിച്ചു വരാൻ ഭയങ്കര ഗ്യാപ്പ് വരും. ആ ബന്ധം നമുക്ക് ഖുർആൻ ഓതുന്നവർ നിരന്തരമായിട്ട് ഓതണം. ഇനി ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഇടക്കിടക്ക് കേട്ടിങ്ങനെ എന്ത് ചെയ്യണം? നമ്മളെ ഇടക്കിടക്ക് അതിനെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കണം, റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് നമുക്ക് അല്ലാഹുമായുള്ള ബന്ധം. ഇല്ലെങ്കിൽ പിശാച് തട്ടിക്കൊണ്ടുപോകും. ഇല്ല ഇബാദക്കൽ മുഖ്ലസീൻ, നിന്റെ സാത്വികർക്ക് അവരെ എനിക്ക് പിടിച്ചാൽ കിട്ടൂല, അല്ലാത്തവരൊക്കെ ഞാൻ പിഴപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇബ്ലീസ് അള്ളാഹുവിനോട്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അള്ളാഹ് നമ്മുടെ വിഷയങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക. പടച്ച തമ്പുരാൻ നമ്മുടെ മക്കളെയും കുടുംബത്തെയും നമ്മുടെ സുഹൃത്തുക്കളെയും മുസ്ലിമീങ്ങളുമായ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവർക്കും അള്ളാഹു ഹിദായത്തിലേക്ക് എത്തിച്ച് അടിയുറപ്പിച്ചു തന്ന് ഈ മണ്ഡലം അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ റമളാൻ നമുക്ക് സജീവമായി ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം. അങ്ങനെ റബ്ബ് നമ്മെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെ നടന്ന പ്രഭാഷണങ്ങളൊക്കെ നാട്ടിൽ LCD പ്രൊജക്ടർ വഴി നടത്തുന്നതിന് വേണ്ടി 2 സുഹൃത്തുക്കൾ 10,000 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. നമ്മുടെ റസാഖ് മരിക്കോട് സാഹിബ് നാട്ടിൽ പോകുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ 10 മഹലിലാണ് പരിപാടി നടക്കുക. എറന്തല, കുപ്പം, പെരിയാരം, പെരുമ്പ, രാമന്തളി, ആലക്കാട്, മുക്കുന്ന്, പൊയിൽ, ഇരുവേരി, പുതിയങ്ങാടി ഈ സ്ഥലങ്ങളിൽ 35,000 രൂപ നമുക്ക് ചെലവുണ്ട്. അതിന് 20,000 രൂപ കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. 15,000 ഷോർട്ടുണ്ട്. ആരെങ്കിലും അതിന് സംഭാവന ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമ്മുടെ ഡെസ്കിനെ അറിയിക്കാം. നമ്മുടെ സുഹൃത്തുക്കള് ഇവിടെ നടന്ന ക്ലാസ്സുകൾ, ഖുർആൻ ക്ലാസ്സുകൾ, റമളാന്റെ ഒരു മുന്നോടിയായി നമ്മൾ കഴിഞ്ഞ വർഷം നടത്തിയ അഹ്ലൻ റമളാൻ പരിപാടിന്റെ CD പ്രൊജക്ടർ വെച്ചിട്ട് മഹല്ലുകൾ കാണിച്ചു കൊടുക്കുകയാണ്. ഒരു ഉപകാരപ്പെട്ടിട്ട് അവർ ചെയ്യുന്ന സേവനാണ്. അള്ളാഹു ഇൽമ് പ്രചരിപ്പിക്കുകയാണ്. ഇതൊക്കെ അള്ളാഹു അവരിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ചെറുപ്പക്കാർ അവരുടെ ലീവിന് പോയാൽ അവർക്കും കുട്ടികളും മക്കളായിട്ടൊക്കെ നടക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ? ആ സമയത്ത് മാറ്റിവെച്ച് റമളാന്റെ മുമ്പായിട്ട് ഈ പരിപാടികൾ 10 ദിവസം കൊണ്ട് ഈ പരിപാടി അവർ ചെയ്യാൻ അടുത്തൊരു നാട്ടിൽ പോകുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ വിജയിക്കാൻ വേണ്ടി ദ്വാരക്കണം. അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടണം. അള്ളാഹുവിലേക്ക് ജനങ്ങൾ ബന്ധിക്കണം. സ്രഷ്ടാവിലേക്ക് കണക്ഷൻ വേണം. ഇതിന് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ മൊബൈലോ, നിങ്ങളുടെ ഇന്റർനെറ്റോ, നിങ്ങളുടെ ഓൺലൈൻ സംവിധാനങ്ങളോ, നിങ്ങളുടെ വൈഫൈയോ എന്തൊക്കെ ഉപയോഗിച്ച് നന്മ പ്രചരിപ്പിക്കാൻ പറ്റുമോ, നന്മ ഏറ്റെടുക്കാൻ പറ്റുമോ, ഇതൊക്കെ നമ്മൾ ചെയ്യണം. അള്ളാഹുവിന്റെ ചോദ്യം വരും. അള്ളാഹുവിനോട് ചോദ്യം വരും. കാരണം വായന കുറഞ്ഞുപോയ കാലം, ഞാൻ ഇന്നലെ ഒരു സംസാരത്തിൽ വിഷയം സൂചിപ്പിച്ചു. അതേ മെസ്സേജ് ഞാൻ ആവർത്തിക്കുകയാണ്. വായന കുറഞ്ഞുപോയ കാലാണിന്ന്. വായിക്കാൻ നമുക്ക് മടിയാണ്. പത്രങ്ങളും മാസികളൊക്കെ ഇറങ്ങുന്ന ആരാ വായിക്കുന്നത്? ചിത്രം നോക്കി പോരും. വായന കുറവാണ്. അങ്ങനത്തെ ഒരു കാലത്ത് കാണാനും കേൾക്കാനുമുള്ള മീഡിയ അള്ളാഹു നമ്മുടെ മുമ്പിലേക്ക് തന്നു. നമ്മുടെ ഇന്റർനെറ്റും മറ്റു സംവിധാനമൊക്കെ അതാണ്. കാണാനും കേൾക്കാനും ഇതിന് ഏത് മടിയന്മാർക്കും ചെയ്യാൻ പറ്റുന്ന പണിയാണ്. അത് അള്ളാഹു തന്നാൽ നീ എന്തുകൊണ്ട് പഠിച്ചില്ല എന്ന് പടച്ചോൻ ചോദിക്കുമ്പോൾ, പടച്ചോൻ എനിക്ക് വായിക്കാൻ പറ്റില്ലായിരുന്നല്ലോ. അതല്ല, നിനക്ക് കാണാനും കേൾക്കാനും ഞാൻ അവസരം തന്നില്ലേ, ഇന്റർനെറ്റ് സംവിധാനം തന്നില്ലേ, നീ എന്ത് എനിക്ക് വേണ്ടി ചെലവഴിച്ചു, നീ എനിക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിച്ചു എന്ന് ചോദ്യം ഉണ്ടാവും. നാളത്തെ വിചാരണയിൽ ഇതൊരു ചോദ്യമായിരിക്കും. നിങ്ങളുടെ സംവിധാനം അല്ലാഹു തന്നിട്ടില്ലേ? MP3 ആയിട്ടോ MP4 ആയിട്ടോ അല്ലാതെയോ നിങ്ങളുടെ വാട്സപ്പോ കാര്യങ്ങളോ എന്തായിക്കോട്ടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. അത് ഉപയോഗപ്പെടുത്തണമെന്നാണ്. കാരണം എന്തായാലും നെറ്റ് ഉപയോഗിക്കുക. അത് വെറും വോയിസ് കോളിനോ മാത്രം ഉപയോഗിക്കാനുള്ളതല്ല. നന്മകൾ പഠിക്കാൻ, നിരന്തരമായി പഠിക്കാൻ ഉപയോഗിക്കുക. ചോദ്യം ഉണ്ടാവും അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന്. നമ്മൾ ഉപയോഗിക്കുക. കാരണം റബ്ബ് ചോദിക്കും, ഇത് വലിയ നിഅമത്താണ്. ചില്ലറ നിഅമത്താണ് നമ്മൾ കൈ കൊണ്ടിരുന്ന മൊബൈലൊക്കെ. ചില്ലറ നിഅമത്താണോ? എന്താണ് ആ നിഅമത്ത്? 100-120 സ്പീഡിൽ നമ്മൾ അബുദാബിയിലോ ഡ്രൈവ് ചെയ്യുമ്പോൾ നാട്ടിൽ വിളിക്കുകയാണ്. നാട്ടിൽ ചിലപ്പോൾ സിമിലർ സ്പീഡ് ഡൽഹിയിലോ ഹരിയാനയിലോ 100 സ്പീഡിൽ പോകുന്ന വാഹനത്തിൽ സഞ്ചരിക്കുന്നവരോട് അതേ സ്പീഡിൽ ഇവിടെ സഞ്ചരിക്കുന്നവർ വർത്താനം പറയാൻ മൊബൈലില് സെയിം സെക്കൻഡിന്റെ വ്യത്യാസം പോലും സംസാരിക്കണില്ലേ? ഭയങ്കര നിഅമത്തല്ലേ ഈ സാറ്റലൈറ്റ് സംവിധാനങ്ങളൊക്കെ. നമ്മുടെ മൊബൈലുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന വലിയ വലിയ പ്രോഗ്രാമുകളൊക്കെ ഉള്ള മൊബൈലുകൾ, ഇതൊക്കെ ഖുർആന്റെ ആപ്പുകൾ, ദഅവാത്തുകൾ, ദിക്റുകൾ, അദ്കാറുകൾ, ദീനിനെ റിമൈൻഡ് ചെയ്യുന്ന പ്രഭാഷണങ്ങളോ അല്ലാത്ത ഓർമ്മപ്പെടുത്തലുകളോ ഖുർആൻ ഓതലുകളോ ഒക്കെ ആവട്ടെ. ഖുർആൻ പഠിക്കാൻ പറ്റില്ല എന്ന് ഇനി ഒരു മുസ്ലിമിനും കാരണം പറയാൻ പറ്റൂല. ഉസ്താദ് കിട്ടേണ്ട പഠിപ്പിച്ചു തരാൻ അല്ല, ഓൺലൈനായിട്ട് പഠിപ്പിച്ചു തരുന്ന കുറെ ഉസ്താദന്മാരുണ്ട് നെറ്റിലൊക്കെ. ഓൺലൈൻ ഉസ്താദന്മാർ അല്ലെ, ചില ഖുർആൻ ആപ്പുകൾ, ഞാൻ അതാ ഉദ്ദേശിച്ചത്. വലിയ വലിയ ഖാരിങ്ങളുടെ ഖിറാത്ത് കിട്ടും. ഖുർആൻ തുറന്നുവെച്ചാൽ ഖാരിന്റെ അബ്ദുൽ ബാസിത്ത് അടിച്ചു കൊടുത്താൽ ഷെയ്ഖ് അബ്ദുൽ ബാസിത്ത് ആ വരി ഇങ്ങനെ ഊരിത്തരാണ്. ഇല്ല, ഇലക്ട്രോണിക് പെന്നുള്ള മുസാഫില്ലേ, തുറന്നു വെച്ചാൽ പെന്നും കുത്തിയാൽ അങ്ങ് ഊരിത്തരും.
അത് വായിക്കാൻ പറ്റില്ല. നല്ല മൊബൈൽ കൊണ്ടെടുക്കണില്ലേ, 1000 രൂപ ശമ്പളം, 2000 മൊബൈലെ കയ്യിൽ ഉപയോഗിക്കുക. അള്ളാഹുവിന് വേണ്ടിയിട്ട്, അള്ളാഹ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. അതിൽ ഖുർആന്റെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യണം. ദിക്റുകൾ ഓതാൻ അവസരം ഉണ്ടാവണം. ഒതുമില്ലാതെ ഓതാൻ പറ്റൂലേ ഖുർആൻ? ഒതുമില്ലാതെ ഓതാൻ മൊബൈലിൽ നിന്ന്, ഒതുമില്ലാതെ ഓതാൻ പറ്റും മൊബൈലിലെ ഖുർആൻ ആപ്പുകളൊക്കെ തുറന്നാൽ. അത് ക്ലോസ് ചെയ്തിട്ട് ബാത്റൂം പോയാൽ മതി, ഒരു കുഴപ്പമില്ല. ഇതൊക്കെ ഉപയോഗിക്കണം. ഇനി ഉപയോഗിക്കേണ്ടാത്ത കാലല്ല, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കും. അള്ളാഹ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. അതാ ഞാൻ പറയണം, ഇത് ഉപയോഗിക്കേണ്ട, ഇത് അള്ളാഹ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. നിങ്ങൾ മൊബൈൽ വാങ്ങാൻ നിങ്ങൾക്ക് അള്ള കഴിവ് വന്നിട്ടുണ്ടോ? ഹലാലായ ഒരു ആസ്വാദനാണ്. അള്ളാഹു എന്ന ഹലാലായ ഒരു നിഅമത്ത് ആയിക്കോട്ടെ, നിങ്ങൾ ഉപയോഗിച്ചോ. പക്ഷെ അള്ളാഹ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. റമളാന വരുന്നത് ഖുർആൻ ഓതാൻ പറ്റിയില്ല എന്ന് പറയരുത്. പള്ളിയിൽ പോയിട്ട് ഇരിക്കാൻ പറ്റും, നിന്റെ നടത്തത്തിൽ പറ്റും, ഷോപ്പിലിരിക്കാൻ പറ്റും, ഒരു കസ്റ്റമർ വരുന്നവരെ ഓതാൻ പറ്റും. ഇതൊക്കെ പറ്റും. ഖുർആന്റെ റേഡിയോകൾ ഇവിടെ അല്ലേ? ഖുർആൻ റേഡിയോ, ഷാർജ റേഡിയോ, അബുദാബി റേഡിയോ. ഈ വെറുതെ മലയാള റേഡിയോ മറ്റവൻ പാടി, ഇവൻ കമ്പോസ് ചെയ്ത്, ഇവൻ ചൊല്ലി, ഈ പാട്ട് കേട്ട് ഇങ്ങനെ നടക്കാൻ, അത് ഡെഡിക്കേറ്റും അത് ഹദിയായും ചെയ്ത് നടക്കുക. സുബ്ഹാനല്ലാഹ്. നല്ല ഖുർആനിന്റെ റേഡിയോയിൽ ഒന്നുകിൽ ഖുർആൻ MP3 ഒരു USB കുത്തിയിട്ട് കേട്ടൂടെ ഖുർആനുകൾ? വല്ല കാര്യങ്ങളോ അള്ളാഹിനെ പറ്റി ചിന്തിപ്പിക്കുന്ന കേട്ടൂടെ? വണ്ടികൾ എല്ലാവരും ഡ്രൈവർമാരാ, എല്ലാവരും വാഹനം ഓടിക്കുന്നവരാ, ഡ്രൈവർ ജോലി ചെയ്യുന്നവർ. ഈ മലയാള എന്താ ഒരു വാർത്ത കേൾക്കാണെങ്കിൽ കൂടെ റേഡിയോ വൈകുന്നേരത്തെ രാവിലെ ഒരു വാർത്ത കേട്ടാൽ എല്ലാം അറിഞ്ഞു. ഇത് ഫുൾ ടൈം തുറന്നിച്ച് കളകളാന്ന് പാട്ടും പാടി നടക്കുന്ന പ്രോഗ്രാമുകൾ. ഒരു ഇൻഫോർമേഷൻ കിട്ടുന്നുണ്ടോ നമ്മുടെ റേഡിയോകളിൽ? ഒരു വിവരം കിട്ടുന്നുണ്ടോ? ഞാൻ കൊതിച്ചു പോകുന്നത് അറബി അറിയെങ്കിൽ ഇപ്പൊ ഷാർജ റേഡിയോ, അബുദാബി റേഡിയോ, ദുബൈയിലെ അൽനൂർ റേഡിയോ, എന്തെല്ലാം മസ്അലകൾ, എന്തെല്ലാം ഇൽമി ചർച്ചകൾ, എന്തെല്ലാം പണ്ഡിതന്മാർ, എത്രയാണ് പ്രോഗ്രാമുകൾ. അത് കഴിഞ്ഞ ഖുർആനിന്റെ തഫ്സീർ, ഹദീസ്, ഹദീസിന്റെ ദിക്ർ, അത് കഴിഞ്ഞ ആരോഗ്യപരമായ ചർച്ചകൾ, ഇസ്ലാമിന്റെ ചരിത്രം, അറബ് ഭാഷയുടെ ചരിത്രം, ഇങ്ങനെ ഓരോന്നോരോന്ന്. വാഹനം നിർത്തി വരാൻ തോന്നൂല, അങ്ങനത്തെ പ്രോഗ്രാമുകളുണ്ട് അറബി ചാനലുകളിൽ. നമ്മുടെ മലയാളത്തിൽ പൂർവ്വവും പാട്ടും പാടിയിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നമ്മളൊന്ന് തിരുത്തണം. ഇതൊക്കെ അവസരങ്ങളാണ്. അള്ളാഹു ചോദിക്കും. വണ്ടി കിടന്ന് 24 മണിക്കൂർ വാഹനത്തിൽ നിന്ന് പാട്ടും കേട്ട് നടന്നാൽ ശരീരത്തിൽ പിശാച കൂടെ ഉണ്ടാവുക, ആ യാത്രയിൽ പിശാച കൂടെ ഉണ്ടാവുക. ഖുർആൻ കേട്ട് നടന്നു, അള്ളാഹിന്റെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവും. ഇൻഷാ അള്ളാഹ് ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്നേക്കുമുള്ള കാര്യങ്ങളായിട്ട് പറയാൻ. കാരണം ഇനി ടെക്നോളജിയുടെ കാലം, അത് പിടിച്ച കിട്ടാത്ത കാലത്തേക്ക് പോവാൻ. അള്ളാഹുവിനെ വേണ്ടി ഉപയോഗിക്കുക. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഭാര്യ ഗർഭിണിയാണ്, സുഖപ്രസവം ദ്വാരക്കണം. സ്വാലിഹായ സന്താനം ലഭിക്കും. അള്ളാഹു സഹോദരിക്ക് സുഖപ്രസവം നൽകുമാറാകട്ടെ. സ്വാലിഹായ സന്താനത്തെ അള്ളാഹു നൽകുമാറാകട്ടെ.